എന്റെ പൊന്നെ, ഇവൻ ആ മൈക്കെടുത്ത് അപ്പുറത്ത് കൊണ്ടുവച്ചായിരുന്നു. കോമഡി നോക്കണ അവസ്ഥ. ശരിയാ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കറണ്ട് റെസിറ്റിയിൽ വീസ്റ്റോൺ ബ്രിഡ്ജാണ് ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് 3 പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് മീറ്റർ ബ്രിഡ്ജ്, മറ്റൊന്ന് പൊട്ടൻഷ്യൽ മീറ്റർ. ഷുവറായിട്ടും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. വീസ്റ്റോൺ ബ്രിഡ്ജ് ഉണ്ടാവുക, അല്ലെങ്കിൽ മീറ്റർ ബ്രിഡ്ജ് ഉണ്ടാവുക, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മീറ്റർ ഉണ്ടാവുക. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് മീറ്റർ ബ്രിഡ്ജാണ്. Meter bridge. The first point, what is the principle of meter bridge? The principle of meter bridge is the principle of Wheatstone bridge. അപ്പോൾ വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഒരു സ്കെൽട്ടൺ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പോയിന്റ് ഇതായിരുന്നു: 2 നോൺ റെസിസ്റ്റൻസ് പി, 3 നോൺ റെസിസ്റ്റൻസ് പി, ക്യൂ ആൻഡ് ആർ, ആൻഡ് അൺനോൺ റെസിസ്റ്റൻസ് ഇൻ ഫോർത്ത് ആം. അപ്പോൾ ഇവിടെ പി, ക്യൂ, ആർ, എസ് ഈ പോയിന്റിൽ ഗാൽവനോമീറ്റർ ഉണ്ടാവും. ശരിയാണല്ലോ. അപ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ ദിസ് നല്ല സമയം
ഞാൻ ഒന്നുകൂടെ പറയാം, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതാണ് മീറ്റർ ബ്രിഡ്ജാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ മീറ്റർ ബ്രിഡ്ജിൽ ഞാൻ പറഞ്ഞു ആദ്യം വാട്ട്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് മീറ്റർ ബ്രിഡ്ജ്. ദ പ്രിൻസിപ്പിൾ ഓഫ് മീറ്റർ ബ്രിഡ്ജ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വീസ്റ്റോൺ ബ്രിഡ്ജ്. വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിളാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് മീറ്റർ ബ്രിഡ്ജ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വീസ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഒരാമിൽ പി നോൺ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇവിടെ ക്യൂ, ഇവിടെ ആർ, ഇവിടെ അൺനോൺ റെസിസ്റ്റൻസ്. ആൻഡ് ദ ഗാൽവനോമീറ്റർ ഷോസ് നോ ഡിഫ്ലക്ഷൻ. ദാറ്റ് മീൻസ് ബ്രിഡ്ജ് ഈസ് ബാലൻസ്. ദെൻ പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ് അല്ലേ. പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ്, ഏത് ഓർഡർ വേണം പറയാം. ഓർ പി ബൈ ആർ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എസ്. അപ്പോൾ ഇവിടെ പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ്. അത് നമുക്ക് അൺനോൺ ഡിസ്റ്റൻസ് കണ്ടെത്താൻ പറ്റും. ദിസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വീസ്റ്റോൺ ബ്രിഡ്ജ്. നമ്മൾ ഇന്ന് പറഞ്ഞതാണ്. ഇത് തന്നെയാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെയും പ്രിൻസിപ്പിൾ. അപ്പോൾ അത് ചോദിച്ചാൽ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മീറ്റർ ബ്രിഡ്ജ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വീസ്റ്റോൺ ബ്രിഡ്ജ്. ദാറ്റ് ഈസ് ബ്രിഡ്ജ് ഈസ് ബാലൻസ് പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ. അപ്പോൾ മീറ്റർ ബ്രിഡ്ജിൻ്റെ ഡയഗ്രം നമ്മൾ കൊടുക്കും. അപ്പോൾ മീറ്റർ ബ്രിഡ്ജ് നിങ്ങൾക്ക് അറിയാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 മീറ്റർ ലോങ് മാൻഗനീൻ ഓർ കോൺസ്റ്റന്റ് ആൻഡ് വയർ. അപ്പോൾ മീറ്റർ ബ്രിഡ്ജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാൻഗനീൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആൻഡ് വയറാണ്. അപ്പോൾ അതിന് ഹൈ റെസിസ്റ്റിവിറ്റിയും ലോ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസും ആണ്. എന്തുകൊണ്ട് കോൺസ്റ്റന്റ് ആൻഡ് വയർ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനാണ് മാൻഗനീൻ വയർ യൂസ് ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ 1 മീറ്റർ ലെങ്ത് ഉള്ള മാൻഗനീൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആൻഡ് വയറാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ കോൺസ്റ്റന്റ് ആൻഡ് വയറിന് ഹൈ റെസിസ്റ്റിവിറ്റിയും ലോ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസും ആണ്. അതായത് പെട്ടെന്ന് ചൂടാവാൻ പാടില്ല. ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഐ പ്രപ്പോർഷണൽ ടു വി, വി പ്രപ്പോർഷണൽ ടു ഐ എന്നില്ല പ്രപ്പോർഷണലിറ്റി കിട്ടില്ല. അപ്പോൾ അതുപോലെ റെസിസ്റ്റിവിറ്റി ഹൈ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ മാൻഗനീൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആൻഡ് വയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് മാൻഗനീൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആൻഡ് വയർ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ലോ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെ 1 മീറ്റർ നീളമുള്ള മാൻഗനീൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആൻഡ് വയർ നമ്മൾ യൂസ് ചെയ്യും. 1 മീറ്റർ ലെങ്ത്. അതൊരു എൽ ഷേപ്പ് കോപ്പർ സ്ട്രിപ്പിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ ഒരു കോപ്പർ സ്ട്രിപ്പ് ഉണ്ടാവും, ഒരു എൽ ഷേപ്പ് കോപ്പർ സ്ട്രിപ്പിൽ കണക്ട് ചെയ്യും. ഓക്കെ, അതിൽ കണക്ട് ചെയ്യും. ഇവിടെയും എൽ ഷേപ്പ് കോപ്പർ സ്ട്രിപ്സ് ഉണ്ടാവും. ഈ വയർ 1 മീറ്റർ ലോങ് ഉള്ള മാൻഗനീൻ വയർ എൽ ഷേപ്പ് കോപ്പർ സ്ട്രിപ്പിൽ കണക്ട് ചെയ്തു. മിഡിൽ മറ്റൊരു റെക്ടാങ്കുലർ ഷേപ്പ് കോപ്പർ സ്ട്രിപ്പ് ഉണ്ടാവും. അപ്പോൾ ബോർഡ് എക്സാം ചോദിച്ചാൽ ഇത് പറഞ്ഞാൽ മതി, ഇത് എന്താണ് L1 എന്ന് കൊടുക്കുക, ഇത് L2 എന്ന് കൊടുക്കുക, ഇത് L3 എന്ന് കൊടുക്കുക. ഇതെന്താണ് കോപ്പർ സ്ട്രിപ്സ് ആണ്, എൽ ഷേപ്പ് കോപ്പർ സ്ട്രിപ്സ്. അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ L1, L2, L3 അത് കോപ്പർ സ്ട്രിപ്സ്. അപ്പോൾ ഇതിൽ ഇവിടെ ഫസ്റ്റ് ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ട്. ഫസ്റ്റ് ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ റെസിസ്റ്റൻസ് ബോക്സ് ഫിറ്റ് ചെയ്യും. നോൺ റെസിസ്റ്റൻസ് ബോക്സ് ഫിറ്റ് ചെയ്തു. സെക്കൻഡ് ഗ്യാപ്പിലാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അതായത് ഒരു പോയിന്റ് കൂടി വിട്ടുപോയി. എന്താണ് മീറ്റർ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്? മീറ്റർ ബ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെഷർ ദി അൺനോൺ ഡിസ്റ്റൻസ്. അൺനോൺ ഡിസ്റ്റൻസ് ഏതെങ്കിലും ഡിവൈസ് അൺനോൺ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു വയറിൻ്റെ അൺനോൺ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മീറ്റർ ബ്രിഡ്ജിൽ നമ്മൾ ആ മെഷർ ചെയ്യേണ്ട വയർ ഇവിടെ കണക്ട് ചെയ്യും, ആ റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്യും. അപ്പോൾ ഇതൊരു അൺനോൺ റെസിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയാം. ഇപ്പോൾ സെൻറ്ററിൽ ഇവിടെ കോപ്പർ സ്ട്രിപ്പിൻ്റെ സെൻറ്ററിൽ ഇവിടെ സെൻറ്റർ പോയിന്റിൽ ഇവിടെ നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യും. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു വിത്ത് എ ജോക്കി, ഒരു ജോക്കി ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ J is the jockey, G is the galvanometer. അപ്പോൾ എന്താണ് മനസ്സിലായിട്ടുണ്ടാവും? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 മീറ്റർ ലോങ് മാൻഗനീൻ ഓർ കോൺസ്റ്റന്റ് ആൻഡ് വയർ. ദിസ് ഈസ് 2 L-shaped copper strips and another rectangular shape copper strips. ഇത് 2 കോപ്പർ സ്ട്രിപ്പ്, ഇതും എന്താണ് മറ്റൊരു കോപ്പർ സ്ട്രിപ്പാണ്. അതിൽ ഫസ്റ്റ് ഗ്യാപ്പിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യും. ഫസ്റ്റ് ഗ്യാപ്പ് കണക്റ്റഡ് വിത്ത് റെസിസ്റ്റൻസ് ബോക്സ് ആൻഡ് സെക്കൻഡ് ഗ്യാപ്പ് കണക്റ്റഡ് അൺനോൺ റെസിസ്റ്റൻസ്. ഏതാണോ മെഷർ ചെയ്യേണ്ടത് അത് സെക്കൻഡ് ഗ്യാപ്പിൽ കണക്ട് ചെയ്യും. സെൻട്രൽ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? സെൻട്രൽ ടാപ്പിൽ നമ്മൾ ഇവിടെ സെൻട്രൽ പോയിന്റ് നമ്മൾ ഇവിടെ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യും വിത്ത് എ ജോക്കി, എ ഗാൽവനോമീറ്റർ വിത്ത് ജോക്കി. അപ്പോൾ ഇത്രയും പോയിന്റ്സ് അവിടെ കൊടുക്കുക. കോപ്പർ സ്ട്രിപ്പ്, നോൺ റെസിസ്റ്റൻസ്, അൺനോൺ റെസിസ്റ്റൻസ്, ഗാൽവനോമീറ്റർ വിത്ത് എ ജോക്കി. ദെൻ ജോക്കി ഈസ് മൂവ്ഡ് ഓവർ ദി വയർ. ഇത് വയറിലൂടെ ഇതിനെ മൂവ് ചെയ്യും. അപ്പോൾ മനസ്സിലായി, ഇത് 100 മീറ്റർ ലെങ്ത്തുള്ള വയറാണ്. ഈ പോയിന്റിൽ വെച്ചിട്ട് ഏതൊരു പോയിന്റിൽ വെച്ചിട്ട് ഗാൽവനോമീറ്റർ ഷോസ് നോ ഡിഫ്ലക്ഷൻ. ഇപ്പോൾ ജോക്കി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്റർ ഏതൊരു പോയിന്റിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നില്ല. ദാറ്റ് മീൻസ് അറ്റ് ദാറ്റ് പോയിന്റ് ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. അപ്പോൾ ഇതാണ് പറയേണ്ടത്, ജോക്കി ഈസ് മൂവ്ഡ് ഓവർ ദി വയർ. At any point galvanometer shows no deflection. That means bridge is balanced. അപ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി.
അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. കാരണം ഇതൊരു മീറ്റർ സ്കെയിലാണല്ലോ. അപ്പോൾ 1 മീറ്റർ വയറാണ് ഒരു സ്കെയിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ പറയുന്നു ദിസ് ലെങ്ത് ഈസ് എൽ. ഈ ബാലൻസ് ലെങ്ത് എൽ ആണ്. അപ്പോൾ ഷുവറായിട്ടും ഇത് നമുക്ക് പറയാൻ പറ്റും ഇത് 100 - L ആയിരിക്കും. ഇത് എൽ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് ഷുവറായിട്ടും 100 - L സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ ലെങ്ത്. എന്താ 1 മീറ്റർ ലെങ്ത്തിൽ മാൻഗനീൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വയറാണ്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് വയറിൽ ഇത് എൽ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഷുവറായിട്ടും ഇത് 100 - L സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി. അപ്പോൾ ഇതെന്താണ് ഇത് ദിസ് എൽ ഈസ് എന്താണ് റെസിസ്റ്റൻസ് പെർ ലെങ്ത് ആണ്. ഇതെന്താണ് യൂണിറ്റ് റെസിസ്റ്റൻസ് പെർ ലെങ്ത് ആണ്. ഇനി വളരെ സിമ്പിളാണ്. നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചർ എടുക്കുക. by the principle of Wheatstone bridge എന്താണ് R/L is equal to x/100 - L. ആ ഓർഡർ കറക്റ്റായി പറഞ്ഞാൽ മതി. R/L is equal to x/100 - L. R/L is equal to x/100 - L. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് x കിട്ടും. therefore x is equal to R into 100 - L by L. x is equal to R into 100 - L by L. നമുക്ക് അങ്ങനെ അൺനോൺ ഡിസ്റ്റൻസ് കണ്ടെത്താൻ പറ്റി. ഇതാണ് പോയിന്റ്. അപ്പോൾ നമുക്ക് ബാലൻസ് ലെങ്ത് അറിയാം, നോൺ ഡിസ്റ്റൻസ് അറിയാം, അപ്പോൾ അൺനോൺ ഡിസ്റ്റൻസ് കണ്ടെത്താൻ പറ്റി. ഇതാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് അടുത്തത് ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. എക്സും ആറും ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഷുവറായിട്ട് ബാലൻസ് ലെങ്ത് മാറും. അപ്പോൾ എക്സ് ആർ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ബാലൻസ് ലെങ്ത് മാറുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ x/L is equal to x/L dash. x/L dash is equal to R/100 - L dash. ഇത് ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇവിടെ L dash വരും. അപ്പോൾ x/L dash is equal to R/100 - L dash ഇൻ്റർചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, മറ്റൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വിട്ടുപോയി. ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ബാറ്ററി വേണം. വർക്കിംഗ് ബാറ്ററി ഇവിടെ ഉണ്ടാവണം. ബാറ്ററി ഇല്ലാതെ വർക്ക് ചെയ്യില്ലല്ലോ. ഇവിടെ ഒരു വർക്കിംഗ് ബാറ്ററി ഉണ്ടാവണം വയറിലേക്ക്, എന്നാലും കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. ഇവിടെ ഒരു വർക്കിംഗ് ബാറ്ററി ഉണ്ടാവും. അപ്പോൾ ബാറ്ററി ഈ വയറിലേക്ക് കണക്ട് ചെയ്തു, അപ്പോഴാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു കീ ഉണ്ടാവാം, കീ കൊടുക്കാം. അപ്പോൾ എന്തൊക്കെ കണക്ഷൻ ഒന്നുകൂടെ പറയുന്നു. 1 മീറ്റർ ലോങ് മാൻഗനീൻ ഓർ കോൺസ്റ്റന്റ് വയർ, അത് ഒരു എൽ ഷേപ്പ്ഡ് കോപ്പർ സ്ട്രിപ്സിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യണം. അപ്പോൾ ഷുവറായിട്ടും ഇതിലേക്ക് ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഇവിടെ ഫസ്റ്റ് ഗ്യാപ്പിൽ നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തു. സെക്കൻഡ് ഗ്യാപ്പിൽ നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. galvanometer with jockey, and galvanometer moved over the wire. At any point, galvanometer shows no depression. That means bridge is balanced. So according to the principle of meter bridge, R/L is equal to x/100 - L. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഇത് രണ്ടുപേരും ഇൻ്റർചേഞ്ചിൽ എന്ത് സംഭവിക്കുന്നില്ലാണ്. ഇപ്പോൾ എക്സ് ഓർ ഇൻ്റർചേഞ്ച് ചെയ്താൽ ബാലൻസ് ലെങ്ത് മാറും. അപ്പോൾ ഞാൻ ബാലൻസ് ലെങ്ത് L dash ആയിട്ട് പറയുന്നു. അപ്പോൾ ഇയാൾ എക്സ് ഇവിടെയുണ്ട്, ആർ ഇവിടെയുണ്ട്, ഓർമ്മിക്കണം. അപ്പോൾ x/L dash is equal to R/100 - L dash ആയിരിക്കും ഒന്ന്. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക ബാറ്ററിയും ഗാൽവനോമീറ്ററും ഇൻ്റർചേഞ്ച് ചെയ്താൽ ദർ ഇസ് നോ എഫക്റ്റ്, ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ബാറ്ററി ഈ ജംഗ്ഷനിലും ഗാൽവനോമീറ്റർ ഈ ജംഗ്ഷനിലും കൊടുത്താലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. ദർ ഇസ് നോ ചേഞ്ച്. ഇത്രയാണ് മീറ്റർ ബ്രിഡ്ജിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്തിനാണ് മാൻഗനീൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വയർ യൂസ് ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അതുകൊണ്ടാണ് മാൻഗനീൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വയർ യൂസ് ചെയ്യുന്നത് 1 മീറ്റർ ലെങ്ത് ഉള്ള. മറ്റൊന്ന് ചോദിക്കുന്നത് ഇത് ഇൻ്റർചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ബാലൻസ് ലെങ്ത് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു x/L dash is equal to 100 - L dash ആയി മാറും. മറ്റൊരു ക്വസ്റ്റ്യൻ ഗാൽവനോമീറ്ററും ബാറ്ററിയും ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ദർ ഇസ് നോ എഫക്റ്റ്, ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ബാലൻസ് ലെങ്ത്. ബാലൻസ് ലെങ്ത് ഒരിക്കലും ചേഞ്ച് ചെയ്യപ്പെടില്ല. ബാറ്ററിയും ഗാൽവനോമീറ്ററും ചേഞ്ച് ചെയ്താൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എന്താണ് ബാലൻസ് ലെങ്ത്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ബാലൻസ് ലെങ്ത്. ബാലൻസ് ലെങ്ത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഇത്രയാണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജിൽ പറയാനുള്ള പോയിന്റ്സ്. ഓക്കെ, അടുത്ത ഡിവൈസ് പൊട്ടൻഷ്യോമീറ്റർ ആണ്. X1 പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. പൊട്ടൻഷ്യോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ് ടു മെഷർ എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ ആൻഡ് കമ്പയർ ടു EMF ഓഫ് ദി സെൽ. ഇപ്പോൾ രണ്ട് സെല്ലുകളിൽ ഏതാണ് EMF കൂടുതലുള്ളത്, രണ്ട് സെല്ലുകൾ EMF എത്രയാണ് കൂടുതലുള്ളതാണ് കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ, വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടു മെഷർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. തേർഡ് ക്വസ്റ്റ്യൻ ടു കമ്പയർ 2 EMFs, രണ്ട് സെല്ലുകളെ EMF കമ്പയർ ചെയ്യണം. ഇതാണ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ ആണ്.
അപ്പോൾ അതുപോലെ പൊട്ടൻഷ്യോമീറ്ററിൽ നമ്മൾക്ക് 1 മീറ്റർ ലെങ്ത്തുള്ള അല്ലെങ്കിൽ 4 മീറ്റർ ലെങ്ത്തുള്ള അല്ലെങ്കിൽ 10 മീറ്റർ ലെങ്ത്തുള്ള വയർ എടുക്കുക. കോൺസ്റ്റന്റ് ആൻഡ് ഓർ മാഗ്നറ്റിക് വയർ എടുക്കുക. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി 1 മീറ്റർ ലെങ്ത്തുള്ള ഒരു വയർ എടുക്കുന്നത്. ടെക്സ്റ്റിലൊക്കെ നിങ്ങൾ കാണാം 4 റോയൊക്കെ കാണാം. അപ്പം ഞാനിവിടെ പറയുന്നു ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 മീറ്റർ ലോങ് മാൻഗനീൻ ഓർ കോൺസ്റ്റന്റ് ആൻഡ് വയർ. 1 മീറ്റർ ലെങ്ത്തുള്ള ഒരു മാൻഗനീൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആൻഡ് വയർ എടുക്കും. ആ വയറിലേക്ക് ഞാൻ പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്ത് ഒരു മാസ്റ്റർ ബാറ്ററി കണക്ട് ചെയ്യും. ഇതാണ് നമ്മൾ മാസ്റ്റർ ബാറ്ററി. ഈ ബാറ്ററി കണക്ട് ചെയ്യും. ആ ബാറ്ററി EMF ആണ്. അതിൽ ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യും. റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തു. റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു അമ്മീറ്റർ കൂടെ നമ്മൾ കണക്ട് ചെയ്യും. അമ്മീറ്റർ കണക്ട് ചെയ്യും. ഒരു കീ ഉണ്ടാവും ഇവിടെ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 1 മീറ്റർ ലെങ്ത്തിൽ 1 മീറ്റർ ഓർ 4 മീറ്റർ എങ്ങനെ പറയാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 മീറ്റർ ഓർ 4 മീറ്റർ ലെങ്ത് മാൻഗനീൻ ഓർ കോൺസ്റ്റന്റ് ആൻഡ് വയർ. ഒരു മാസ്റ്റർ ബാറ്ററി വിത്ത് റിയോസ്റ്റാറ്റ് ആൻഡ് അമ്മീറ്റർ. ഇനി ഞാനിവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും വിത്ത് ജോക്കി. അപ്പോൾ ഈ വയർ ഇതിലൂടെ മൂവ് ചെയ്യും. ജോക്കിയിലൂടെ വയർ ജോക്കി മൂവ്ഡ് ഓവർ ദി വയർ. ഈ ജോക്കി വയറിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. ഈ പോയിന്റിൽ വെച്ച് ഞാൻ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ. ഈ പോയിന്റ് ഈ ആൻഡ് ബി ആണ് വയറിൻ്റെ. ഈ പോയിന്റ് സി അറ്റ് സി. അപ്പോൾ സി എന്നുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. വോൾട്ടേജ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും ഈ പോയിന്റിൽ. അപ്പോൾ എനിക്ക് കിട്ടിയ ലെങ്ത് ആ സമയത്തുള്ള ലെങ്ത് ഞാൻ L ആയിട്ട് മെഷർ ചെയ്യുന്നു. അപ്പോൾ ആ L ലെങ്ത്തിലാണ് ഇവിടെ ഈ L ലെങ്ത്തിലാണ് ജോക്കി ഇവിടെ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ബാലൻസ് ലെങ്ത് ഇവിടെ L ആണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വോൾട്ടേജ് മെഷർ ചെയ്യും. നമുക്കറിയാം ബൈ ഓംസ് ലോ V is equal to IR. That is V is equal to I into rho L by A. What is R? R is equal to rho L by A. നമ്മൾക്ക് അറിയുന്നതാണ്. I is equal to V is equal to IR. That is V is equal to I into rho L by A. I is equal to rho L by A. അപ്പോൾ ഇവിടെ റോ എന്താണ്? സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതൊരു യൂണിഫോം ക്രോസ് സെക്ഷണൽ വയറാണ്. ഈ വയർ എല്ലാ പോയിന്റിലും ഏരിയ സെയിം ആണ്. ഒരേ തിക്നെസ്സിലെ വയറാണ്. സോ ഏരിയ റിമെയിൻസ് കോൺസ്റ്റന്റ്. പിന്നീട് ഞാനിവിടെ അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാ പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ റിയോസ്റ്റാറ്റ് നമ്മൾ ജോക്കി മൂവ് ചെയ്യുന്ന സമയത്ത് കറണ്ട് എപ്പോഴും ചേഞ്ച് ചെയ്ത് നോക്കും. കറണ്ട് എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ റിയോസ്റ്റാറ്റ് വെച്ചിട്ട് കോൺസ്റ്റന്റ് കറണ്ട് ആക്കും. അതുകൊണ്ട് തന്നെ ആ സർക്യൂട്ടിൽ എപ്പോഴും കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തത്. സോ കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഞാനിത് മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ അതിലൂടെ പാസ് ചെയ്യപ്പെടുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതിനാണ് ഞാൻ അവിടെ റിയോസ്റ്റാറ്റ് ഒരു അമ്മീറ്ററിലും വെച്ചത്. എപ്പോഴും കറണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ റിയോസ്റ്റാറ്റ് വെച്ച് വീണ്ടും കോൺസ്റ്റന്റ് കറണ്ട് ആക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 2 ആംപിയറാണ് ഇതിലെ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും 2.5 ആകുന്ന അപ്പോൾ റിയോസ്റ്റാറ്റ് വെച്ച് വീണ്ടും 2 ആംപിയറാക്കി മാറ്റും. അപ്പോൾ കോൺസ്റ്റന്റ് കറണ്ടാണ് അതിലെ ഫ്ലോ ചെയ്യുക. അപ്പോൾ കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഏരിയ യൂണിഫോം ആണ്. ഒരേ ക്രോസ് സെക്ഷനിലെ വയറാണ്. ഏരിയ റിമെയിൻസ് കോൺസ്റ്റന്റ്. റോ കോൺസ്റ്റന്റ് ആണ്. സോ V പ്രപ്പോർഷണൽ ടു L. ഇപ്പോൾ ബാലൻസ് ലെങ്ത് കൂടുന്നതോറും വോൾട്ടേജ് കൂടുന്നു പറയും. ഇതിനിടയിൽ ഇപ്പോൾ ഇത്ര വോൾട്ടേജ്, ഇപ്പോൾ ലെങ്ത് കൂടുമ്പോൾ ഈ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് കൂടും. സോ V പ്രപ്പോർഷണൽ ടു L. ദിസ് ഈസ് ദ പ്രപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത്. ഇതാണ് പോയിന്റ്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 മീറ്റർ ഓർ 4 മീറ്റർ ലോങ് മാൻഗനീൻ ഓർ കോൺസ്റ്റന്റ് വയർ വിത്ത് ബാറ്ററി ആൻഡ് റിയോസ്റ്റാറ്റ് ആൻഡ് അമ്മീറ്റർ ആൻഡ് എ കീ. Then the joke is moved over the wire. Let L be the balance length. Then V is equal to IR. V is equal to I into rho L by A. I, rho and A are constant. So V proportional to L. That is voltage is potential difference is directly proportional to balance length. That is the working principle of potentiometer. Okay. പിന്നെ മറ്റൊരു പോയിന്റ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ പറയും V is equal to a constant into L. That is V by L is equal to a constant. That constant is called potential gradient. That constant is called potential gradient. ആ കോൺസ്റ്റന്റ് നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയും. അപ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്താണ്? V by L ആണ്. ഇതാണ് അടുത്ത പോയിന്റ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായി. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. അടുത്ത പോയിന്റ് പറഞ്ഞു പൊട്ടൻഷ്യോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ് ടു മെഷർ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. ഒരു സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക ആൻഡ് കമ്പയർ ടു EMF ഓഫ് ദി സെൽ. രണ്ട് ബാറ്ററിയുടെ EMF കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം EMF കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 സെൽ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ 2 ബാറ്ററി.
എക്സൈഡ് ബാറ്ററി ഉണ്ട്, ആമറോൺ ബാറ്ററി ഉണ്ട്, 2 സെല്ലുകളുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ 2 സെല്ലിൽ ആർക്കാണ് ഇ എം എഫ് കൂടുതൽ, അല്ലെങ്കിൽ ഇ എം എഫ് ഈക്വൽ ആണോ അല്ലെ ലെസ് ദാൻ ആണോ നമുക്ക് കണ്ടെത്താൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടി മാത്രം. അപ്പോൾ ആ കമ്പയർ ചെയ്യേണ്ട 2 സെല്ല് ഞാൻ എടുക്കും, 2 ബാറ്ററി, ആമറോൺ ആൻഡ് എക്സൈഡ്, 2 ബാറ്ററി ഞാൻ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഇതേ ഫിഗറാണ്, സെയിം ഫിഗർ, ഇവിടെ മാത്രം മാറും. സെയിം ഫിഗർ, ഇത് ഓർമ്മിച്ചാൽ മതി. ഇവിടെ ആ കമ്പയർ ചെയ്യേണ്ട 2 ബാറ്ററികൾ ഞാനിവിടെ കണക്ട് ചെയ്തു. ഇയാളെ ഇ എം എഫ് E1 ആയിട്ട് അസ്യൂം ചെയ്യുന്നു, ഇയാളെ ഇ എം എഫ് E2 ആയിട്ട് മെസ്സ് ചെയ്യുന്നു. ഇപ്പോൾ ഒരേ ഫിഗറാണ്, ഒരു മാറ്റമില്ല. ഇവിടെ മാത്രം ഞാൻ ബാറ്ററി കണക്ട് ചെയ്യും. പിന്നീട് ഒരു മൾട്ടിവേ സ്വിച്ച് വെക്കും. എന്താണ് മൾട്ടിവേ സ്വിച്ച്? ഒരു സമയത്ത് ഒന്നിൽ മാത്രം കണക്ഷൻ ഉണ്ടാവും. മൾട്ടിവേ സ്വിച്ച് കണക്ട് ചെയ്യും, അതിങ്ങനെ കൊടുക്കുക. ഇത് 1 2 this എന്ന് കൊടുക്കും, മൾട്ടിവേ സ്വിച്ച്. അവിടുന്ന് ഒരു ഗാലോനോമീറ്റർ വിത്ത് ജോക്കി ജെ. വേണമെങ്കിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യാം, കാരണം എക്സ്ട്രാ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്തിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യാം. വേണമെങ്കിൽ അത് ചില ഫിഗറിൽ കാണാം, വേണമെങ്കിൽ കൊടുക്കും, ഒരു ഹൈ റെസിസ്റ്റൻസ് ബോക്സ് ഇവിടെ കണക്ട് ചെയ്യാം. ഓവർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കാൻ വേണ്ടി, ഓവർ കറണ്ട് ഫ്ലോ ചെയ്തിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യും. പിന്നെ ഒരു ജോക്കി ഉണ്ട്, ഗാൽവനോമീറ്റർ, ജസ്റ്റ് ഗാൽവനോമീറ്റർ വിത്ത് ജോക്കി. അപ്പോൾ ആ ഫിഗറിൽ ആകെയുള്ള മാറ്റം മനസ്സിലായി. നമ്മൾ കമ്പയർ ചെയ്യേണ്ട 2 സെൽ ഇവിടെ കണക്ട് ചെയ്യും. ആ സെൽ ഒരു മൾട്ടിവേ സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്യും. ഇവിടെ 1, ഇവിടെ 2 എസ്, ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് ബോക്സ്, ഗാൽവനോമീറ്റർ വിത്ത് ജോക്കി. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു മൾട്ടിവേ സ്വിച്ചാണ്, ഒരു സമയത്ത് ഒരു സ്വിച്ച് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ഈ സ്വിച്ച് ഇത് ഇങ്ങോട്ട് കണക്ട് ചെയ്യും. ഇങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ S1 ഓപ്പൺ ആവും, അപ്പോൾ സോറി S1 ക്ലോസ്ഡ് ആവും, S2 ഓപ്പൺ ആവും, ശരിയല്ലേ? ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി, ഇത് ക്ലോസ്. അപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയായി, ഇത് ഈ സ്വിച്ച് ഇവിടെ ഇട്ടു. അപ്പോൾ ഈ ബാറ്ററിയിലൂടെ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു സമയത്ത് ഒരു സ്വിച്ച് മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റും. ഈ കേസിൽ ഇതാണ് പറയുന്നത്. ഫസ്റ്റ് കേസ്, ഇപ്പോൾ ഫിഗർ നമ്മൾ ഡ്രോ ചെയ്തു, കമ്പയർ ഇ എം എഫിന് വേണ്ട ഫിഗർ ഡ്രോ ചെയ്തു. എന്താണ് മൾട്ടിവേ സ്വിച്ച്, 2 സെൽസ് ഓഫ് ഇ എം എഫ് E1 ആൻഡ് E2, ഗാലോമീറ്റർ വിത്ത് ജോക്കി. ദെൻ സ്വിച്ച് S1 ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അത് ക്ലോസ് ചെയ്തു, സ്വിച്ച് ഇട്ടു. ആൻഡ് സ്വിച്ച് S2 ഓപ്പൺ. ഇപ്പോൾ S1 ക്ലോസ് ചെയ്തു, S2 ഓപ്പൺ ആയി. ക്ലോസ് ചെയ്യാൻ അതിൽ കൂടെ കറണ്ട് ഫ്ലോ, മനസ്സിലായി? സ്വിച്ച് ഇട്ടു, S1 സ്വിച്ച് ഇട്ടു, S1 ക്ലോസ്ഡ് ആണ്, S1 ക്ലോസ് ചെയ്യും, അപ്പോൾ സ്റ്റുഡൻറ്റ് S2 ഓപ്പൺ ആവും. സോ കറണ്ട് ഫ്ലോയിങ് ത്രൂ E1 കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോയിങ് ത്രൂ E1 സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ആൻഡ് ജോക്കി മൂവ് ഓവർ ദി വയർ AB എന്നുള്ള വയറിലൂടെ ജോക്കി മൂവ് ചെയ്യും. അറ്റ് എനി പോയിന്റ്, ഏതൊരു പോയിന്റിൽ, ഈ പോയിന്റ് പറയാം, അറ്റ് എനി പോയിന്റ് വി ഗെറ്റ് എ ബാലൻസ് ലെങ്ത് L1. നമുക്കൊരു ബാലൻസ് ലെങ്ത് കിട്ടി L1. അപ്പോൾ ജോക്കി മൂവ് ചെയ്തു, ഒരു പോയിന്റ് എത്തുമ്പോൾ ബാലൻസ് ലെങ്ത് ഈസ് L1. സോ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ, എന്താണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ? V പ്രൊപ്പോർഷണൽ ടു L ആണ്, വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ആണ് സപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ E1 ആണ്. സോ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ, E1 പ്രൊപ്പോർഷണൽ ടു L1. E1 പ്രൊപ്പോർഷണൽ ടു L1. ഇപ്പോൾ ഇതിലേ പോകുന്നത് മനസ്സിലായി. സ്വിച്ച് S1 is closed and S2 is open, current flowing through the cell E1. E1 ഇവിടെ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിൽ നിന്ന് തരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണാലിറ്റി ആയിരിക്കും, ഈക്വൽ ടു എന്നല്ല, പ്രൊപ്പോർഷണാലിറ്റി ആണ്. സോ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ, E1 പ്രൊപ്പോർഷണൽ ടു L1. E1 ഈ സെല്ലിലെ വോൾട്ടേജ്, E1 പ്രൊപ്പോർഷണൽ ടു L1. ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ് വൺ, സ്വിച്ച് S1 ഓപ്പൺ. S1 ഓപ്പൺ ചെയ്യും ആൻഡ് S2 ഈസ് ക്ലോസ്ഡ്. S2 ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു, ഇത് ഓപ്പൺ ചെയ്തു, S1 ഓപ്പൺ ചെയ്തു ആൻഡ് S2 ക്ലോസ് ചെയ്തു. ഓക്കെ, then current flowing through E2. Again, jockey moved over the wire AB. At P dash, ഏതെങ്കിലും ഒരു പോയിന്റ് ആവട്ടെ, at P dash ഇങ്ങനെ കൊടുക്കുക. We get a balance length L2. നമുക്കൊരു ബാലൻസ് ലെങ്ത് L2 കിട്ടി. ഈ പോയിന്റ് L1, ഈ ഡിസ്റ്റൻസ് നമ്മൾ എത്രയായിട്ട് പറയും? L2 ആയിട്ട് പറയും, L2. Then according to the principle of potentiometer, E2 proportional to L2.
E2 proportional to L2. അപ്പോൾ ആദ്യം എന്താണ് സ്വിച്ച് S1 ഓപ്പൺ ചെയ്ത് S2 ക്ലോസ് ചെയ്തു. ഇപ്പോൾ കറണ്ട് ഫ്ലോയിങ് ത്രൂ E2, jockey moved over the wire AB, and we get a balance length L2 according to the principle of potentiometer E2 proportional to L2. Equation number 2. Therefore, E1 1 by 2, equation 1 divided by 2, that is E1 by E2 is equal to L1 by L2. E1 by E2 is equal to L1 by L2. നമ്മളിപ്പോൾ കമ്പയർ ചെയ്തു. ആർക്കാണ് ബാലൻസ് ലെങ്ത് കൂടുതൽ അയാൾക്കാർക്ക് EMF കൂടുതൽ ഉണ്ടാവില്ല. ആർക്കാണ് ബാലൻസ് ലെങ്ത് കുറവ് അയാൾക്കാർക്ക് EMF കുറവുണ്ടാവും. സോ ഹിയർ E1 by E2 is equal to L1 by L2. അപ്പോൾ നമുക്ക് കിട്ടി ഇതാണ് ഒന്നാമത്തെ കേസ്. E1 by E2 is equal to L1 by L2. അപ്പോൾ നമ്മൾ രണ്ട് EMFനെ കമ്പയർ ചെയ്തു. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഞാൻ പറഞ്ഞു മീറ്റർ ബ്രിഡ്ജോ വീസ്റ്റോൺ ബ്രിഡ്ജോ പൊട്ടൻഷ്യോമീറ്ററോ ഷുവറാണ് ക്വസ്റ്റ്യൻ, എന്തായാലും ചോദിക്കും. എല്ലാ വർഷങ്ങളും ചോദിക്കുന്നുണ്ട്, മാറി മാറി ചോദിക്കുന്നതാണ്. സോ ഹിയർ E1 by E2 is equal to L1 by L2. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തു. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത നമ്മൾ പറഞ്ഞു എന്താണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ യൂസേജ് എന്താണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസ് എന്താണ്? ടു മെഷർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. സെയിം ഫിഗർ തന്നെ, ഇത് മാത്രം മാറും. AB, wire AB, മാസ്റ്റർ ബാറ്ററി, റിയോസ്റ്റാറ്റ്, അമ്മീറ്റർ, കീ. ഇനി ഇവിടെ ഏത് ബാറ്ററിയാണോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത് ആ ബാറ്ററി ഞാൻ ഇവിടെ വെക്കും. ഇത് മാസ്റ്റർ ബാറ്ററിക്ക് ഞാൻ ഒരു പേര് മാറ്റുന്നത് EB എന്നാക്കുന്നു. അതങ്ങനെയൊക്കെ. ഇയാൾ EMF E ആണ്. ഓക്കെ, അതുകൊണ്ട് ഇത് EB എന്നാക്കിയാൽ തൽക്കാലം ആദ്യം തന്നെ അത് EB കൊടുക്കാമായിരുന്നു. പോട്ടെ ഇത്. അപ്പം ഞാൻ എനിക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്, എനിക്ക് ഏതാണോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത് ആ സെല്ല് ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, ഇനി ആ സെല്ലിന് പാരലായിട്ട് ഞാൻ ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യും. ആ സെല്ലിന് പാരലായിട്ട് റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യും. ഓക്കെ, ഒരു നോൺ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ ഒരു കീ കൊടുക്കും. K1 കൊടുക്കാം. അപ്പോൾ ആ റെസിസ്റ്റൻസ് ബോക്സിനടുത്ത് ഒരു കീ കൊടുക്കും. പിന്നീട് ഇവിടെ പതിവ് പോലെ ഒരു ഹൈ റെസിസ്റ്റൻസ് ബോക്സ് വേണമെങ്കിൽ കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല. ഒരു ഗാലവനോമീറ്റർ ആൻഡ് ജോക്കി. അപ്പോൾ എക്സ്ട്രാ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഫിഗറൊക്കെ അതുപോലെ തന്നെ ഇത് EB എന്ന് കൊടുത്തു. ഞാൻ മെഷർ ചെയ്യാൻ പോകുന്ന, എനിക്കറിയേണ്ട ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ട ആ സെല്ല് ഞാൻ ഇവിടെ വെച്ചു. അതാണ് ഇവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ട സെല്ല്, ഇതാണ് E. അതിന് പാരലായിട്ട് റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യും. പിന്നെ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതിനിടയിൽ ഒരു കീ കണക്ട് ചെയ്യും. കീ K1. പിന്നീട് ഗാലവനോമീറ്റർ, ജോക്കി. ഓക്കെ, ഇതാണ് പോയിന്റ്, ഫസ്റ്റ് കേസ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഒരു ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാദ്യം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെല്ല് ഞാൻ പറഞ്ഞിരുന്നു. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ R ഈസ് ഈക്വൽ ടു E/V -1 × R. ഇത് ബൈഹാർട്ട് ചെയ്താൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യനും ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വേഷൻ ബൈഹാർട്ട് ചെയ്യണം. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ R ഈസ് ഈക്വൽ ടു E/V -1 × R. E/V -1 × R. ഇതെപ്പോഴും ഓർമ്മയുണ്ടാവണം. ഇനി ഇവിടെ നോക്കുക. ഫസ്റ്റ് കേസ്, ഈ കീ എന്തായാലും ക്ലോസ് ചെയ്യണം. കീ K ക്ലോസ്ഡ്. അത് ക്ലോസ് ചെയ്താലേ വർക്ക് ചെയ്യും. അപ്പോൾ മാസ്റ്റർ ബാറ്ററി വർക്ക് ചെയ്യുന്ന കീ ക്ലോസ് ചെയ്യണം. കീ K ക്ലോസ്ഡ് ആൻഡ് കീ K1 ഓപ്പൺ. കീ K1 ഓപ്പൺ. K1 ഓപ്പൺ ചെയ്തു. ഇപ്പോൾ K1 ഓപ്പൺ ചെയ്താൽ ഷുവറായിട്ടും ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല, കാരണം ഇത് ഓപ്പൺ ആയിട്ടാണുള്ളത്. ഓക്കെ, ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കറണ്ട് പോയി ഇതിലൂടെ മാത്രമാണ്. സോ കറണ്ട് ഫ്ലോയിങ് ത്രൂ E, ഇതിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി സെൽ ഓൺലി, സെല്ലിലൂടെ മാത്രം ഫ്ലോ ചെയ്യും. ദെൻ മൂവ് ദി ജോക്കി J ഓവർ ദി വയർ AB and we get a balance length L1. ഏതോ ഒരു പോയിന്റിൽ വെച്ച് എനിക്ക് ബാലൻസ് ലെങ്ത് കിട്ടി L1. ഞാനെന്ത് ചെയ്ത് ആദ്യം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കീ K1 ഈസ് ഓപ്പൺ. ഈ കീ ഓപ്പൺ ചെയ്യപ്പെട്ടു. കീ K1 ഈസ് ഓപ്പൺ ആൻഡ് ഗാലവനോമീറ്റർ ജോക്കി മൂവ്ഡ് ഓവർ ദി വയർ AB and we get a balance length L1. ഈ പോയിന്റ് വെച്ച് എനിക്ക് ബാലൻസ് ലെങ്ത് കിട്ടി L1. സോ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ
എന്താണ് വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ലെങ്ത് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ വി പ്രൊപ്പോർഷണൽ ടു എൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വോൾട്ടേജ് ആരാണ്? ഇ എം എഫ് ഇ ആണ്. ഇ ആണ് വോൾട്ടേജ് കൊടുക്കുന്നത്, ഇവിടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ഇ പ്രൊപ്പോർഷണൽ ടു എൽ, ഇ പ്രൊപ്പോർഷണൽ ടു L1, ബാലൻസ് ലെങ്ത് L1 ആണ്, ഇ പ്രൊപ്പോർഷണൽ ടു L1. കാരണം എന്താണ് ഈ കീ ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഇതിലൂടെ മാത്രമാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ ഇ പ്രൊപ്പോർഷണൽ ടു L1, ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത പോയിന്റ്, കീ K1 ക്ലോസ്ഡ്. ഇതെന്തായാലും ക്ലോസ്ഡ് ആയിരിക്കണേ, എന്തായാലും വർക്ക് ചെയ്യും. ഇത് നമ്മൾ ഈ കീ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത് ഷുവറായിട്ടും ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ റെസിസ്റ്റൻസിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ എന്തായിരിക്കും? നേരത്തെ അത്രയും വോൾട്ടേജ് കിട്ടില്ല. ദെൻ ജോക്കി മൂഡ് ഓവർ ദ വയർ, നമുക്ക് ബാലൻസ് ലെങ്ത് കുറച്ച് ഇങ്ങോട്ട് കുറഞ്ഞാൽ കിട്ടുക. ജോക്കി ഇവിടെ എത്തി J ഡാഷ്. ആ ബാലൻസ് ലെങ്ത് ഞാൻ L2 ആയിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ ഇയാൾ വോൾട്ടേജ് ഇപ്പോൾ വി ആയി മാറി, കാരണം കറണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഈ നില വോൾട്ടേജ് വി ആയി മാറി. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്തു വോൾട്ടേജ് ഇസ് വി. നേരത്തെ എന്താ ഓപ്പൺ ചെയ്തുകൊണ്ട് വോൾട്ടേജ് എത്രയാണ്? ഇ ആണ്. സോ ഈ പ്രൊപ്പോർഷൻ ടു എൽ ആണ്. ഇപ്പോൾ നമ്മളിത് കീ ക്ലോസ് ചെയ്തു, അപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ദെൻ വോൾട്ടേജ് ബിക്കം വി. സോ അഗെയിൻ ജോക്കി മൂവ്ഡ് ഓവർ ദി വയർ എ ബി. അറ്റ് പി ഡാഷ് വി ഗെറ്റ് എ ബാലൻസ് ലെങ്ത് L2. സോ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ വി പ്രൊപ്പോർഷണൽ ടു L2. കാരണം വോൾട്ടേജ് മാറി, കാരണം ഇതും കൂടെ കണക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ വോൾട്ടേജ് ഞാൻ അസ്യൂം ചെയ്യുന്നത് വി ആയിട്ട് പറയുന്നു. അപ്പോൾ വി പ്രൊപ്പോർഷണൽ ടു L2, വി പ്രൊപ്പോർഷണൽ ടു L2. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇ പ്രൊപ്പോർഷണൽ ടു L1, സെക്കൻഡ് കേസിൽ വി പ്രൊപ്പോർഷണൽ ടു L2. Therefore 1 divided by 2, equation 1 divided by 2, E by V is equal to L1 by L2. E by V is equal to L1 by L2. E by V is equal to L1 by L2. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് നമ്മൾ വരും. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ R is equal to E by V minus 1 into R ആണ്. സോ ഹിയർ R is equal to E by V നമ്മൾ ബാലൻസ് ലെങ്തൂടെ കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ പോയിന്റ്. ദാറ്റ് ഈസ് E by V എത്രയാണ്? L1 by L2 ആണ്. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. E by V എത്രയാണ്? L1 by L2. സോ L1 by L2 മൈനസ് 1 ഇൻറ്റു R. അപ്പോൾ അങ്ങനെ ബാലൻസിങ് ലെങ്ത്തിലൂടെ നമ്മൾ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്തു. കാരണം എനിക്ക് L1 അറിയാം, L2 അറിയാം, ഈ റെസിസ്റ്റൻസ് ബോക്സിൽ R അറിയാം. അതുകൊണ്ട് എനിക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് ബാലൻസിങ് ലെങ്ത്തിലൂടെ നമ്മൾ മെഷർ ചെയ്തു. R is equal to L1 by L2 മൈനസ് 1 ഇൻറ്റു R. ഇതാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ട ടെക്നിക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ ചെറിയ പോയിന്റേ ഉള്ളൂ. ഇതേ ഫിഗറാണ്, ഇവിടെ മാത്രം മാറ്റം വരുത്തുക. നമ്മൾക്ക് ഏതാണോ ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത് ആ സെല്ല് ഇവിടെ എടുത്തു. ആ സെല്ലിൻ്റെ ഇ എം എഫ് ഇ ആണ്. അതിന് പാരലായിട്ട് റെസിസ്റ്റൻസ് ബോക്സ് വെക്കും. അവിടെ ഒരു കീ ഉണ്ടാവണം നിർബന്ധമായിട്ട്, കീ K1. ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് ബോക്സ്, എക്സ്ട്രാ കറണ്ട് ഫ്ലോ ചെയ്തിരിക്കാണ്ട് ഹൈ കറണ്ട് ഫ്ലോ ചെയ്തിരിക്കും, ഹൈ റെസിസ്റ്റൻസ് കൊടുക്കും. ഇവിടെ ഒരു ഗാൽമീറ്റർ ഉണ്ടാവും, ജോക്കി ഉണ്ടാവും. ഫസ്റ്റ് കേസ് ഇത് ഓപ്പൺ ആണ്, കീ ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈ സെല്ലിലൂടെയാണ്. സോ വി ഗെറ്റ് എ ബാലൻസ് ലെങ്ത്, then ഈ പ്രൊപ്പോർഷണൽ ടു L1 ആണ്. പിന്നീട് നമ്മൾ കീ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ വോൾട്ടേജ് മാറി, ഈ മാറി വി ആയി മാറും. അസ്യൂം ചെയ്യുന്നു വി ആണ്. അപ്പോൾ നമ്മൾ ഗാൽമീറ്റർ ജോക്കി മൂവ് ചെയ്തു. ജോക്കി മൂവ്ഡ് ഓവർ ദി വയർ അറ്റ് പി ഡാഷ് വി ഗെറ്റ് എ ബാലൻസ് ലെങ്ത് L2. സോ വി പ്രൊപ്പോർഷണൽ ടു L2. സോ ഇ ബൈ വി ഇസ് ഈക്വൽ L1 ബൈ L2. പിന്നീട് നമ്മൾ ഇക്വേഷൻ അറിയാം, ഇന്നലെ പഠിച്ചതാണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ ഇസ് ഈക്വൽ ഇ ബൈ വി മൈനസ് 1 ഇൻറ്റു ആർ ആണ്. ഇവിടെ ഇ ബൈ വി കിട്ടി L1 ബൈ L2. സോ L1 ബൈ L2 മൈനസ് 1 ഇൻറ്റു ആർ. അപ്പോൾ നമുക്ക് L1 അറിയാം, L2 അറിയാം, R അറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടെത്തി. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അവസാനത്തെ 3 സെക്ഷനിൽ, അതായത് വീസ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ ഷുവറാണ്. ഒരു 3 മാർക്സിന് ക്വസ്റ്റ്യൻ ഷുവറായിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവാം, അല്ലെങ്കിൽ 2 ഉണ്ടാവാം, ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത പൊട്ടൻഷ്യോമീറ്ററിനായിരിക്കണം സാധ്യത, ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിലും. ഇനി ഞാൻ നെക്സ്റ്റ് ചാപ്റ്റർ പറയാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ കറണ്ട് എലക്ട്രിസിറ്റിയിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു ഓർമ്മയുണ്ടാവും. ഒന്ന് കറണ്ട്, മറ്റൊന്ന് ഓംസ് ലോ, മറ്റൊന്ന് ഓംസ് ലോയുടെ ഗ്രാഫ്, പിന്നീട് റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ് പാരലൽ, പിന്നീട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, പാരലായിട്ട് കണക്ട് ചെയ്തു. പിന്നീട് നമ്മൾ പഠിച്ചത് ഇത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ, പിന്നീട് കിർച്ചോഫ് ഫസ്റ്റ് ലോ, കിർച്ചോഫ് സെക്കൻഡ് ലോ, പിന്നീട് വീസ്റ്റോൺ ബ്രിഡ്ജ്, പിന്നീട് മീറ്റർ ബ്രിഡ്ജ്, പിന്നീട് പൊട്ടൻഷ്യോമീറ്റർ. ഇതാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അടുത്ത് ഞാൻ പറയാൻ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ.
ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ചാപ്റ്ററിൽ മെയിനായിട്ടുള്ളത് ഒന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. സെക്കൻഡ് വൺ Faraday's law. Third one, Lenz's law. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ലെൻസസ് ലോ. പിന്നെ വരുന്നത് സെൽഫ് ഇൻഡക്ഷൻ. പിന്നീട് വരുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. പിന്നീട് വരുന്നത് മോഷണൽ ഇ എം എഫ്. മോഷണൽ ഇ എം എഫ്. പിന്നീട് വരുന്നത് എഡി കറണ്ട്. പിന്നെ വരുന്നത് എ സി ജനറേറ്റർ. ഇതാണ് ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്. ഒന്ന് മാഗ്നറ്റിക് ഫ്ലക്സ്, ഫാരഡേസ് ലോ, ലെൻസസ് ലോ, സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, മോഷണൽ ഇ എം എഫ്, എഡി കറണ്ട് ആൻഡ് എ സി ജനറേറ്റർ. അപ്പോൾ ആദ്യം നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇലക്ട്രിക് ഫ്ലക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെയിം പോയിന്റ് തന്നെയാണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ കേസിൽ. വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്? നമ്മൾ പറഞ്ഞാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു ദി ഏരിയ ഇസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇന്നലെ പറഞ്ഞാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു ദി ഏരിയ ഇസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. സിമിലർലി magnetic field lines passing normal to the area is called magnetic flux. Magnetic field lines passing normal to the area is called magnetic flux. For example, ഇതൊരു ഏരിയ, ഒരു ബോഡിയാണ്. ഇതിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നു. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് ഇതിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് ഈ ഏരിയയുടെ നോർമൽ പോയിന്റ്. ദിസ് ഈസ് ദ നോർമൽ ഏരിയ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതെന്താണ്? ഈ ഏരിയയുടെ നോർമലാണ്, പെർപെൻഡിക്കുലർ നോർമൽ. ദിസ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു വെക്ടർ ബി ഡോട്ട് എ, ബി ഡോട്ട് ഏരിയ. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ. Where theta is that is an important point, where theta is the angle between magnetic field and normal to the area. Theta is the angle between magnetic field and normal to the area. അപ്പോൾ ഇതാണ് പോയിന്റ്. അപ്പോൾ ഇതാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഏരിയയിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് പാസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ്? ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ. ഇതല്ല പറയുന്നത്. ഇതാണ് നമ്മൾ പോയിന്റ്. Theta is the angle between magnetic field and normal to the area. ഇതാണ് പോയിന്റ്. Theta is the angle between magnetic field and normal to the area. അതിലൊരു പോയിന്റ് ഇതാണ്. ഇഫ് ബി പെർപെൻഡിക്കുലർ ടു ദി ഏരിയ. ഇവിടെ നോക്കുക, ഇതെന്താണ്? നോർമൽ ഏരിയ ആണ്. ഇതാണ് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയി. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഏരിയ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഏരിയക്ക് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇവിടെ തീറ്റ 0 ഡിഗ്രി ആവും. തീറ്റ ഈസ് 0 ഡിഗ്രി. ഇതാണ് ഞാൻ ഇന്നലെ ഇലക്ട്രിക് ഫ്ലക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് ആവട്ടെ, മാഗ്നറ്റിക് ഫ്ലക്സ് ആവട്ടെ, ഇഫ് ബി പെർപെൻഡിക്കുലർ ഏരിയ എന്ന് പറയുമ്പോൾ തീറ്റ 90 ഡിഗ്രി അല്ല, തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. ഇഫ് ബി പെർപെൻഡിക്കുലർ ടു ഏരിയ, തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി, ദെൻ ഫ്ലക്സ് ഈസ് മാക്സിമം. ദാറ്റ് ഈസ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ കോസ് 0. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ കോസ് 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എ. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ. ഇതാണ് ഒരു പോയിന്റ്. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ. If B parallel to the area or along the direction of the area, if B parallel to the area, B ഏരിയക്ക് പാരലൽ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയുള്ളത് ഇതാണ് നമ്മുടെ നോർമൽ ഏരിയ, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഇഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പാരലൽ ടു ദി ഏരിയ, ഇവിടെ തീറ്റ 90 ഡിഗ്രി ആവും. നമ്മൾ നോർമൽ ആയിട്ടാണ് ആംഗിൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നോർമൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 90 ഡിഗ്രി ആയി. സോ ഇഫ് ബി പാരലൽ ടു ദി ഏരിയ, തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. Therefore, flux is equal to BA cos 90, that is equal to 0. Flux is equal to 0. ഇതാണ് രണ്ട് പോയിന്റ്. If B perpendicular to the area, theta is equal to 0 degree, flux is equal to maximum, that is equal to BA. If B parallel to the area, theta is equal to 90 degree, flux is equal to BA cos 90, that is equal to 0. ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. സോ ഫ്ലക്സ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ഫ്ലക്സ് ആവട്ടെ, മാഗ്നറ്റിക് ഫ്ലക്സ് ആവട്ടെ, അതൊരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ചിലപ്പോൾ അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, 1 മാർക്കിൻ്റെ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരാം.
ഇപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ദെൻ SI യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഈസ് വെബർ. അതിൻ്റെ SI യൂണിറ്റ് വെബർ ആണ്. ഫ്ലക്സ് SI യൂണിറ്റ് ഈസ് വെബർ. ഡയമെൻഷൻ ഫോർമുല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഫ്ലക്സിൻ്റെ സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റ് ഈസ് വെബർ. If B perpendicular to the area, theta is equal to 0 degree, flux is maximum, that is equal to BA. If B parallel to the area, theta is equal to 90 degree, flux is equal to 0. Next one, Faraday's experiment ആണ് അടുത്ത പോയിന്റ്. Faraday's experiment. അതിലൂടെയാണെങ്കിൽ Faraday's law കണ്ടെത്തുന്നത്. Faraday's experiment നിങ്ങൾക്ക് അറിയാം. It consists of a coil with a galvanometer and a bar magnet. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കോയിൽ എടുക്കും. ഒരു കോയിൽ, കുറേ നമ്പർ ഓഫ് ടേൺസിലെ കോയിൽ എടുക്കും. അതിൽ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യും. ആൻഡ് എ ബാർ മാഗ്നറ്റ്. ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് എടുക്കും. നോർത്ത് പോളോ സൗത്ത് പോളോ ഏതെങ്കിലും ഒന്ന് പോയിന്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഷുവറായിട്ട് ഇവിടെ ഒരു കോയിലിനടുത്ത് കോയിലുണ്ട്, ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. എക്സ്പെരിമെന്റ് വാട്ട്? ദ ബാർ മാഗ്നറ്റ് ആൻഡ് കോയിൽ ആർ അറ്റ് റെസ്റ്റ്. രണ്ടുപേരും റെസ്റ്റിലാണ്. ഗാൽവനോമീറ്ററും ബാർ മാഗ്നറ്റും റെസ്റ്റിലാണ്, രണ്ടുപേരും മൂവ് ചെയ്യുന്നില്ല. ദെൻ അപ്പോൾ എന്തുണ്ടോ, ഷുവറായിട്ടും ഇയാൾ ഒരു മാഗ്നറ്റ് ഫീൽഡ് ഉണ്ടാക്കും. ആര്? മാഗ്നറ്റ്. അപ്പോൾ രണ്ടാമത്തെ ബോഡിക്ക് എന്ത് കിട്ടും? ഫ്ലക്സ് കിട്ടും. ശരിയല്ലേ? രണ്ടാമത്തെ ബോഡിക്കാണ് അയാൾ എന്താണ് വാട്ട് ഈസ് ഫ്ലക്സ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു ദി ഏരിയ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു ദി ഏരിയ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ രണ്ടാമത്തെ ബോഡിയിൽ സ്ട്രൈക്ക് ചെയ്ത രണ്ടാമത്തെ ബോഡിക്ക് എന്ത് കിട്ടി? ഫ്ലക്സ് കിട്ടി. അപ്പോൾ ഇയാൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട് മാഗ്നറ്റ്. അപ്പോൾ ഷുവറായിട്ടും ഇതിലേക്ക് വരുമ്പോൾ ഇയാൾക്ക് എന്ത് കിട്ടി? മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടി. രണ്ടാമത്തെ ആൾക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടും. കോയിലിന് ഫ്ലക്സ് കിട്ടി. ബട്ട് ഗാൽവനോമീറ്റർ ഷോസ് നോ ഡിഫ്ലക്ഷൻ. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യില്ല. അപ്പോൾ ഫ്ലക്സ് കിട്ടുന്നുണ്ട് ബോഡിക്ക്, പക്ഷേ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് 1 ഇതാണ്. ദ കോയിൽ ആൻഡ് ബാർ മാഗ്നറ്റ് അറ്റ് റെസ്റ്റ്, ഗാൽവനോമീറ്റർ ഷോസ് നോ ഡിഫ്ലക്ഷൻ. ദാറ്റ് മീൻസ് നോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി കോയിൽ. ഒരു കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നില്ല എന്ന് മനസ്സിലായി. കാരണം ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്താലേ കറണ്ട് ഉണ്ടാവും നമുക്കറിയാം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. എക്സ്പെരിമെന്റ് 1. Experiment 2. The bar magnet moving towards the coil. ഇത് അടുത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. Bar magnet move towards the coil. Then galvanometer shows a deflection in one direction. ഏതോ ഡയറക്ഷനിൽ galvanometer ഡിഫ്ലക്ട് ചെയ്യും. ഒന്നുകിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിഫ്ലക്ട് ചെയ്യും. Bar magnet moving towards the coil, galvanometer shows a deflection in one direction. That means a current flowing through the coil or an EMF developed across the coil. ആ കോയിലിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഒരു ഇൻഡ്യൂസ്ഡ് EMF അതിൽ ഡെവലപ്പ് ചെയ്ത് പറയും. ഒരു EMF ഡെവലപ്പ് ചെയ്യുന്നത്. സോറി ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ പറഞ്ഞു. അതേ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി കോയിൽ. എക്സ്പെരിമെന്റ് 3. ബാർ മാഗ്നറ്റ് മൂവ് അവേ ഫ്രം ദി കോയിൽ. നേരത്തെ ഗാൽവനോമീറ്റർ ബാർ മാഗ്നറ്റിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. ഇനി ബാർ മാഗ്നറ്റ് ദൂരെ കൊണ്ടുപോകുന്നു. ബാർ മാഗ്നറ്റ് മൂവ് അവേ ഫ്രം ദി കോയിൽ. അഗൈൻ ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നേരത്തെ ഏത് ഡയറക്ഷൻ ഉണ്ടായിരുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. ദാറ്റ് മീൻസ് എ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോഴും അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എക്സ്പെരിമെന്റ് 1, ബാർ മാഗ്നറ്റ് ആൻഡ് കോയിൽ ആർ അറ്റ് റെസ്റ്റ്, ഗാൽവനോമീറ്റർ ഷോസ് നോ ഡിഫ്ലക്ഷൻ. എക്സ്പെരിമെന്റ് 2, ബാർ മാഗ്നറ്റ് മൂവിംഗ് ടുവേർഡ്സ് ദി കോയിൽ, galvanometer shows a deflection in one direction. Experiment 3, bar magnet move away from the coil, again galvanometer shows a deflection in opposite direction. അപ്പോൾ ഗാൽവനോമീറ്ററോ അല്ലെങ്കിൽ ബാർ മാഗ്നറ്റോ മൂവ് ചെയ്യുമ്പോൾ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ട് ടച്ച് ചെയ്യാതെ കിട്ടുന്ന കറണ്ടാണ്. അപ്പോൾ ടച്ച് ചെയ്യാതെ കിട്ടുന്ന കറണ്ടിനെ നമ്മൾ എന്ത് പറയും? അപ്പോൾ രണ്ടുപേരും കോൺടാക്റ്റ് ഇല്ല. ബാർ മാഗ്നറ്റും കോയിലും കോൺടാക്ട് ഇല്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട്. ദാറ്റ് കറണ്ട് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പോൾ ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല, ഇൻഡ്യൂസ്ഡ് കറണ്ടാണ്. അപ്പോൾ കറണ്ടിന് ഷുവറായിട്ട് അവിടെ വോൾട്ടേജ് വേണം, അല്ലെ? കറണ്ട് വോൾട്ടേജ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യണം, അല്ല കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ കറണ്ട് ഉണ്ട്, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ പറയുക ഇൻഡ്യൂസ്ഡ്, ആ വോൾട്ടേജിനാണ് നമ്മൾ പറയുക ഇൻഡ്യൂസ്ഡ് EMF. ആ വോൾട്ടേജിനാണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുക. അപ്പോൾ ഷുവറായിട്ടും ആ കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായി? ബാർ മാഗ്നറ്റോ കോയിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്താൽ മാത്രമേ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ കേസ് എന്താ പറഞ്ഞു? ബാർ മാഗ്നറ്റ് ഇവിടെ വെച്ചു, മാഗ്നറ്റ് എന്തുണ്ടാക്കും? മാഗ്നറ്റ് ഫീൽഡ് ഉണ്ടാക്കും. അപ്പോൾ രണ്ടാമത്തെ ബോഡിക്ക് ഫ്ലക്സ് കിട്ടും, കോയിലിന് ഫ്ലക്സ് കിട്ടുന്നുണ്ട്, പക്ഷേ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നില്ല.
മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ എന്തോ അതിന് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും, മൂവ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും, അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അകന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴോ ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ മാത്രമേ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. അതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. ഇത് എക്സ്പെരിമെൻ്റ് ആണ് പറഞ്ഞത്. ഫാരഡേസ് ഫസ്റ്റ് ലോ എന്താണ്? ദ ചേഞ്ചിങ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ പ്രൊഡ്യൂസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF. അതാണ് പോയിന്റ്. ചേഞ്ചിങ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF. ദാറ്റ് ഈസ് ഫാരഡേസ് ഫസ്റ്റ് ലോ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കൽ. വാട്ട് ഈസ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? ചേഞ്ചിങ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF. ഫാരഡേസ് ഫസ്റ്റ് ലോ. ചേഞ്ചിങ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF. നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ഫാരഡേസ് സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ ആ എമൗണ്ട് എത്രയാണെന്നാണ് പറയുന്നത്. എത്രയാണ് ആ എമൗണ്ട്? ഇപ്പോൾ ഫസ്റ്റ് ലോ എന്താണ്, എങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായത്? സെക്കൻഡ് ലോ, ദാറ്റ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d∅/dt. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d∅/dt. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ നമ്മളെ കോൺസ്റ്റന്റ് പറയും ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു d∅/dt. ഇത് നമ്മൾ ഫ്ലക്സ് 1 സെക്കൻഡിൽ 1 വേപ്പർ ചേഞ്ച് ചെയ്തപ്പോൾ 1 വോൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ K1 ആണെന്ന് മനസ്സിലാവും. ഇൻ SI സിസ്റ്റം K1 ആണ്. നമ്മൾ അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കും. ഫ്ലക്സ് 1 ആക്കി, ഇത് 1 ആക്കിയപ്പോൾ ഇതും 1 കിട്ടുന്നുണ്ട്, K1 ആയിരിക്കണം. അപ്പോൾ ഇൻ SI സിസ്റ്റം K is equal to 1. Therefore, magnitude of induced EMF is equal to d∅/dt. Magnitude of induced EMF is equal to d∅/dt. ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ. സോ ഇൻഡ്യൂസ്ഡ് EMF is directly proportional to d∅/dt. So E is equal to K d∅/dt. That is equal to E is equal to d∅/K is 1. In SI system K is equal to 1. So E is equal to d∅/dt. ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ. നെക്സ്റ്റ് വൺ ലെൻസസ് ലോ. ലെൻസസ് ലോ ഗീവ്സ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ലെൻസസ് നമുക്ക് തരുന്നത് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ശരിക്കും പറഞ്ഞാൽ ലെൻസ് ലോ ഗീവ്സ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരിക്കലും എൻട്രൻസ് ചോദിച്ചിരുന്നു, ലെൻസ് ലോ ഗീവ്സ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, ഓൺലി ഡയറക്ഷൻ, ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ആൻസർ ഇതാണ്, ലെൻസസ് ലോ ഗീവ്സ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണ്. പക്ഷെ നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ ഇങ്ങനെ പറയും, ലെൻസസ് ലോ ഗീവ്സ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF such that it opposes the cause which produce on it. It opposes the cause which produce on it. A cause, a കാരണത്തെ. It opposes the cause which produce on it. അതിനുണ്ടാക്കുന്ന കാരണത്തെ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. പാരവെക്കൽ, ശരിക്കും ഒരു പാരവെക്കലാണ്. ഏത് കാരണം കൊണ്ടാണോ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായത് ആ കാരണത്തെ ഒപ്പോസ് ചെയ്യും. അതാണ് ലെൻസസ് ലോ. ലെൻസസ് ലോ gives direction of induced EMF such that it opposes the cause which produce on it. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലെൻസസ് ലോ. സോ അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, induced EMF is equal to minus d∅/dt. കാരണം അവിടെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ മൈനസ് കൊടുക്കും, ഒപ്പോസിറ്റ് പറഞ്ഞാൽ മൈനസ്. സോ ഇൻഡ്യൂസ്ഡ് EMF is equal to minus d∅/dt. ഇതാണ് ലെൻസസ് ലോ. ഒരു കോയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കോയിൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ടേൺ ആണ്. കോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ടേൺ, ഒരു ലൂപ്പാണ് ഒരു കോയിൽ. ഇത് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവാം, അപ്പോൾ n ടേൺസ് ഉണ്ടാവാം. ദ കോയിൽ ഹാസ് n ടേൺസ്, ഇൻഡ്യൂസ്ഡ് EMF is equal to minus n d∅/dt. Coil has n turns, induced EMF is equal to minus n d∅/dt. Induced EMF is equal to minus n d∅/dt. ഇതാണ് ലെൻസസ് ലോ. ഓക്കെ, ഇനി ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ലെൻസസ് ലോ ഈസ് അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജി. എക്സ്പ്ലെയിൻ. ലെൻസസ് ലോ അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജി. അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലെൻസസ് ലോ ഈസ് അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജി. എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ അതേ കേസിന് എടുക്കാം. എന്താണ് കൺസർവേഷൻ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ കോയിലിലേക്ക് മാഗ്നറ്റ് ഞാൻ മൂവ് ചെയ്യുന്നു, ഞാനൊരു മെക്കാനിക്കൽ എനർജിയാണ് ചെയ്യുന്നത്.
അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഇതിലെന്തുണ്ടാവുന്നുണ്ട്, ഒരു വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് എനർജി. അതിന് ഇവിടെ പറഞ്ഞാൽ മതി. നമ്മളിങ്ങനെ പറയും, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോയിൽ വിത്ത് ബാർ മാഗ്നറ്റ്. ഇവിടെ ഒരു കോയിൽ ഉണ്ട്, ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, then this bar magnet moving towards the coil. ബാർ മാഗ്നറ്റ് അടുത്തേക്ക് മൂവ് ചെയ്തു. ബാർ മാഗ്നറ്റ് അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ചേഞ്ചിങ് ഫ്ലക്സ് ഉണ്ടാവും. ചേഞ്ചിങ് ഫ്ലക്സ് ഉണ്ടെങ്കിൽ ആരുണ്ടാവും, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടെങ്കിൽ ഏത് ലോ പറയണം, ലെൻസസ് ലോ പറയണം. ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യും, ആ കാരണത്തെ ഒപ്പോസ് ചെയ്യും. 3 കാര്യം പറയേണ്ടത്. ഒന്ന്, ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ചേഞ്ചിങ് ഫ്ലക്സ് വേണം. ചേഞ്ചിങ് ഫ്ലക്സ് ഉണ്ടാവണം, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് വേണം, അല്ലെങ്കിൽ ഏരിയയിൽ ചേഞ്ച് വേണം, എന്തെങ്കിലും ചേഞ്ച് വേണം. അപ്പോൾ ചേഞ്ചിങ് ഫ്ലക്സ് ഉണ്ടാവും. ചേഞ്ചിങ് ഫ്ലക്സിന് ഷുവറായിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടെങ്കിൽ നമ്മളവിടെ ലെൻസസ് ലോ പറയണം, കാരണം ഒപ്പോസ് ചെയ്യാനുണ്ട്. അതാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ്, ലെൻസസ് ലോ ഈസ് അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജി എക്സ്പ്ലെയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദ ബാർ മാഗ്നറ്റ് മൂവിങ് ടുവേർഡ്സ് ദി കോയിൽ, ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ. ആ കോയിൽ ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാക്കും. ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ. That changing flux produce an induced EMF. ആ കോയിൽ ഒരു induced EMF ഉണ്ടാകും. That changing flux produce an induced EMF. According to Lenz's law, that induced EMF opposes the cause. That induced EMF opposes the cause. ആദ്യം ഉണ്ടായ കാരണം എന്താണ്? കാരണം മാഗ്നറ്റ് മൂവ് ചെയ്തുകൊണ്ടാണ് ഇൻഡ്യൂസ് EMF ഉണ്ടായത്. അപ്പോൾ ആ മോഷനാണ് ഇത് ഒപ്പോസ് ചെയ്യൽ. ഇപ്പോൾ ഏത് കാരണം കൊണ്ടാണോ ഇൻഡ്യൂസ് EMF ഉണ്ടായത്, ഏത് കാരണം കൊണ്ടാണോ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായത്, ആ കാരണത്തെ അത് ഒപ്പോസ് ചെയ്യും. ഏത് കാരണം കൊണ്ടാണ്, മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോഴാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായത്, അതുകൊണ്ട് മോഷൻ അത് ഒപ്പോസ് ചെയ്യും. അപ്പോൾ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. ശരിക്കും റിപ്പൽഷൻ ഉണ്ടാകും. മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ റിപ്പൽ, കാരണം മൂവ് ചെയ്യുമ്പോൾ റിപ്പൽഷൻ ഉണ്ടാകും. അപ്പോൾ അതാണ് പോയിന്റ്. ശ്രദ്ധിക്ക്, ഒന്നുകൂടെ ഞാൻ പറയുന്നു. ദ ബാർ മാഗ്നറ്റ് മൂവിങ് ടുവേർഡ്സ് ദി കോയിൽ, ഗാലനോമീറ്റർ ഷോസ്, ബാർ മാഗ്നറ്റ് മൂവിങ് ടുവേർഡ്സ് ദി കോയിൽ, എ ചേഞ്ചിങ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ, എ ചേഞ്ചിങ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ. This changing flux produce an induced EMF. According to Lenz's law, that induced EMF opposes the cause. That means it opposes the motion of the magnet. It opposes the motion of the magnet. So mechanical work has to be done against this motion. നമുക്ക് അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഒരു മെക്കാനിക്കൽ വർക്ക് ചെയ്യണം. ഇനി വീണ്ടും ഇതിൽ ഇൻഡ്യൂസ് EMF ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും കൂടുതൽ വർക്ക് കൊടുക്കണം, എന്നാലും അത് മൂവ് ചെയ്യും. കാരണം വർക്ക് ചെയ്യുമ്പോൾ അതിന് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്താൽ മാത്രമേ അതെന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. So mechanical work has to be done against this motion. This mechanical work converted into electrical energy. ഈ മെക്കാനിക്കൽ വർക്കാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി കിട്ടും. ദിസ് മെക്കാനിക്കൽ വർക്ക് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സോ ലെൻസസ് ലോ ഈസ് അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജി. ലെൻസസ് ലോ ഈസ് അക്കോർഡൻസ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. ബാർ മാഗ്നറ്റ് മൂവിങ് ടുവേർഡ്സ് ദി കോയിൽ, എ ചേഞ്ചിങ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ. That changing flux produce an induced EMF. According to Lenz's law, that induced EMF opposes the cause. That means it opposes the motion of the magnet. Hence, mechanical work has to be done against this motion. This mechanical work converted into electrical energy. So, Lenz's law is accordance with the conservation of energy. Okay. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഒരു മാഗ്നറ്റ് മൂവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറക്ഷൻ ചോദിക്കും. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറണ്ട്? ഒരു കോയിൽ ഉണ്ടാക്കുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്, അത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് സാധാരണ രീതിയിൽ. ഒരു കേസ് 1 ഇതാണ്. ഞാൻ ഇതിൻ്റെ ഒരു സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ഷോർട്ട് കട്ട് മാത്രമേ പറയുന്നുള്ളൂ. എക്സാമ്പിൾ ഇതാണ്. ഇതൊരു മാഗ്നറ്റ് ഫീൽഡാണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം, ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലേ. ഇങ്ങനെ വന്നാൽ ഔട്ട് മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു കോയിൽ ഇവിടെ ഉണ്ട്, എന്തെങ്കിലും ഷേപ്പിലുള്ള ഒരു കോയിൽ ക്ലോസ് ലൂപ്പ് ആയാൽ മതി. ഒരു കോയിൽ എന്തെങ്കിലും ആവാം, സർക്കുലർ ആവാം, അല്ലെങ്കിൽ റെക്ടാംഗുലർ ആവാം, ട്രയാംഗിൾ ആവാം, എന്തെങ്കിലും ആവാം. സോ കോയിൽ, ഈ കോയിൽ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിന് അകത്തേക്ക് മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇതിനെ കറക്റ്റ് തിയറി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷോർട്ട് കട്ട് മാത്രമേ പറയുന്നുള്ളൂ.
ഇത് അകത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അകത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്ത് കിട്ടും? ഇതിന് ഫ്ലക്സ്, ഒന്നാമത്തെ ബോഡി എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഇവിടെ. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഇതിൽ നോർമലായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ബോഡിയാണ് നമ്മളിത്. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ബോഡിക്ക് എന്ത് കിട്ടും? മാഗ്നറ്റിക് ഫീൽഡിലേക്ക് രണ്ടാമത്തെ ബോഡി പാസ് ചെയ്താൽ രണ്ടാമത്തെ ബോഡിക്ക് ഫ്ലക്സ് കിട്ടും. ശരിയാണല്ലോ, മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ബോഡിക്ക് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഉറപ്പായിട്ടും ഇയാൾക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടും. ഇയാൾക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടുന്നുണ്ട്. ശരിയാണല്ലോ. സോ ദിസ് കോയിൽ മൂവിങ് ടുവേഴ്സ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ദർ ഇസ് എൻ ഇൻക്രീസിങ് ഫ്ലക്സ് കിട്ടും. അപ്പോൾ ഇത് ഇൻക്രീസിങ് ഫ്ലക്സ് കിട്ടും. ഇൻക്രീസിങ് ഫ്ലക്സ് കിട്ടുമ്പോൾ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഉണ്ടാവും. എപ്പോഴും ഫ്ലക്സ് ഇൻക്രീസോ ഡിക്രീസോ, ഫ്ലക്സിന് എപ്പോൾ ചേഞ്ച് വരുന്നോ അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഉണ്ടാവും. അപ്പോൾ ഈ കോയിൽ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഡെവലപ്പ് ചെയ്യും. ഷുവറായിട്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലെൻസസ് ലോ പറയണം. എന്താണ്? ഇറ്റ് ഓപ്പോസസ് ദി കോസ്. അത് അപ്പോൾ ഇഎംഎഫ് ഡെവലപ്പ് ചെയ്ത് അപ്പോൾ കാരണത്തെ ഓപ്പോസ് ചെയ്യും. അപ്പോൾ ഇൻക്രീസിങ് ഫ്ലക്സ് കൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഉണ്ടായത്. അപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ ഫ്ലക്സിനെ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും. ഏത് കാരണം കൊണ്ടാണ് ഉണ്ടായതിന് ആ കാരണത്തെ എപ്പോഴും എതിർക്കും. ഇപ്പോൾ ഇൻക്രീസിങ് ഫ്ലക്സ് കൊണ്ടാണ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഉണ്ടായത്. ഇതിനകത്തേക്ക് കയറുമ്പോൾ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യല്ലേ. അപ്പോൾ ഇൻക്രീസിങ് ഫ്ലക്സിനെ അത് ഓപ്പോസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിനെ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഉണ്ടാകുന്ന കറണ്ട് ഡയറക്ഷൻ നമ്മൾ നോക്കേണ്ടത്. ഞാൻ അത് കൂടുതൽ തിയറി വരുമ്പോൾ ഒരുപാട് സമയം പോകും. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ ഓർമ്മിച്ചാൽ മതി? ഫ്ലക്സിൻ്റെ കേസിൽ ഇൻക്രീസിങ് ആണെങ്കിൽ ഇൻക്രീസിങ് എപ്പോഴും opposes external magnetic field. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ എപ്പോഴും ഒപ്പോസ് ചെയ്യും. ഇൻക്രീസിങ് കേസ് ആണെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും. ഡിക്രീസിങ് ആണെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യും. ഡിക്രീസിങ് ആണെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യും. ഇൻക്രീസിങ് ആണെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും. ഇത് ഓർമ്മിച്ചോ. അപ്പോൾ മനസ്സിലായി. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം ഇവിടെ മാർക്ക് ചെയ്തു. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ആണ്. അകത്തേക്ക് പോകുന്നതുകൊണ്ട് ഇൻക്രീസിങ് ആണ്. ഇത് അകത്തേക്ക് പോകണം. അപ്പോൾ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇന്നിന് എന്ത് ചെയ്യണം? ഇൻക്രീസിങ് ആണെങ്കിൽ ഇന്നിനെ ഓപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻക്രീസിങ് ആണെങ്കിൽ എക്സ്റ്റേണൽ ബിയെ ഓപ്പോസ് ചെയ്യും. അപ്പോൾ ഇന്നിൻ്റെ ഓപ്പോസിറ്റ് ഔട്ടാണ്. ഇന്നിൻ്റെ ഓപ്പോസിറ്റ് ഔട്ട്. എന്തുകൊണ്ട്? ഇത് ഇൻക്രീസിങ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യും. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ ഇൻക്രീസിങ് ആയതുകൊണ്ട് ഇൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഔട്ട് ആവും. അപ്പോൾ ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് തരണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ രണ്ട് കേസ് പഠിച്ചിട്ടുണ്ട്. ഔട്ട് എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസും ഇൻ എപ്പോഴും ക്ലോക്ക് വൈസാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഔട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് അത് നോർത്ത് പൊളാരിറ്റി കാണിക്കും. ഇൻ ക്ലോക്ക് വൈസ് സൗത്ത് പൊളാരിറ്റി കാണിക്കും. അപ്പോൾ ഇന്നിൻ്റെ ഓപ്പോസിറ്റ് ഔട്ടാണ്. അപ്പോൾ ഔട്ട് മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയി. ഔട്ട് എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഔട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഔട്ട് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇൻ ക്ലോക്ക് വൈസ്. അപ്പോൾ എനിക്ക് കിട്ടി ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം ക്വസ്റ്റ്യനിൽ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ് തന്നത്. അപ്പോൾ അത് ആദ്യം മാർക്ക് ചെയ്തു. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് സപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്നാണെന്ന് മനസ്സിലായി. ഇനി ഫ്ലക്സ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കിയാൽ അത് ക്വസ്റ്റ്യനിൽ കാണും. ഇയാൾ അകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇയാളെ ഒപ്പോസ് ചെയ്യണം. ആരെ ഒപ്പോസ് ചെയ്യണം? തന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യണം. തന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്നാണ്. സോ ഗിവൺ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ. സോ ഇന്നിൻ്റെ ഓപ്പോസിറ്റ് ഔട്ടാണ്. ഔട്ട് നമുക്ക് മനസ്സിലായി. ഔട്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഔട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് മനസ്സിലായി. ഔട്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസിനാണ് എപ്പോഴും കറണ്ട് എന്താണ്? ഔട്ടാണെങ്കിൽ എപ്പോഴും കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് ഒരു പോയിന്റ്. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ പറയാം. ഇത് പുറത്തേക്കാണ് പോകുന്നത്. അപ്പോഴും ഫ്ലക്സിന് ചേഞ്ച് വരും. കാരണം ഡിക്രീസിങ് ഫ്ലക്സ് ആവും. അപ്പോൾ ഇൻഡ്യൂസിംഗ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ മോഷൻ ഓപ്പോസ് ചെയ്യും. അപ്പോഴും ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾക്ക് തന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏതാണ് മെഷർ ചെയ്തു? ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഡിക്രീസിങ് ആണ്. പുറത്തേക്കാണ് പോകുന്നത്. ഡിക്രീസിങ് ആണെങ്കിൽ ഇന്നിനെ സപ്പോർട്ട് ചെയ്യണം. സോ ഇൻ ഈക്വൽ ടു ഇൻ ആയിരിക്കും. ഡിക്രീസിങ് ആണെങ്കിൽ അത് ഇൻ തന്നെയാണ്.
ഇൻ ആണെങ്കിൽ എപ്പോഴും ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇൻ ഈസ് ക്ലോക്ക് വൈസ്, ഇൻ ക്ലോക്ക് വൈസ് ആണ്. ഇൻ ക്ലോക്ക് വൈസ്, ഔട്ട് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ക്ലോക്ക് വൈസ്. ഇതിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും അത് തന്നെയായിരിക്കും. ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ കൂടെ പറയാം പെട്ടെന്ന്. ഇതൊരു കോയിലാണ്, ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്. നിങ്ങൾക്കറിയാം ഈ ഡോട്ട് കണ്ടാൽ അറിയാം ഔട്ട് മാഗ്നറ്റിക് ഫീൽഡാണ്. ഡോട്ട് ഔട്ട് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾക്ക് തന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ മാർക്ക് ചെയ്തു, ഔട്ട് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇനി കോയിൽ അകത്തേക്കാണ് പോകുന്നത്. അകത്തേക്ക് പോകുന്നതുകൊണ്ട് ഷുവറായിട്ട് ഇൻക്രീസിങ് ആണ്. അകത്തേക്ക് പോകണമെങ്കിൽ ഇൻക്രീസിങ് ആണ്. ഇപ്പം ഇൻക്രീസിങ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെ ഒപ്പോസ് ചെയ്യണം. ഇൻക്രീസിങ് എപ്പോഴും ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഔട്ടിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇന്നായി. ഇൻ നമുക്കറിയാം ഇൻ ഈസ് ക്ലോക്ക് വൈസ്. സോ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ക്ലോക്ക് വൈസ്. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ക്ലോക്ക് വൈസ്. ഔട്ടിൻ്റെ ഓപ്പോസിറ്റ് ഇൻ ക്ലോക്ക് വൈസ്. സോ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ക്ലോക്ക് വൈസ്. ഇനി നേരെ തിരിച്ചിട്ടാണെങ്കിലോ, ഇയാൾ പുറത്തേക്ക് പോകുന്നു. പുറത്തേക്കാണ് പോകുന്നെങ്കിൽ അപ്പോൾ ഗിവൺ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ടാണ്. പുറത്തേക്ക് പോകുന്നത് ഔട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്. അപ്പോൾ എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഔട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്. അപ്പോൾ എന്താണ്? ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഔട്ടിൻ്റെ ഈക്വൽ ടു സപ്പോർട്ട് ചെയ്യും. ഡിക്രീസിങ് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഔട്ട് ഈസ് ഈക്വൽ ഔട്ട് എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ്. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇതൊരു സർക്കുലർ ലൂപ്പാണ്. ഇതിലേക്ക് ഒരു മാഗ്നറ്റ് മൂവ് ചെയ്യിക്കുന്നു. ഇവിടെ നോർത്ത് പോളാണ് പോയിന്റ് ചെയ്യുന്നത്. ഇത് അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ പറയേണ്ട അടുത്തേക്ക് വരുന്ന ആളെ എപ്പോഴും അകറ്റാൻ ശ്രമിക്കും. കാരണം എപ്പോഴും ഒപ്പോസിങ് കണ്ടിട്ടുണ്ട്. അകന്നു പോകുന്ന ആളെ എപ്പോഴും അടുത്തേക്ക് വരാൻ ശ്രമിക്കും. ഇയാൾ അടുത്തേക്ക് വരുമ്പോൾ ഇയാൾ റിപ്പൽ ചെയ്യിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഏത് പോളാണുള്ളത്? നോർത്ത് പോളാണുള്ളത്. അപ്പോൾ ഇത് അടുത്തേക്ക് വരുന്ന ആൾ എപ്പോഴും അകറ്റാൻ വേണ്ടി ശ്രമിക്കലാണ്, ഒപ്പോസിറ്റ് എപ്പോഴും. അപ്പോൾ അടുത്തേക്ക് വരുന്ന ആൾ അകറ്റണമെങ്കിൽ ഇതെന്ത് ചെയ്യണം? റിപ്പൽ ചെയ്യിക്കണം. അപ്പോൾ ഇത് നോർത്ത് പൊളാരിറ്റി കാണിക്കണം അല്ലേ? അടുത്തേക്ക് വരുന്നു, അപ്പോൾ അകറ്റാൻ ശ്രമിക്കണമെങ്കിൽ ഇവിടെ നോർത്ത് ആളുള്ളത്, അപ്പോൾ നോർത്ത് റിപ്പൽഷൻ നടത്തും. നോർത്ത് പൊളാരിറ്റി നമുക്ക് എപ്പോഴും അറിയാം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. നോർത്ത് പൊളാരിറ്റി ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയത് അക്കോർഡിംഗ് ടു ലെൻസസ് ലോ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. വേറൊന്നും നോക്കണ്ട. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നോർത്ത് പോൾ അടുത്തേക്ക് ഒരു അകറ്റാൻ ശ്രമിക്കും. അപ്പോൾ റിപ്പലിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നോർത്താണ് നോർത്ത്, റിപ്പൽഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി ഇങ്ങനെയാണെങ്കിലോ, ഈ മാഗ്നറ്റ് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇയാൾ വലിച്ച് താഴേക്ക് ഇടാൻ ശ്രമിക്കുക. അകന്നു പോകുന്ന അടുത്തേക്ക് വരാൻ ശ്രമിക്കും. അപ്പോൾ ഇയാൾ അകന്നു പോകാൻ ശ്രമിക്കുമ്പോൾ അയാൾ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ സൗത്ത് പോൾ അത് കാണിക്കണം. ഇവിടെ നോർത്ത് ആൾ അടുത്തുള്ള നോർത്ത്, സൗത്ത് പോൾ. അപ്പോൾ എപ്പോഴും അതാണ് അടുത്തേക്ക് വരുന്ന ആൾ അകറ്റാൻ ശ്രമിക്കും. അപ്പോൾ റിപ്പൽഷൻ നോർത്ത് പോൾ. അകന്നു പോകുന്ന ആൾ എപ്പോഴും അടുത്തേക്ക് വലിച്ച് താഴേക്ക് ഇടാൻ പറയും. അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇയാൾ അകന്നു പോകാൻ ശ്രമിക്കും. ഇയാളെ പിടിച്ച് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അട്രാക്ട് ചെയ്യാൻ സൗത്ത് പൊളാരിറ്റി കാണിക്കും. സൗത്ത് പൊളാരിറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ക്ലോക്ക് വൈസ്. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ക്ലോക്ക് വൈസ്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഇനി വേറെ ഇത് ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് പറയാം. സൗത്ത് പൊളാരിറ്റി ഇവിടെ പോയിന്റ് ചെയ്തു, ഇവിടെ നോർത്ത് പൊളാരിറ്റി. അപ്പം അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ കേസ് ഞാൻ പറഞ്ഞു, ഇയാൾ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. അപ്പോൾ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ആൾ അകറ്റാൻ ശ്രമിക്കും. അപ്പോൾ ഇത് റിപ്പൽ ചെയ്യിക്കണം. ഇപ്പോൾ സൗത്ത് ആണല്ലോ സൗത്ത്. അപ്പോൾ അടുത്തേക്ക് വരുന്ന ആൾ എപ്പോഴും റിപ്പൽ ചെയ്യാൻ ശ്രമിക്കും. അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു, റിപ്പൽഷൻ ശ്രമിക്കും. അപ്പോൾ സൗത്ത് എപ്പോഴും എന്താണ്? ക്ലോക്കാണ്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ക്ലോക്ക് വൈസ്. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ക്ലോക്ക് വൈസ്. അടുത്ത കേസ്, ഇത് അകന്നു പോകാൻ ശ്രമിക്കുന്നു. അകന്നു പോകാൻ ശ്രമിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും? അടുത്തേക്ക് വരുത്താൻ ശ്രമിക്കും. അപ്പോൾ ഇത് നോർത്ത് പൊളാരിറ്റി കാണിക്കണം. അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കണം. അകന്നു പോകുന്ന ആളെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ സൗത്ത് പോൾ ഉള്ളത് നോർത്ത് എപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൽഫ് ഇൻഡക്ഷൻ.
or coefficient of self-induction അല്ലെങ്കിൽ self-inductance ഇങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക. self-induction ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ. ഒരു കോയിലിൻ്റെ പ്രോപ്പർട്ടിയാണ് self-induction. ഒരു റെസിസ്റ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്. ഒരു കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ് കപ്പാസിറ്റൻസ്. 3 ഇലക്ട്രിക്കൽ ഡിവൈസാണ് നമ്മളെ മുന്നിലുള്ളത്. ഒന്ന് റെസിസ്റ്റർ, ഒന്ന് കപ്പാസിറ്റർ, ഒന്ന് ഇൻഡക്ടർ. കോയിൽ, ഇൻഡക്ടർ മീൻസ് കോയിൽ. 3 പേരാണ് ഇലക്ട്രിക്കൽ ഡിവൈസ് ഉള്ളത്. റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കോയിൽ. അപ്പോൾ അത് നമ്മൾ പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ ഓഫ് എ കോയിലാണ്. വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ ഓഫ് എ കോയിൽ? Self-induction is the property of a coil which it opposes the growth or decay of current. അപ്പോൾ ഒരു കോയിൽ വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസിങ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസിങ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ട്യൂബ് ലൈറ്റ്, പഴയ ട്യൂബ് ലൈറ്റുകൾ ആദ്യം ഓണാവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, ഓഫ് ആവില്ല, ഒറ്റയടിക്ക് ഓഫ് ആവില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഈ കോയിലിലേക്ക് ഒരു 10 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കറണ്ട് ഫ്ലോ ചെയ്യില്ല. ആദ്യം 0 ആയി, 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി, അങ്ങനെ 10 ആയി, പിന്നീട് 10 കറണ്ട് കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോ ചെയ്യും, പിന്നീട് കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോ ചെയ്യും. അതുവരെയുള്ള സമയത്ത് 0 മുതൽ 10 വരെ ആവുന്ന ആ പ്രോപ്പർട്ടിയാണ് കോയിൽ കാണിക്കുക. അതുവരെ പ്രോപ്പർട്ടി കാണിക്കും, പിന്നീട് കാണിക്കില്ല. ആ സമയം വരെ കോയിൽ ഒരു പ്രോപ്പർട്ടി കാണിക്കും. എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് കറണ്ട് ഒറ്റയടിക്ക് അതിനെ ഇൻക്രീസ് ചെയ്യാൻ അനുവദിക്കില്ല. ഇപ്പോൾ ഒരു റെസിസ്റ്ററാണ് നമുക്കറിയാം. ഒരു റെസിസ്റ്ററിലേക്ക് ഒരു സ്വിച്ച് ഇട്ട് അപ്പം കറണ്ട് ഫ്ലോ ചെയ്യും. 10 ആംപിയർ കറണ്ട് അപ്പം തന്നെ ഫ്ലോ ചെയ്യും. 10 ആംപിയർ ഫ്ലോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അപ്പം തന്നെ 10 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യും. പക്ഷെ അതൊരു കോയിലാണെങ്കിൽ, ഇങ്ങനൊരു കോയിലാണെങ്കിൽ സ്വിച്ച് ഇട്ടാൽ ആദ്യം 0 ആയി, 1 ആയി, 2 ആയി, 3 ആയി, പിന്നീട് 10 ആവും. എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അതിനെ ഇൻക്രീസ് ചെയ്യാൻ അനുവദിക്കില്ല കോയിൽ. അതിന് ഓഫാക്കുന്നത്, പിന്നീട് കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ 0 ആയി ഒരു സെക്കൻഡ്, ഒരു കുറച്ച് നിമിഷങ്ങളാണ് പറയുന്നത്, കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് 10 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യും. പിന്നീട് കോൺസ്റ്റന്റ് കറണ്ട് തന്നെ ഫ്ലോ ചെയ്യും. പിന്നീട് കോയിലിൻ്റെ പ്രോപ്പർട്ടി കാണിക്കില്ല. പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തു. ഓഫ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഓഫ് ആവില്ല. അത് 9 ആയി, 8 ആയി, 7 ആയി, അങ്ങനെ 1 ആവും, 0 ആവും. അപ്പോൾ ഒറ്റയടിക്ക് ഓഫ് ആവാൻ അനുവദിക്കില്ല, ഒറ്റയടിക്ക് ഓൺ ആവാൻ അനുവദിക്കില്ല. അതായത് ഇൻക്രീസ് ചെയ്യാൻ അനുവദിക്കില്ല, ഒറ്റയടിക്ക് ഡിക്രീസ് ചെയ്യാൻ ഇൻക്രീസ് ചെയ്യുന്നതിന് ഒപ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ഡിക്രീസിങ്ങിന് ഒപ്പോസ് ചെയ്യും. ആ പ്രോപ്പർട്ടി ഉള്ള ഒരു ഡിവൈസാണ് എന്ത്, കോയിൽ. സോ ആ പ്രോപ്പർട്ടിയെ നമ്മൾ പറയുക സെൽഫ് ഇൻഡക്ഷൻ. So self-induction is the property of a coil which it opposes growth or decay of current. കറണ്ടിൻ്റെ ഗ്രോത്തിനും കറണ്ട് ഡീക്കേനും ഒപ്പോസ് ചെയ്യുന്ന കോയിലിൻ്റെ പ്രോപ്പർട്ടിയാണ് സെൽഫ് ഇൻഡക്ഷൻ. ദാറ്റ് ഈസ് സെൽഫ് ഇൻഡക്ഷൻ. ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ വിച്ച് ഇറ്റ് ഒപ്പോസസ് ദി ഗ്രോത്ത് ഓർ ഡീക്കേ ഓഫ് കറണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. ഇപ്പോൾ 2 പോയിൻ്റ് അതിൽ പറയാനുള്ളത് കോയിലിൽ. ഒന്ന്, ഞാൻ പറഞ്ഞു കോയിലിൻ്റെ കേസിൽ സ്വിച്ച് ഇട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ ഉള്ളിൽ പറയാൻ സമയമില്ല, എന്താണ് പറയാം. സ്വിച്ച് ഇട്ട സമയത്ത് ആ സമയത്ത് കറണ്ട് സ്റ്റാർട്ട് ഇൻക്രീസിങ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ഇൻക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇതിലുണ്ടാവും, ഒരു ഇൻക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ട് ഇൻക്രീസിങ് ഫ്ലക്സ് ഉണ്ടാക്കും. ഇൻക്രീസിങ് ഫ്ലക്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൽ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും. ആ ഇൻഡ്യൂസ് ഓപ്പോസ് ചെയ്യും. അതാണ് ഇൻക്രീസിങ് കറണ്ടിനെ ഓപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഷുവറായിട്ടും ഇതിൽ കറണ്ട് സ്വിച്ച് ഇടുമ്പോൾ ഒരു ഇൻക്രീസിങ് ഫ്ലക്സ് ഉണ്ടാക്കുന്നുണ്ട്. So that flux is directly proportional to current. That flux is directly proportional to current. Then phi is equal to a constant into I, Li. ഇതാണ് where L is called coefficient of self-induction or self-inductance. Simple ആയിട്ട് self-inductance എന്ന് പറയാം. L is called coefficient of self-induction or self-inductance. ഇതാണ് ഒരു പോയിന്റ്. Phi is equal to Li. The flux is directly proportional to current flowing through the coil. So flux is equal to Li. കറണ്ട് കൂടുന്നതോടെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. സോ phi is equal to Li. ഇതാണ് ഒരു പോയിന്റ്, കോയിലിൻ്റെ ഒരു പോയിന്റ് ഇതാണ്. phi is equal to Li. രണ്ടാമത്തെ പോയിന്റ് ഇൻഡ്യൂസ്ഡ് EMF. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഡ്യൂസ്ഡ് EMF is equal to minus d phi by dt. Induced EMF is equal to minus d phi by dt. So here phi is equal to Li. ഇവിടെ phi Li ആണ്. So induced EMF is equal to minus d of Li by dt. So induced EMF is equal to minus L di by. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ കോയിലിൻ്റെ. ഇൻഡ്യൂസ്ഡ് EMF is equal to minus L di by dt. രണ്ട് ഇക്വേഷൻ എപ്പോഴും ഓർമ്മയുണ്ടാവണം. അപ്പോൾ കോയിലിന് കണ്ടാൽ നമ്മൾ മനസ്സിൽ രണ്ട് ഇക്വേഷൻ ആദ്യം വരണം. ഫസ്റ്റ് വൺ phi is equal to Li. സെക്കൻഡ് വൺ ഇൻഡ്യൂസ്ഡ് EMF is equal to L di by dt.
Induced EMF is equal to L di by dt, where L is called coefficient of self-induction or self-inductance. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ ബോർഡ് എക്സാമിന് ചോദിച്ചാൽ ഒന്ന് ഇത് എഴുതോ, ഈ 2 പോയിന്റ്സ് എഴുതോ. സെൽഫ് ഇൻഡക്ഷൻ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ which it opposes the growth or decay of current. Next one, the flux linked with the coil is directly proportional to current. That is phi is equal to I, therefore phi is equal to Li. And induced EMF is equal to minus d phi by dt, that is equal to d of Li by dt. L constant ആണ് പുറത്തെടുത്തു, L di by dt, where L is called coefficient of self induction or self inductance. ഇതാണ് ഒരു പോയിന്റ്. Lന്റെ SI യൂണിറ്റ് ഹെൻറി ആണ്. SI unit of L is Henry. SI unit of self induction, inductance is Henry. ഇനി അടുത്ത പോയിന്റ് അതിൽ ചോദിക്കാനുള്ളത് ഒരു ഡെറിവേഷൻ ആണ്, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കണം. ഇതൊരു സോളിനോയിഡാണ്. സോളിനോയിഡ് നിങ്ങൾക്കറിയാം, കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ഈസ് ഈക്വൽ ടു എ ബാർ മാഗ്നറ്റ്. സോളിനോയിഡിൽ ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവുക, ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഒരു സെന്റിമീറ്ററിൽ 10 ടേൺസ് ആണെങ്കിൽ ഓരോ സെന്റിമീറ്ററിലും ഈക്വൽ ടേൺസ് ആണ്, 10 ടേൺസ് ഉണ്ടാവും, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ അതിനകത്തൊരു യൂണിഫോം മാഗ്നറ്റ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോളിനോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വേണ്ടത് ദാറ്റ് ഈസ് ഈക്വൽ ടു ബാർ മാഗ്നറ്റ് ഒന്ന്. ഇപ്പോൾ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ഈസ് ഈക്വൽ ടു ബാർ മാഗ്നറ്റ്. മറ്റൊന്ന് സോളിനോയിഡിൻ്റെ മാത്രം ഒരു ഇക്വേഷൻ ഉണ്ട്, മാഗ്നറ്റ് ഫീൽഡ് ഡ്യൂ ടു സോളിനോയിഡ് ബി ഈസ് ഈക്വൽ ടു μ0 Ni/L. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും μ0 Ni/L അല്ലെങ്കിൽ സ്മോൾ μ0 Ni എന്ന് പറയാം, μ0 Ni. അപ്പോൾ മാഗ്നറ്റ് ഫീൽഡ് ഡ്യൂ ടു സോളിനോയിഡ് ഈസ് ഈക്വൽ ടു μ0 Ni/L. ഒരു സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റ് ഫീൽഡ് μ0 Ni/L ആണ്. ബി ഈസ് ഈക്വൽ ടു μ0 Ni/L. മാഗ്നറ്റ് ഫീൽഡ് ഡ്യൂ ടു സോളിനോയിഡ് ബി ഈസ് ഈക്വൽ ടു μ0 Ni/L. ഇതെപ്പോഴും ഓർമ്മയുണ്ടാവും. സോളിനോയിഡ് എന്ന് കാണുമ്പോൾ എപ്പോഴും ഈ ഇക്വേഷൻ ഓർമ്മിക്കണം. ബി ഈസ് ഈക്വൽ ടു μ0 Ni/L ആണ് ഒന്ന്. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ഇതാണ്, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ആണ്. ഇതാണ് നമ്മളെ പോയിന്റ്. അപ്പോൾ ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഷുവറായിട്ടും ഇതിലൊരു ഫ്ലക്സ് ലിങ്ക് ചെയ്യും. Then what is flux? Flux നമ്മൾ പഠിച്ചിട്ടുണ്ട്. Flux is equal to BA. ഒരു പോയിന്റ്. Flux is equal to BA cos theta. Flux is equal to BA cos theta. അപ്പോൾ ഒറ്റ ടേണിൽ ഉണ്ടാക്കുന്ന ഫ്ലക്സ് ഞാൻ എഴുതി BA cos theta. അപ്പോൾ നിങ്ങൾക്കറിയാം കറണ്ട് പാസ് ചെയ്യുമ്പോൾ സോളിനോയിഡിൽ എങ്ങനെയാണ് മാഗ്നറ്റ് ഫീൽഡ് ഉണ്ടാവും, അതിന് നോർമലായിട്ടാണ് മാഗ്നറ്റ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ കോയിലിന് നോർമലായിട്ടാണ് മാഗ്നറ്റ് ഫീൽഡ് ഉള്ളത്. അപ്പോൾ തീറ്റ 90 ഡിഗ്രി നോർമൽ ആകുമ്പോൾ തീറ്റ 0 ഡിഗ്രി ആവും. ദർഫോർ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു BA. ഇത് എഴുതിയാൽ മതി. കാരണം ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റ് ഫീൽഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ കോയിലിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റ് ഫീൽഡ് ഉണ്ടാവുക. പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലക്സിൻ്റെ കേസിൽ തീറ്റ 0 ഡിഗ്രിയാണ്, 90 ഡിഗ്രി അല്ല, തീറ്റ 0 ഡിഗ്രിയാണ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ. സോ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു BA. ഒരു ടേണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് BA. ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് ടേൺ ഈസ് ഈക്വൽ ടു BA. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു BA ഒരു ടേണിൽ. അങ്ങനെ ഇതിൽ n ടേൺസ് ഉണ്ട്, അത്രയും ടേൺസ് ഉണ്ട്. സോ ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സോളിനോയിഡ് ഈസ് ഈക്വൽ ടു NBA. അതിലുണ്ടാക്കുന്ന ടോട്ടൽ ടേൺസ് NBA ആണ്. ഒരു ടേണിൽ ഉണ്ടാക്കുന്ന ഫ്ലക്സ് ആണ് BA. ഇപ്പോൾ ടോട്ടൽ n ടേൺസ് ആണുള്ളത്. ഫോർ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു NBA. ഇനി വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞു സോളിനോയിഡിൻ്റെ മാത്രം ഐഡൻറ്റിറ്റിയിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാവേണ്ട ഇക്വേഷൻ ഇതാണ്, ബി ഈക്വൽ μ0 Ni/L. ബി ഈക്വൽ ടു μ0 Ni/L ആണ്. സോളിനോയിഡിൽ മാത്രം ഉള്ളത് ബി ഈക്വൽ ടു μ0 Ni. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയും ഫ്ലക്സ് ഈസ് ഈക്വൽ ടു n μ0 Ni/L ഇൻറ്റു A. അപ്പം ഞാനിവിടെ ബിക്ക് വരെ μ0 Ni/L വെച്ചു, ബി μ0 Ni/L. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 n square IA/L. μ0 n square IA/L. So flux is equal to μ0 n square IA/L. ഇതാണ് സോളിനോയിഡിൽ ഉണ്ടാവുന്ന ഫ്ലക്സ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് കോയിലിന് ഫ്ലക്സിന് മറ്റൊരു ഇക്വേഷൻ കൂടെ പഠിച്ചിട്ടുണ്ട്. കോയിലിന് മാത്രം മറ്റൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു Li.
ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എൽ ഐ. ഈ രണ്ട് എമൗണ്ട് സെയിം ആയിരിക്കണം. ഇത് നമ്മൾ ജനറൽ പ്രൊസീജിയർ സാധാരണ രീതിയിൽ ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ ആണ്. അപ്പോൾ ഒരു ടേൺ ഉണ്ടാകുന്ന ഫ്ലക്സ് ബി എ, ടോട്ടൽ ടേൺ എൻ ബി എ. സോളിനോയിഡ് സോളിനോയിഡിൻ്റെ മാത്രം ഐഡൻറ്റിറ്റി ഇക്വേഷൻ ആണ് മ്യൂ സീറോ എൻ ഐ ബൈ എൽ. അപ്പോൾ ബിക്ക് ഞാൻ മ്യൂ സീറോ എൻ ഐ ബൈ എൽ കൊടുത്തു എ. സോ മ്യൂ സീറോ എൻ സ്ക്വയർ ഐ എ ബൈ എൽ. ഇതാണ് സാധാരണ സ്റ്റെപ്പ്. പിന്നെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതിന് കോയിൽ ഉണ്ടെങ്കിൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എൽ ഐ. ഇതൊരു കോയിലാണല്ലോ. സോ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എൽ ഐ. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് നമ്മൾ രണ്ട് കമ്പയർ ചെയ്യും, കാരണം ഇതും ഫ്ലക്സ് ആണ്, ഇതും ഫ്ലക്സ് ആണ്. സോ എൽ ഐ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ സ്ക്വയർ ഐ എ ബൈ എൽ. അപ്പോൾ ഐ കട്ട് ചെയ്ത് പോയി. സോ എൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ സ്ക്വയർ എ ബൈ എൽ. L is equal to mu 0 n square A by L. This is the self-inductance of the solenoid. This is the self-inductance of the solenoid. ഇതാണ് സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. L is equal to mu 0 n square A by L. ഇനി ചെറിയ ബ്രേക്കാണ്, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. നമുക്കിനി 11:30 സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 11:30 11:30 ഓക്കെ. നെക്സ്റ്റ് സെഷൻ 11:30 സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് L ഈസ് ഈക്വൽ ടു μ0 n² A/L ആണ് അല്ലേ? ഓക്കെ, ഇതൊരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. L ഈസ് ഈക്വൽ ടു സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. നെക്സ്റ്റ് വൺ മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇതിൽ നമ്മൾ രണ്ട് സോളിനോയിഡ് എടുക്കും. മ്യൂച്വൽ ഇൻഡക്ഷൻ രണ്ട് പേര് അല്ലേ? ടു കോയിൽസ്. ഫസ്റ്റ് കോയിൽ, ഇതിലേക്ക് നമ്മളൊരു കറണ്ട് പാസ് ചെയ്യിക്കും. സെക്കൻഡ് കോയിൽ. അപ്പോൾ ഷുവറായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ കോയിലിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിലൊരു ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും. ഷുവറായിട്ട് ഇൻഡ്യൂസ്ഡ് ഡെവലപ്പ് ചെയ്യും. ഇൻഡ്യൂസ്ഡ് കാരണത്തെ ഒപ്പോസ് ചെയ്യും. നമ്മൾ പറഞ്ഞു, അപ്പോൾ ഇൻക്രീസിങ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. സിമിലർലി സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഡിക്രീസിങ് കറണ്ടിനെ അത് ഒപ്പോസ് ചെയ്യും. അപ്പോൾ ആ കോയിലിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുക സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുക. ശരിയാണല്ലോ? അതിൻ്റെ കോയിൽ അതിൽ തന്നെ കറണ്ട് പാസ് ചെയ്ത് അതിനെ ഇൻഡ്യൂസ്ഡ് ഒപ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇത് നമ്മൾ അതിനടുത്ത് തൊട്ടടുത്ത് മറ്റൊരു കോയിൽ കൊണ്ടുവച്ചു, അല്ലെങ്കിൽ കോയാക്സിലായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചു. തൊട്ടടുത്ത് മറ്റൊരു കോയിൽ കൊണ്ടുവച്ചപ്പോൾ ഷുവറായിട്ടും ഇതിലേക്കും എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഫ്ലക്സ് ഉണ്ടാക്കും. അപ്പോൾ ഇതിലും എന്തുണ്ടാക്കും? ഒരു ഫ്ലക്സ് ലിങ്ക് ചെയ്യും. ആ ഫ്ലക്സ് എന്ത് ചെയ്യും? ആ ഇൻക്രീസിങ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ കോയിലിൽ കറണ്ട് പാസ് ചെയ്യുമ്പം രണ്ടാമത്തെ കോയിൽ ഒരു ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് കേസായിട്ട് പറയാം. ഒന്ന്, ഫസ്റ്റ് കോയിലിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോയിൽ തന്നെ ഒരു ഫ്ലക്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോയിൽ തന്നെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അതിന് നമ്മൾ IP എന്ന് പറയാം, പ്രൈമറി കോയിൽ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ പ്രൈമറി കോയിൽ തന്നെ ഒരു ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിലൊരു ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ദാറ്റ് IP ഈസ് ഈക്വൽ ടു L∅P ആണ്. അതിൽ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയും. അതൊരു പോയിന്റ്. ഇനി ഞാൻ അതിനടുത്ത തൊട്ടൊരു കോയിൽ കൊണ്ട് വെച്ചാൽ, പ്രൈമറി കോയിലിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ ഒരു ഫ്ലക്സ് ഉണ്ടാവും. കറണ്ട് പാസ് ചെയ്യുന്നത് പ്രൈമറിയിലാണ് ബാറ്ററി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറിയിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ പറയും ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു MIP. ദാറ്റ് ഈസ് കോൾഡ് M∅S. ദാറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ പ്രൈമറിയിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള കോൺസ്റ്റന്റ് നമ്മൾ പറയും മ്യൂച്വൽ ഇൻഡക്ഷൻ. പ്രൈമറിയിലെ കറണ്ട്, പ്രൈമറി ഫ്ലക്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു L∅P. ഇതും P ആണ്, ഇത് P ആണ്. പ്രൈമറി കറണ്ട് സെക്കൻഡറി ഫ്ലക്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ IP proportional to ∅S, then IP is equal to M∅S, where M is called coefficient of mutual induction. M is called coefficient of mutual induction. M in എന്ത് പറയും? Coefficient of mutual induction എന്ന് പറയും. M is called coefficient of mutual induction. ∅P is equal to M∅S, where M is called coefficient of mutual induction. Okay, ഇതാണ് പോയിന്റ്. നെക്സ്റ്റ് വൺ, ഇൻഡ്യൂസ്ഡ് EMF ഇൻ സെക്കൻഡറി. നമ്മൾ പറയുന്നത് സെക്കൻഡറിയെ കുറിച്ച് പറയുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പറയാം. പ്രൈമറിയെ കുറിച്ച് പറയുമ്പോൾ സെൽഫ് ഇൻഡക്ഷൻ തന്നെയാണ്. പ്രൈമറി നമ്മൾ നേരത്തെ പഠിച്ചാണ്. പ്രൈമറിനെ കുറിച്ച് പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ ആണ്. നമ്മളിപ്പം പറയുന്നത് സെക്കൻഡറിനെ കുറിച്ചിട്ടാണ്. സോ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദി സെക്കൻഡറി കോയിൽ ഈസ് ഈക്വൽ ടു -d∅/dt. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -d∅/dt ആണ്. സോ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -d ഓഫ് mdi/dt. തിരിഞ്ഞു പോയി കേട്ടോ. സോറി, ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ തലരിഞ്ഞു പോയി പറഞ്ഞത്. ഒന്നുകൂടെ പറയുന്നു. പ്രൈമറിയിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ പ്രൈമറിയിലും ഫ്ലക്സ് ലിങ്ക് ചെയ്യും, സെക്കൻഡറിയിലും ഫ്ലക്സ് ലിങ്ക് ചെയ്യും. പ്രൈമറിയിൽ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്ന IP, സെക്കൻഡറി ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്ന ∅S. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ
ഫ്ലക്സ് ഇൻ പ്രൈമറിയിൽ കറണ്ട് പാസ് ചെയ്യുന്ന ഐ പി. സോ 5P is equal to LIP. അറിയിഞ്ഞു അതിന് ഞാൻ ഇവിടെ എല്ലാം ഇട്ടു. 5P is equal to LIP. പ്രൈമറി. ഇനി ഞാൻ പറയുന്നു സെക്കൻഡറിയിലെ ഫ്ലക്സിനെ കുറിച്ചാണ് പറയുന്നെങ്കിൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡറി is equal to MIP. അപ്പോൾ പ്രൈമറിയിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സെക്കൻഡറിയിലെ ഫ്ലക്സ് ഉണ്ടാക്കുന്നെങ്കിൽ 5S is equal to MIP. പ്രൈമറി കുറിച്ച് തന്നെ പറയുന്നെങ്കിൽ അത് L ആണ്. 5P is equal to LIP. ഇത് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇതിലാണ് ലിങ്ക് ചെയ്യുന്നത്, സെക്കൻഡറിയിലെ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നു. ഇതിൽ പാസ് ചെയ്യുമ്പോൾ പ്രൈമറിയിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നു. സോ 5S is equal to MIP. 5S is equal to MIP, where M is called coefficient of mutual induction. M is called coefficient of mutual induction. 5S is equal to MIP, where M is called coefficient of mutual induction. ഇതിനെ പറയുക coefficient of mutual induction. 5S is equal to MIP. Next one, induced EMF in the secondary. Induced EMF നമ്മൾ പറഞ്ഞു minus d∅/dt. Induced EMF is equal to minus d∅/dt. That is, induced EMF in secondary is equal to minus d of mi/dt. That is, induced EMF in the secondary is equal to minus m di/dt. Minus m di/dt. In secondary is equal to minus m di/dt. ഇതാണ് 3 പോയിന്റ്. ഓക്കെ, അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ്റെ ഓർമ്മയുണ്ടാവും. 2 പോയിന്റ് ഇത്രയും പഠിക്കാനുള്ളൂ. സെൽഫ് ഇൻഡക്ഷൻ്റെ കേസിൽ 5 is equal to LI. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ കേസിൽ 5 is equal to MI. ശ്രദ്ധിക്കേണ്ട കാര്യം, കറണ്ട് പ്രൈമറിയിലാണെങ്കിൽ ഫ്ലക്സ് സെക്കൻഡറിയിലായിരിക്കണം. 5 is equal to MIP. ഇവിടെ പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF is equal to minus L di/dt ആണ്. ഹിയർ ഇൻഡ്യൂസ്ഡ് EMF is equal to minus m di/dt. ഇവിടെ പ്രൈമറിയിലാണ് കറണ്ട്. ഇതാണ് സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. രണ്ടുപേരും യൂണിറ്റ് ഹെൻറി തന്നെയാണ്. എല്ലിൻ്റെ SI യൂണിറ്റ് ഹെൻറിയാണ്, എമ്മിൻ്റെ SI യൂണിറ്റും ഹെൻറിയാണ്. ഇതാണ് മറ്റൊരു പോയിന്റ്. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഒരു പോയിന്റ് ഇതാണ്. ഓക്കെ, next one, motional or dynamic induced EMF. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. മോഷണൽ ഓർ ഡൈനാമിക് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡെറിവേഷൻ ആണ്. 2 മെത്തേഡിൽ ചെയ്യുക, എങ്ങനെ വേണം ചെയ്യാം. ഞാനൊരു സിമ്പിളായ മെത്തേഡ് മാത്രം പറയാം. അപ്പോൾ ഇതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതിലേക്കൊരു റെക്ടാങ്കുലർ കോയിൽ എൻ്റർ ചെയ്യുന്നു. A rectangular coil of length L. റെക്ടാങ്കുലർ കോയിൽ ലീവ് ചെയ്തു. അത് ഈ റെക്ടാങ്കുലർ കോയിൽ ഇവിടെ ഉണ്ടായിരുന്നത്, ഇതിനകത്താണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ലെങ്ത് L ആണ്. L ലെങ്ത്തുള്ള ഒരു റെക്ടാങ്കുലർ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിനകത്തുണ്ട്. ആഫ്റ്റർ ഡെൽറ്റ ടി സെക്കൻഡിൽ അല്ലെങ്കിൽ എൻട്രി എന്ന് പറയാം, കുറച്ചും കൂടി എളുപ്പം എൻട്രി ചെയ്യുന്നതാണ്. ഓക്കെ, എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എളുപ്പമുള്ളൊരു വഴി പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതൊരു റെക്ടാങ്കുലർ കോയിൽ, ഇതിൻ്റെ ലെങ്ത് L ആണ്. അത് ഇത് മാഗ്നറ്റിക് ഫീൽഡിന് പുറത്താണുള്ളത്, കുറച്ചും കൂടി എളുപ്പം എൻട്രി എന്ന് പറയുന്നതാണ്. ആഫ്റ്റർ ടി സെക്കൻഡ് ഇത്രയും ഭാഗം എൻട്രി ചെയ്യപ്പെട്ടു.
ഒരു ഡെൽറ്റ എക്സ് പാർട്ട് എൻ്റർ ചെയ്തു. ഡെൽറ്റ ടി സെക്കൻഡിൽ ഡെൽറ്റ എക്സ് പാർട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ അത്രയും പാർട്ട് ഫ്ലക്സ് കിട്ടും. ശരി, ആദ്യം ഫ്ലക്സ് എന്തായിരുന്നു? 0 ആണ്, കാരണം ഇത് എൻ്റർ ചെയ്യുന്നില്ല. ഇത്രയും ഭാഗം എൻ്റർ ചെയ്യപ്പെട്ട ഫ്ലക്സ് കിട്ടി. ഫസ്റ്റ് കേസിൽ ഫ്ലക്സ് എന്തായിരുന്നു? 0 ആയിരുന്നു. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 0 ആണ്, 5 പിന്നീട് എൻ്റർ ചെയ്യപ്പെട്ടപ്പോൾ 5 അതിന് ഫ്ലക്സ് കിട്ടുന്നു. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ബി എ, കാരണം നോർമലായിട്ടാണ് പാസ് ചെയ്യുന്നത്. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ കോസ് 0 ആണ്, കാരണം നോർമൽ ബി എ കോസ് 0. ഇങ്ങനെ മാഗ്നെറ്റിക് ഫീൽഡ് നോർമലായിട്ട് ഇൻ ഡയറക്ഷനാണ് ഉള്ളത്. സോ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ. എത്ര ഏരിയയിലാണ് ഫ്ലക്സ് കിട്ടുന്നത്? ഇത്രയും ഏരിയയിലാണ് ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലെങ്ത് എൽ ആണ്, ഇത് ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ ലിങ്ക് ചെയ്യുന്ന ഏരിയ മനസ്സിലായി. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എൽ ഡെൽറ്റ എക്സ്. ആ ഏരിയ എൽ ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ അതിലുണ്ടാകുന്ന ഇപ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്സ് എൽ ഡെൽറ്റ എക്സ് ആണ്. സോ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? ബി എൽ ഡെൽറ്റ എക്സ് മൈനസ് 0. ആഫ്റ്റർ ഡെൽറ്റ ടി സെക്കൻഡ്, change in flux is equal to BL delta x minus 0. That is equal to BL delta x. Change in flux is equal to BL delta x. So induced EMF is equal to നമ്മൾ പഠിച്ചിട്ടുണ്ട് d phi by dt അല്ലെങ്കിൽ delta phi by delta t. Induced EMF is equal to minus delta phi by delta t. That is induced EMF is equal to minus BL delta x by delta t. Delta phi ഇതാണ് BL delta x. BL delta x by delta t. നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ഈസ് വെലോസിറ്റി. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, ഡിസ്റ്റൻസ് ബൈ ടൈം ഈസ് വെലോസിറ്റി. സോ ഇൻഡ്യൂസ്ഡ് EMF is equal to minus BLV. Change in distance by change in time. BLV. Induced EMF is equal to BLV. This EMF is called motional or dynamic induced EMF. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നു, ഒരു റെക്ടാങ്കുലർ കോയിൽ മൂവ് ടുവേർഡ്സ് എ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് പാസിംഗ് നോർമൽ ടു ദി പ്ലെയിൻ. അപ്പോൾ ഇങ്ങനെയുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് കേസ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ ഈസ് ഈക്വൽ ടു 0. ഈ റെക്ടാങ്കുലർ കോയിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് 0 ആണ്. പിന്നീട് ഡെൽറ്റ എക്സ് പാർട്ട് എൻ്റർ ചെയ്തു. ആഫ്റ്റർ ഡെൽറ്റ ടി സെക്കൻഡ് ഡെൽറ്റ എക്സ് പാർട്ട് എൻറ്റേഴ്സ് ത്രൂ ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ ഡെൽറ്റ ടി സെക്കൻഡിൽ ഡെൽറ്റ എക്സ് പാർട്ട് എൻ്റർ ചെയ്യപ്പെട്ടു. സോ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ, ബി എൽ ഡെൽറ്റ എക്സ്. കാരണം ഇത്രയും ഏരിയയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഏരിയ മനസ്സിലായി എൽ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. സോ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എൽ ഡെൽറ്റ എക്സ്. Flux is equal to BL delta x. So after delta t second, change in flux is equal to എന്താണ്? Change in flux പറഞ്ഞാൽ ഇതിൽ ഇത് മൈനസ് ചെയ്യണം. Change in flux is equal to BL delta x minus 0, that is BL delta x. So induced EMF is equal to minus delta phi by delta t, minus d phi by dt or minus delta phi by delta t. So induced EMF is equal to minus BL delta x by delta t. So induced EMF is equal to minus BLV. So here induced EMF is equal to minus BLV. This induced EMF is equal to motional or dynamic induced EMF, that is equal to BLV. ഇതാണ് ഒരു പോയിന്റ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇത് ചോദിക്കാറുണ്ട് പലപ്പോഴും പല പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മോഷണൽ ഓർ ഡൈനാമിക് ഇൻഡ്യൂസ്ഡ് EMF എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക, രണ്ട് ഫിഗർ കൊടുക്കുക. ചേഞ്ച് ഇൻ ഫ്ലക്സ് BL delta x. That is so after delta t second, change in flux is equal to BL delta x. Induced EMF is equal to minus delta phi by dt. That is equal to minus BL delta x by delta t. That is equal to minus BLV. That EMF is called motional or dynamic induced EMF. Next point, force required to hold a conductor in uniform magnetic field. Force required to hold a conductor in uniform magnetic field. ഒരു കണ്ടക്ടർ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്. കറണ്ട് കാര്യം കണ്ടക്ടർ, കണ്ടക്ടർ മൂവ്സ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ്. Then force required to hold the magnetic field in uniform magnetic field. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു BIL. നോർമൽ ആണെങ്കിൽ BIL സൈൻ തീറ്റ, BIL നോർമൽ ആണ് BIL സൈൻ തീറ്റ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ടിൽ എഫ് ഈസ് ഈക്വൽ ടു BIL. ഇവിടെ I എന്ന് പറഞ്ഞ ഇൻഡ്യൂസ്ഡ് EMF ആണ്. സോ എഫ് ഈസ് ഈക്വൽ ടു BI ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്. സോറി, I is ഇൻഡ്യൂസ്ഡ് കറണ്ട് BIL. I is equal to E by R into L. BELR induced EMF is equal to induced EMF. Induced EMF നമ്മൾ ഇപ്പോൾ പറഞ്ഞു BLV. റോഡ് മൂവ്മെന്റ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF BLV ആണ്.
So force is equal to B into BLV by R into L. That is equal to B square L square V by R. B square L square V by L. F is equal to B square L square V by R. Force is equal to B square L square V by R. Force is equal to BIL. That is equal to BIL. Induced EMF I is equal to E by R. B into E by R into L. So F is equal to B into BLV by R into L. That is equal to B square L square V by R. That is force required to hold the conductor in uniform magnetic field. F is equal to B square L square V by R. പിന്നെ നേരത്തെ പറഞ്ഞത് ഇൻഡ്യൂസ്ഡ് എം ഓഫ് മോഷണൽ റോഡ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് എം ഓഫ് BLV ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. BLV. സോ ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് എഫക്ട് ഓഫ് കറണ്ടിൽ BIL. I E by R. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് E by R. ഇൻഡ്യൂസ്ഡ് എം ഓഫ് ബൈ R. വോൾട്ടേജ് ബൈ R. ഈ നമ്മളിപ്പോൾ പറഞ്ഞു BLV by R. സോ B square L square V by R ആണ് ഫോഴ്സ് ഉണ്ടാക്കുന്നത്. ഇതാണ് അടുത്തൊരു പോയിന്റ്. ഓക്കെ, അപ്പോൾ അതുണ്ടാക്കുന്ന പവർ എന്താണെന്ന് പറയാം. വാട്ട് ഈസ് പവർ? പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. സോ പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ഫോഴ്സ് നമ്മളിവിടെ പറഞ്ഞു B square L square V by R ഇൻറ്റു V. സോ പവർ ഈസ് ഈക്വൽ ടു B square L square V square by R. പവർ ഈസ് ഈക്വൽ ടു B square L square V square by R. പവർ ഈസ് ഈക്വൽ ടു B square L square V square by R. ഇതാണ് അതിലുണ്ടാക്കുന്ന പവർ. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് എന്താന്ന് പറഞ്ഞു, മോഷണൽ ഇൻഡ്യൂസ്ഡ് എം ഓഫ് BLV, then force required to hold the conductor in magnetic field B square L square V by R. Power is equal to B square L square V square by R. അടുത്ത പോയിന്റ് പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ എന്താണെന്നുള്ളതാണ്. Principle of AC generator is the electromagnetic induction. But the principle of AC generator is the principle of electromagnetic induction. ഇപ്പം എന്താണ് നോക്കുക, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ എന്താ മനസ്സിലായി? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ. ഇപ്പോൾ വളരെ സിമ്പിളായ സ്ട്രക്ചർ മാത്രമേ നമുക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എ കറണ്ട് ക്യാരിങ് എ റെക്ടാങ്കുലർ ലൂപ്പ് റൊട്ടേറ്റ്സ് ടു എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF. റെക്ടാങ്കുലർ ലൂപ്പ്, എനി ലൂപ്പ്, ഒരു ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും. ദാറ്റ്സ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ. എന്താണ് പറഞ്ഞത്? റെക്ടാങ്കുലർ ലൂപ്പ് റൊട്ടേറ്റ്സ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ്, റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു, റൊട്ടേറ്റ്സ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF. ആ EMF ആണ്, ആ വോൾട്ടേജ് ആണ് നമ്മൾ AC ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. അതാണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒരു മാഗ്നറ്റ് ഉണ്ട് ഇവിടെ, നോർത്ത് പോൾ സൗത്ത് പോൾ, ഷുവറായിട്ട് ഇതിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ ഞാനൊരു റെക്ടാങ്കുലർ ലൂപ്പ് വെക്കും. റെക്ടാങ്കുലർ ലൂപ്പ്. ഈ റെക്ടാങ്കുലർ ലൂപ്പ് ഈ മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു യൂണിഫോം ആംഗുലാർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇത് യൂണിഫോം ആംഗുലാർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. ദിസ് റെക്ടാങ്കുലർ ലൂപ്പ് റൊട്ടേറ്റ്സ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇതിന് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. കാരണം എന്താണ്? ഈ റെക്ടാങ്കുലർ ലൂപ്പ് ഇതിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. റെക്ടാങ്കുലർ ലൂപ്പിന് ഈ റെക്ടാങ്കുലർ ലൂപ്പിൽ n ടേൺസ് ഉണ്ട്. n ടേൺസ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷുവറായിട്ട് ഇതിന് ഫ്ലക്സിന് ഓരോ നിമിഷം ചേഞ്ച് സംഭവിക്കും അല്ലേ? രണ്ടാമത്തെ ബോഡിക്ക് ഞാൻ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഇപ്പോൾ രണ്ടാമത്തെ ബോഡിക്ക് എന്ത് കിട്ടും? ഫ്ലക്സ് കിട്ടും. അപ്പോൾ ഫ്ലക്സ് ഇത് റൊട്ടേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഫ്ലക്സ് ചെയ്യുമ്പോൾ എന്തുണ്ട്? ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. ഇൻഡ്യൂസ്ഡ് EMF ഫിസിക്കൽ ടു -d∅/dt ആണ്. But the coil has n turns, therefore induced EMF is equal to -n d∅/dt.
ഇൻഡ്യൂസ്ഡ് EMF is equal to minus n d phi by dt. അപ്പോൾ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF മനസ്സിലായി minus n d phi by dt ആണ്. What is phi? ഇപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഒരു ആംഗിൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ ചേഞ്ച് ചെയ്യുന്നു. ഫ്ലക്സ് ഈസ് ഈക്വൽ നമ്മൾ പഠിച്ചിരുന്നു, ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ. So induced EMF is equal to minus n d of BA cos theta by dt. ഇപ്പോൾ നമ്മൾക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടി, ആംഗുലാർ സ്പീഡ് ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടി, ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി. Therefore induced EMF is equal to minus n d of BA cos omega t by dt. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് EMF ആണ് AC ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആംഗിൾ ഓരോ നിമിഷം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. സോ ഇൻഡ്യൂസ്ഡ് EMF is equal to minus d phi by dt. But the coil has n turns. So induced EMF is equal to minus n d phi by dt. What is flux? BA cos theta. What is theta is equal to omega t. So flux is equal to BA cos omega t. Theta is equal to omega t. Flux is equal to BA cos omega t. Therefore, induced EMF is equal to minus n d phi by dt. That is equal to minus n d of BA cos omega t by dt. ഇപ്പോൾ ബി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഏരിയ കോൺസ്റ്റന്റ് അത് പുറത്തെടുക്കുന്നു. ഞാൻ അടുത്ത സ്റ്റെപ്പ് ഇവിടെ എഴുതാം, ഈസ് ഈക്വൽ ടു മൈനസ് എൻ ബി എ ഡി ഓഫ് cos omega t by dt. Minus NBA d of cos omega t by dt. So cos omega t differentiation നിങ്ങൾക്കറിയാം. What is differentiation of cos omega t? Minus omega sin omega t. ശരിയല്ലേ? ടി ആണ് വേരിയബിൾ, കോസിനകത്ത് ഒരു ഒമേഗ കോൺസ്റ്റന്റ് ഉണ്ട്, അത് കുടിക്കേണ്ട, അപ്പോൾ അത് അകത്തും വേണം പുറത്തും വേണം. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായി. ഈസ് ഈക്വൽ ടു മൈനസ് എൻ ബി എ, ടി ആണ് വേരിയബിൾ, ഒമേഗ കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ ഒമേഗ പുറത്തേക്ക് എടുത്തു, മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി, മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി. കോസിന്റെ ഡിഫറൻസിയേഷൻ മൈനസ് സൈൻ ആണ്. ഒമേഗ കോൺസ്റ്റന്റ് അകത്തേക്ക് വന്നു, പുറത്തേക്ക് വന്നു, മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി. മൈനസ് ഓ മൈനസ് പ്ലസ് ഐ. സോ ഇൻഡ്യൂസ്ഡ് EMF is equal to NBA ഒമേഗ സൈൻ ഒമേഗ ടി. Induced EMF is equal to NBA sin omega t omega t. NBA omega sin omega t. Induced EMF is equal to NBA omega sin omega t. ഇതാണ് ഒരു ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. ദിസ് വോൾട്ടേജ് ഇസ് കോൾഡ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. കാരണം സൈൻ ആണ്, ഓരോ പോയിന്റിൽ എന്ത് ചെയ്യും, സൈൻ തീറ്റ വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, സൈൻ ഒമേഗ ടി. അതിവിടെ എന്താ 0 ആയിരിക്കും, ഇത് റൊട്ടേറ്റ് മാക്സിമം, സൈൻ 90 മാക്സിമം, സൈൻ 0 സൈൻ 180 0, സൈൻ 270 മൈനസ് മാക്സിമം, സൈൻ 180 360 വീണ്ടും എന്തോ മിനിമം. ഞാൻ പറയാം, അവിടെ നിൽക്കട്ടെ. സോ ഇൻഡ്യൂസ്ഡ് EMF is equal to NBA ഒമേഗ സൈൻ ഒമേഗ ടി. ഇതാണ് AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്ന EMF മനസ്സിലായി, NBA ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ആദ്യം കോയിൽ ഇവിടെയാണുള്ളത്, അപ്പോൾ അതിൻ്റെ ആംഗിൾ 0 ആണ്, സൈൻ 0 0, ഇൻഡ്യൂസ്ഡ് EMF is equal to 0 ആണ്. ഇനി കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആവും. 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ 91, അപ്പോൾ സൈൻ 91 ആകുമ്പോൾ മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF NBA ഒമേഗയായി മാറും. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആവും. 180 ഡിഗ്രി ആകുമ്പോൾ വീണ്ടും സൈൻ 180 is equal to 0, സൈൻ 0 0. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് 270 ആയി മാറും. 270 ആവും, സൈൻ 270 മൈനസ് 1 ആവും, അപ്പോൾ മൈനസ് NBA ഒമേഗയായി മാറും. വീണ്ടും റൊട്ടേറ്റ് 360 ആവും, അപ്പോൾ 0. അപ്പോൾ റൊട്ടേഷനിൽ എന്താവും, ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലായി. ആദ്യം സൈൻ 0 0, ഇത് 0 ഡിഗ്രിയിൽ, പിന്നീട് ഇത് മാക്സിമം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാക്സിമായി, പിന്നെ 0 ആയി, പിന്നെ മൈനസ് മാക്സിമായി വരും. ആ മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF ആയിരിക്കും NBA ഒമേഗ. മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF NBA ഒമേഗ. ഓക്കെ, ഈ ആംഗിൾ 0, ഈ ആംഗിൾ π/2, ഈ ആംഗിൾ π, ഈ ആംഗിൾ 3π/2, ഈ ആംഗിൾ 2π. സോ മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF is equal, അടുത്ത പോയിന്റ്,
maximum induced EMF is equal to maximum induced EMF is equal to NBA omega. Maximum induced EMF is equal to NBA omega. Maximum induced EMF is equal to NBA omega. That is the point. Okay. But then ഒന്നുകൂടെ പറയുന്നു, induced EMF is equal to minus d phi by dt, but the coil has n turns, minus d phi by dt, but flux is equal to നമ്മൾ പഠിച്ചിരുന്നു BA cos theta, theta is equal to omega t, BA cos omega t, so induced EMF is equal to minus n d phi by dt, that is minus n d of BA cos omega t by dt. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസിൻ്റെ ഡിഫറൻസിയേഷൻ സൈൻ ആണ്, ഒമേഗ കോൺസ്റ്റന്റ് അത് അകത്തേക്കും പുറത്തേക്കും വരും, ഒമേഗ അകത്തുണ്ടോ പുറത്തുണ്ടാവും, ദാറ്റ് ഈസ് minus NBA omega sin omega t, cos omega t differentiation minus omega sin omega t, so minus minus plus I, so induced EMF is equal to NBA omega sin omega t, where NBA omega is the maximum induced EMF, therefore E is equal to E max sin omega t. That's the point. This is the working principle of AC generator. That's the AC generator point. AC generator joel E points note here. Okay. Next one, eddy current ആണ്. എഡി കറണ്ട്, ഇത് ആദ്യം ഫോക്കസ് ചെയ്യലിൽ പറഞ്ഞൊരു പോയിന്റാണ് എഡി കറണ്ട്. ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. The circulating current produced itself by the metallic body due to change in flux is called eddy current. Circulating current produced in a metallic body due to changing flux is called eddy current. Circulating current produced itself by the metallic body due to changing flux is called eddy current. That's eddy current definition. And applications പഠിക്കണം. ഒന്ന് electromagnetic braking, induction furnace, electromagnetic damping, etc. These are the applications of eddy current. On the induction furnace, electromagnetic braking, and induction cooker, etc. That is the applications of eddy current. ഇതാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ മെയിൻ പോയിന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ്, പരീക്ഷ എക്സാമിനേഷൻ വരാൻ ചാൻസ് ഉള്ള വളരെ സാധ്യതയുള്ള പോയിന്റ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ പോയിന്റ്സ് ഒക്കെ പറഞ്ഞിരുന്നു. ഒന്ന് ഫ്ലക്സ് ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ്. സെക്കൻഡ് വൺ ഫാരഡേസ് എക്സ്പെരിമെൻറ്റ്. തേർഡ് വൺ ഫാരഡേസ് ലോ. നെക്സ്റ്റ് വൺ ലെൻസസ് ലോ, അതിൻ്റെ ഡയറക്ഷൻ. നെക്സ്റ്റ് വൺ കോയിൽ സെൽഫ് ഇൻഡക്ഷൻ. നെക്സ്റ്റ് വൺ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി സോളിനോയിഡ്. Next one mutual induction and the coil mutual induction. Third one motional or dynamic induced EMF. Period of force F is equal to B square L square V by R. Power B square L square V square by R. Next one eddy current. Next one working principle of AC generator. Working principle of AC generator. ഇത്രയാണ് ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ്. അടുത്ത ചാപ്റ്റർ alternating current. AC. അപ്പോൾ നമ്മളിപ്പോൾ എ സി ജനറേറ്ററിൽ പറഞ്ഞിരുന്നു, എ സി ജനറേറ്റർ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ആ വോൾട്ടേജ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആ വോൾട്ടേജ് നമ്മൾ പറഞ്ഞിരുന്നു, ദാറ്റ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു NBA ഒമേഗ സൈൻ ഒമേഗ ടി. NBA ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. ദിസ് ഈസ് ദ മാക്സിമം വോൾട്ടേജ്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഈ നിലയിൽ നമ്മൾ വി എന്ന് പറയും. വി ഈസ് ഈക്വൽ ടു V0 sin omega t or Vmax by sin omega t, where V0 is equal to NBA omega. Maximum voltage is equal to NBA omega. So this is voltage is called alternating voltage or instantaneous voltage or alternating voltage. V is equal to V0 sin omega t. The voltage
V is equal to V0 sin omega t. ഇതാണ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ ഇൻസ്റ്റന്റിന് ഓരോ ഇൻസ്റ്റന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ജനറേറ്റർ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് V0 sin omega t. ഓക്കെ, അപ്പോൾ ജനറേറ്റർ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് സൈൻ ഒമേഗ ടി ഓരോ പോയിന്റിലും എന്ത് ചെയ്യുന്നത് വോൾട്ടേജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മാക്സിമം വോൾട്ടേജ് ആണ് V0 0 π/2 π 3 π/2 2 π. ഇതാണ് ഒരു പോയിന്റ്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു V0 sin omega t. ഒരു ക്വസ്റ്റ്യൻ. സെക്കൻഡ് പോയിന്റ് ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ആവറേജ് വാല്യൂ ഇതിന്റെ ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമേ പഠിക്കാനുള്ളൂ, ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. ആവറേജ് വാല്യൂ ഓഫ് AC ഫോർ ഫുൾ സൈക്കിൾ. നമ്മളിവിടെ KCB സപ്ലൈ ചെയ്യുന്നത് 220 വോൾട്ട് 50 ഹെർട്സ് ആണ്. നമുക്ക് 50 ഹെർട്സ് ആണ്. ഒരു സെക്കൻഡിൽ 50 ടൈംസ് കോയിൽ റൊട്ടേറ്റ്, ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യും ഒരു സെക്കൻഡിൽ. അപ്പോൾ 50 ഹെർട്സ് ആണ് തരുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ 50 വേവ്സ് ഫോം ചെയ്യും. 1 2 3 4 5 അങ്ങനെ 50 കംപ്ലീറ്റ് സൈക്കിൾ ഉണ്ടാവും ഒരു റൊട്ടേഷൻ. അപ്പോൾ 50 ടൈംസ് അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡിൽ. അപ്പോൾ നമ്മൾ KCB സപ്ലൈ ചെയ്യുന്നതാണ് 220 വോൾട്ട് 50 ഹെർട്സ് ആണ്. നമ്മളെ വീടുകളുടെ ആവശ്യത്തിന് വേണ്ടി സപ്ലൈ ചെയ്യുന്നത് 220 വോൾട്ട് 50 ഹെർട്സ് ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ഒരു സെക്കൻഡിൽ 50 ടൈംസ് വേവ്സ് ഫോം ചെയ്യും, 50 സൈക്കിൾസ്. അപ്പോൾ ഇവിടെ ഒരു ഫുൾ സൈക്കിളാണ് ഇപ്പോൾ വരും. അപ്പോൾ നമ്മളെ വീടുകളിൽ ഒരു AC ഒരു നമ്മളെ വീട്ടിലെ ഫാനിലായാലും ബൾബിലായാലും ഇതിലേക്കായാലും 50 ടൈംസ് ആണ് AC പാസ് ചെയ്യുന്നത് പറയാം. അപ്പോൾ ഒരു ഫുൾ സൈക്കിളിൽ എപ്പോഴും എന്തായിരിക്കും, ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫുൾ സൈക്കിൾ. അങ്ങനെ 50 ഫുൾ സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആവറേജ് വാല്യൂ ഫോർ ഫുൾ സൈക്കിൾ ഓഫ് AC ഈസ് ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് ഒരു പ്ലസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൈനസ് ഉണ്ടാവും. അപ്പോൾ പ്ലസ് മൈനസ്, അപ്പോൾ ടോട്ടൽ വാല്യൂ എത്രയായി 0 ആയി. സോ ആവറേജ് വാല്യൂ ഓഫ് AC ഫോർ ഫുൾ സൈക്കിൾ ഈസ് ഈക്വൽ ടു 0. അതൊരു വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പോയിന്റ് മനസ്സിലായി, ജനറേറ്റർ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് V0 sin omega t. ജനറേറ്റർ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് V0 sin omega t, that is instantaneous voltage or alternating voltage. V is equal to V0 sin omega t. For full cycle of AC, that is equal to 0. Next one. Average value of AC for half cycle. Just by heart now, I average for half cycle is equal to 2I0 by pi and V average is equal to 2V0 by pi. Average value for half cycle 2I0 by pi. Average value for full half cycle V average is equal to V0 by pi. Full cycle ഞാൻ പറഞ്ഞു 0 ആണ്. For full cycle I average is equal to 0 and V average is equal to 0. ഇതാണ് ഒരു പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് RMS വാല്യൂ. RMS വാല്യൂ അത് ബൈ ഹാർട്ട് ചെയ്യോ. VRMS ഈസ് ഈക്വൽ ടു V0 by root 2 and IRMS ഈസ് ഈക്വൽ ടു I0 by root. അപ്പോൾ നമ്മൾ വീടുകളിലെ ബൾബിലേക്കും ഫാനിലേക്കും പാസ് ചെയ്യുന്നത് എന്താണ്, ജനറേറ്റർ ഡെവലപ്പ് ചെയ്യുന്ന എന്താണ്, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്. ജനറേറ്റർ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്, V0 sin omega t ആണ്. അത് കറണ്ട് റെസിസ്റ്റൻസിൽ കറണ്ട് റീഡ് ചെയ്യുന്നത് I0 sin omega t ആണ്. നമ്മളിപ്പോൾ പറയും I0 sin omega t ആണ്. അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് V0 sin omega t ആണ്. അപ്പോൾ അത് പവറിന് വേണ്ടി അല്ലെങ്കിൽ എനർജിക്ക് വേണ്ടി അതിൽ നിന്ന് റീഡ് ചെയ്യുന്നത് RMS വാല്യൂ ആണ്. അപ്പോൾ അത് ഫാൻ ഒരു കൈനറ്റിക് എനർജി തരണം, ബൾബ് ലൈറ്റ് തരണം. അപ്പോൾ അത് പവറിന് വേണ്ടി റീഡ് ചെയ്യുന്നത്
അതിൽ നിന്ന് റീഡ് ചെയ്യുന്നത് RMS വാല്യൂ ആണ്. അല്ലെങ്കിൽ ഓരോ നിമിഷം അത് ചേഞ്ച് ചെയ്യുന്നില്ല, RMS വാല്യൂ ഒരു കോൺസ്റ്റന്റ് വാല്യൂ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ബൾബ്, ഫാൻ, എക്സെട്ര, AC മെയിൻ റീഡ്സ് RMS വാല്യൂ. അതൊക്കെ റീഡ് ചെയ്യുന്നത് RMS വാല്യൂ ആണ്. വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുന്നത് RMS വാല്യൂ ആണ്. വോൾട്ട് മീറ്റർ റീഡ്സ് RMS വാല്യൂ. ഇപ്പോൾ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ബൾബ്, ഫാൻ, എക്സെട്ര, AC മെയിൻ റീഡ്സ് RMS വാല്യൂ. സോ RMS വാല്യൂ is equal to VRMS is equal to V0 by root 2 and IRMS is equal to I0 by root 2. 1 by root 2 വാല്യൂ നിങ്ങൾക്കറിയാം 0.707 ആണ്. So 0.707 V0 and here 0.707 I0. So VRMS is equal to V0 by root 2 and IRMS is equal to I0 by root 2, that's equal to 0.707 I0. ഇപ്പോൾ 3 പോയിന്റ്സാണ് പറഞ്ഞത്. ഒന്ന് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് V is equal to V0 sin omega t. And instantaneous current I is equal to I0 sin omega t. Average value for full cycle of AC is equal to 0. അത് ആവറേജ് വാല്യൂ കറണ്ട് ആവട്ടെ വോൾട്ടേജ് ആവട്ടെ ഫോർ ഫുൾ സൈക്കിൾ 0. ഫോർ ഹാഫ് സൈക്കിൾ V average is equal to 2V0 by pi and for half cycle I average is equal to 2I0 by pi. Next one, RMS value. Bulb, fan, all equipments reads RMS value. Ammeter reads IRMS. Voltmeter reads VRMS. AC voltmeter reads VRMS and AC ammeter reads IRMS. That is equal to V0 by root 2 and IRMS is equal to I0 by root 2. ഇനിയാണ് നമ്മളെ ക്വസ്റ്റ്യൻസ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻസാണ് പറയുക. ഇനി വരുന്നത് ഷുവറായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു 3 ഇലക്ട്രിക്കൽ ഡിവൈസുകളാണുള്ളത്. ഒന്ന് റെസിസ്റ്റർ, ഒന്ന് ഇൻഡക്ടർ, ഒന്ന് കപ്പാസിറ്റർ. ഈ 3 ഡിവൈസിലേക്കും നമ്മൾ എന്ത് ചെയ്തു? DC പാസ് ചെയ്തു. അത് 3 ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് കറണ്ട് എലക്ട്രിസിറ്റിയിലൂടെ പഠിച്ചു, ഒന്ന് കപ്പാസിറ്ററിലൂടെ പഠിച്ചു, ഒന്ന് ഇപ്പോൾ നമ്മൾ കോയിലൂടെ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ഡിവൈസിലേക്കും ഇനി AC പാസ് ചെയ്യും. അപ്പോൾ AC ഒരു വേവാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുന്നത്, നമ്മൾ ഈ ചാപ്റ്ററിൽ ചെക്ക് ചെയ്യുന്നത് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ വോൾട്ടേജിയുടെ വേവാണ്. കറണ്ടും അതേ ഫേസിലാണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഈ 3 ഡിവൈസുകളിൽ. ഇതിലൊക്കെ റെസിസ്റ്ററിലും ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും നമ്മൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് പാസ് ചെയ്യും. ഒരു വേവ് പാസ് ചെയ്യുമ്പോൾ കറണ്ട് എങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്നതാണ്, ചെക്ക് ചെയ്യുന്നതാണ് എങ്ങനെയാണ് ഇതിൽ കറണ്ട് പാസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു റെസിസ്റ്ററിലേക്കാണ്. ഫസ്റ്റ് കേസ്, an alternating voltage applied across a resistor. First question, alternating voltage applied across a resistor. Alternating voltage applied across a resistor. റെസിസ്റ്ററിലേക്ക് എങ്ങനെയാണ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ നമ്മളൊരു റെസിസ്റ്റർ എടുക്കുന്നു, അതിലേക്കൊരു V പാസ് ചെയ്തു. അപ്പോൾ അതിലുള്ള വോൾട്ടേജ്, ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് നമുക്കറിയാം V is equal to V0 sin omega t. റെസിസ്റ്റൻസ് R. അപ്പോൾ ഇതിൽ ഷുവറായിട്ടും ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും 3 ഡിവൈസിന് നമ്മൾ മനസ്സിലെപ്പോഴും ഓർമ്മയുണ്ടാവണം. ഒന്നാമത്തെ ഡിവൈസ് റെസിസ്റ്റർ, അതിൻ്റെ V നിങ്ങൾക്കറിയാം IR. രണ്ടാമത്തെ ഡിവൈസ് കപ്പാസിറ്റർ, അതിൻ്റെ V നിങ്ങൾക്കറിയാം Q/C. മൂന്നാമത്തെ ഡിവൈസ് കോയിൽ, അതിൻ്റെ V അറിയാം, അതിൻ്റെ എമൗണ്ട് LdI/dt ആണ്. മൈനസ് ഉണ്ട്, ഓക്കെ, അതിൻ്റെ എമൗണ്ട് LdI/dt ആണ്. അപ്പോൾ 3 പേര് വോൾട്ടേജ്, 3 ഇലക്ട്രിക്കൽ ഡിവൈസുകളാണ്. ഫസ്റ്റ് വൺ റെസിസ്റ്റർ V is equal to IR, സെക്കൻഡ് വൺ കപ്പാസിറ്റർ V is equal to Q/C, തേർഡ് വൺ ഇൻഡക്ടർ V is equal to LdI/dt. അപ്പോൾ 3 ഡിവൈസുകളുണ്ട്. ഇതെപ്പോഴും ഓർമ്മയുണ്ടാണ് ഈ സാധനം. അതിന് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എന്താണ്, ഒരു AC ആണ് ഇതിലേക്ക് ആദ്യം റെസിസ്റ്ററിലേക്ക് അപ്ലൈ ചെയ്തു. An alternating voltage V is equal to V0 sin omega t applied across a resistor of resistance R. അതാണ് ഫസ്റ്റ് പോയിന്റ്. V is equal to V0 sin omega t applied across a resistor of resistance R. So in resistor V is equal to IR. V is equal to IR. So V എത്രയാണ് നമുക്കറിയാം, V0 sin omega t ആണ് ഇവിടെ. That is equal to IR.
V0 sin omega t, that is equal to IR. V0 sin omega t, that is equal to IR. Okay. ഇപ്പോൾ ഇവിടുത്തെ V0 sin omega t ആണ്. ഞാൻ പറഞ്ഞു എന്താണ് കണ്ടെത്തേണ്ടത്? കറണ്ട് എന്താണെന്ന് കണ്ടെത്തണം. നമ്മൾ ചാപ്റ്റർ എന്താണെന്ന് മനസ്സിലായിട്ടോ? 3 ഇലക്ട്രിക്കൽ ഡിവൈസിലേക്ക് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കറണ്ട്? കറണ്ട് എങ്ങനെയായിരിക്കും? സെയിം ഫേസിലാണോ അല്ലയോ? അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലായി, ഇവിടെ ഡയറക്റ്റ് ഇവിടെ കറണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് കറണ്ട് കണ്ടെത്താൻ പറ്റും. I. ശരിയാണല്ലോ. സോ I is equal to V0 sin omega t by R. I is equal to V0 sin omega t by R. V0 by R എന്താണെന്ന് അറിയാം? I0. V by R IR നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ V0 by R is equal to I0. സോ I0 sin omega t is equal to I. അപ്പോൾ കറണ്ട് നമ്മൾ കണ്ടെത്തി. I is equal to I0 sin omega t. ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മൾ പാസ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. എത്രയാണ്? V is equal to V0 sin omega t. ഇതാണ് നമ്മൾ V. നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് പാസ് ചെയ്യുന്നത് ഏത് ഡിവൈസിലേക്ക്. അപ്പോൾ റെസിസ്റ്റന്റ് V എന്താണെന്ന് അറിയാം? റെസിസ്റ്റന്റ് V IR ആണ്. സോ IR ഈസ് ഈക്വൽ ടു V0 sin omega t. നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? നമ്മൾ ചാപ്റ്ററിൽ I ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് I എന്താണെന്ന് നമ്മൾ ചോദിക്കുക. അപ്പോൾ I കണ്ടെത്തി. I ഈസ് ഈക്വൽ ടു V0 sin omega t by R. സോ V0 by R എന്താണ് മനസ്സിലായി? V0 by R ഈസ് I0. സോ I ഈസ് ഈക്വൽ ടു I0 sin omega t. ഇവിടെ വോൾട്ടേജ് V0 sin omega t ആണ്, കറണ്ടും I0 sin omega. രണ്ടുപേരും സൈൻ ആണ്. ഇപ്പോൾ രണ്ടുപേരും മിനിമത്തിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? സൈൻ എന്ന് പറഞ്ഞാൽ മിനിമത്തിൽ സ്റ്റാർട്ട് ചെയ്യും, കോസ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്റ്റാർട്ട് ചെയ്യും, മിനിമം. അപ്പോൾ ഇതാണ് കറണ്ടിൻ്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ വേവ്സ്. മറ്റേത് എന്താണ്? വോൾട്ടേജ് വേവ്സ്. രണ്ടുപേരും സൈൻ, രണ്ടുപേരും t0 സെക്കൻഡിൽ മിനിമത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. രണ്ടുപേരും ഒരുപോലെ. കറണ്ട് മിനിമവും വോൾട്ടേജ് മിനിമവും, വോൾട്ടേജ് മാക്സിമവും കറണ്ടും മാക്സിമവും. രണ്ടും എമൗണ്ട് ഡിഫറെൻ്റ് ആവാം, പക്ഷേ ഇയാൾ മിനിമവും മറ്റാൾ മിനിമവും. മറ്റാൾ 0-ൽ മറ്റാളും 0 ഉണ്ടാവും, മറ്റാൾ 10 ഉണ്ടാവും, അയാൾ മറ്റാളേതായ മാക്സിമത്തിലുണ്ടാവും. 6-ലാണ് 6-ലുണ്ടാവും. വീണ്ടും ഇയാൾ 0 ആകുന്ന ടൈമിൽ മറ്റാളും 0 ആകുന്ന ടൈമിലാവും. കാരണം എന്നാൽ രണ്ടുപേരും സൈനിലാണുള്ളത്. V0 sin omega t, ഇയാളും I0 sin omega t ആണുള്ളത്. അപ്പോൾ രണ്ടുപേരും സെയിം ഫേസിലാണ്. സോ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. സോ ഇൻ റെസിസ്റ്റർ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു റെസിസ്റ്റർ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. റെസിസ്റ്റർ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. ഇതാണ് 2 പോയിന്റ്. കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണെന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമുണ്ട്. കറണ്ട് വോൾട്ടേജ് സെയിം ഫേസിലാണെങ്കിൽ നമുക്ക് പവർ മാക്സിമം കിട്ടും. അത് അവിടെ നിൽക്കട്ടെ. കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. അപ്പോൾ സെയിം ഫേസിലാണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ചാപ്റ്ററിൽ. ഇപ്പോൾ വോൾട്ടേജ് റെസിസ്റ്ററിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. ഷുവറായിട്ട് അതിൻ്റെ ഫേസ് ഡയഗ്രാമാണ് നമ്മൾ ഡ്രോ ചെയ്യാൻ ചോദിക്കല്. ആംഗിൾ ഡയഗ്രാം അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, ഫേസ് ഡയഗ്രാം. അപ്പോൾ ഫേസ് ഡയഗ്രാം ഡ്രോ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ആംഗിൾ ഡയഗ്രാം ഡ്രോ ചെയ്യുക. കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. ഇതാണ് നമ്മൾ വോൾട്ടേജ്. ആ മാക്സിമം വോൾട്ടേജ് V0 ആണ്. ഷുവറായിട്ട് ഇതായിരിക്കും കറണ്ട്. ഇപ്പോൾ വോൾട്ടേജ് മിനിമമോ കറണ്ടും മിനിമമായി, വോൾട്ടേജ് മാക്സിമം കറണ്ടും മാക്സിമം. ഇതാണ് അതിൻ്റെ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. പിന്നെ സിംബോളിക്കായി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഫേസ് ഡയഗ്രാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാണ് വോൾട്ടേജ് എങ്കിൽ ഇതാണ് കറണ്ട്. ഇങ്ങനെ ഒഴുകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ കാണിക്കുന്നു. കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. ഇതാണ് ഇതിൻ്റെ ഫേസ് ഡയഗ്രാം. ഇതാണ് കൂടുതൽ ചോദിക്കുക. പിന്നെ മീൻ കണ്ടാൽ ഇങ്ങനെ സിമ്പിൾ കണ്ടാൽ ഇങ്ങനെ ഒഴുകുന്നു സെയിം ഫേസിൽ. കറണ്ട് മിനിമം ആകുമ്പോൾ വോൾട്ടേജ് മിനിമം ആകുമ്പോൾ കറണ്ട് മിനിമം ആവുന്നു, വോൾട്ടേജ് മാക്സിമം കറണ്ട് മാക്സിമം ആവുന്നു. അത് ഇവിടെ സിംബോളിക്കായിട്ട് ഇങ്ങനെ കാണിക്കും. ഇതിൻ്റെ മീനിങ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. ഇതാണ് ഇതിൻ്റെ ഫേസ് ഡയഗ്രാം. ഇതാണ് ഇതിൻ്റെ ആംഗിൾ ഡയഗ്രാം. ഇതാണ് റെസിസ്റ്ററിലെ മെയിൻ പോയിന്റ്. അപ്പോൾ റെസിസ്റ്ററിലെ മെയിൻ പോയിന്റ് ഇതാണ്. വോൾട്ടേജ് V0 sin omega t ആണെങ്കിൽ
കറണ്ടും I0 sin omega t ആണ്. സോ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഡിവൈസ് ആണ് ഇൻഡക്ടർ, കോയിൽ. ഇനി അടുത്ത പോയിന്റ്, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ഇൻഡക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഇൻഡക്ടറിലേക്ക് വോൾട്ടേജ് പാസ് ചെയ്താൽ എന്തായിരിക്കുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിന്റെ ഫേസ് ഡയഗ്രാം ചോദിക്കുക, അതിന്റെ ആംഗിൾ ഡയഗ്രാം ചോദിക്കുക. ഓക്കെ, alternating voltage applied. Alternating voltage applied across an inductor. ഒരു ഇൻഡക്ടർ എടുക്കുന്നു, അതിലേക്ക് ഒരു AC പാസ് ചെയ്യും. An inductor of inductance L. ഇൻഡക്ടറിലേക്ക് ഒരു AC പാസ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു V is equal to V0 sin omega t. V0 sin omega t. V is equal to V0 sin omega t. ഞാൻ നേരത്തെ ഓർമ്മയുണ്ടാവും, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്ററിന്റെ വോൾട്ടേജ് V is equal to IR, കപ്പാസിറ്റർ വോൾട്ടേജ് V is equal to Q by C, ഇൻഡക്ടറിന്റെ വോൾട്ടേജ് V is equal to L di by dt. മൈനസ് L di by dt അതിന്റെ എമൗണ്ട് L di by dt ആണ്. സോ ഹിയർ V is equal to എത്രയാണ്? L di by dt ആണ്. L di by dt is equal to V0 sin omega t. L di by dt is equal to V0 sin omega t. നേരത്തെ ബി സിക്കൽ IR ആണ് കൊടുത്തത്, റെസിസ്റ്ററിന്റെ ബി നമ്മൾ IR കൊടുത്തു, അപ്പോൾ അതിൽ നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ ചാപ്റ്റർ എന്താണ്, AC വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും നമ്മൾ ചോദിച്ചാൽ കറണ്ട് എന്തായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിച്ചാൽ കറണ്ട് എന്താണെന്ന് കണ്ടെത്തണം, അതാണ് നമ്മൾ പോയിന്റ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V0 sin omega t ആണ്. ഇൻഡക്ടറിൽ ബി എത്രയാണ് മനസ്സിലായി, L di by dt ആണ്. അതിൽ നിന്ന് I നമ്മൾ കണ്ടെത്തണം. I എങ്ങനെയും കണ്ടെത്തണം. അപ്പോൾ ഷുവറായി ഇവിടെ I എന്നുള്ളൊരു ടേം, പക്ഷേ ഇവിടെ DI എന്നുള്ളൊരു ടേം ഉണ്ട്. എങ്ങനെയെങ്കിലും I കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ DI എന്നുള്ളൊരു ടേം ഉണ്ട്, അപ്പോൾ ഇതിലൂടെ നമുക്ക് I കണ്ടെത്താം. സോ DI ഈസ് ഈക്വൽ ടു V0 sin omega t dt by L. ശരിയാണല്ലോ, ഈ dt ടോപ്പിലേക്ക് പോയി L ഡിനോമിനേറ്ററിലേക്ക് വന്നു. DI ഈസ് ഈക്വൽ ടു V0 sin omega t dt by L. അപ്പോൾ DI കിട്ടി. അപ്പോൾ എങ്ങനെയെങ്കിലും I കണ്ടെത്തുമെന്നില്ലാണ്. അപ്പോൾ ഈ വോൾട്ടേജ്, ഈ വോൾട്ടേജ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് I കണ്ടെത്താൻ പറ്റുമോ? നേരത്തെ റെസിസ്റ്ററിൽ എളുപ്പമായിരുന്നു, കാരണം V എത്രയായിരുന്നു, IR ആയിരുന്നു. അപ്പോൾ അതിൽ ഡയറക്റ്റ് Iയിലുണ്ട് I കണ്ടെത്താൻ പറ്റി. പക്ഷെ ഇവിടെ DI ഉള്ളൂ, കാരണം ഇൻഡക്ടറിൽ V L di by dt ആണ്. സോ L di by dt is equal to V0 sin omega t. സോ DI is equal to V0 sin omega t dt by L ആണ്. Therefore I is equal to integral V0 sin omega t dt by L. I is equal to V0 sin omega t dt by L. I. Integral V0 sin omega t dt by L. That is I is equal to, ഇത് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക, പുറത്തെടുക്കുക, V0 by L integral sin omega t dt. Integral sin omega t dt. I is equal to V0 by L integral sin omega t dt. ഓക്കെ ആണല്ലോ. ഇനി സൈൻ ഒമേഗന്റെ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയാം. വാട്ട് ഈസ് ഇന്റഗ്രൽ സൈൻ തീറ്റ? ഇന്റഗ്രൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ, സൈൻ തീറ്റ ഡി തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ. വാട്ട് ഈസ് ഇന്റഗ്രൽ സൈൻ 2 തീറ്റ? മൈനസ് കോസ് 2 തീറ്റ ബൈ 2. അവിടെ ഒരു കോൺസ്റ്റന്റ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, സൈൻ 2 തീറ്റ ഡി തീറ്റ ഉണ്ട്, സോറി, സൈൻ 2 തീറ്റ ഡി തീറ്റ, ദാറ്റ് ഈസ് മൈനസ് കോസ് 2 തീറ്റ ബൈ 2 ആണ്. Similarly, integral sin omega t dt. ഇപ്പോൾ ഡി ടി ആണ് വേരിയബിൾ, അപ്പോൾ ഒമേഗ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സൈനകത്തൊരു ഒമേഗ കുടുങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അതിന് ഇൻ്റഗ്രേഷൻ മനസ്സിലായും, മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ, ശരിയല്ലേ? മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ സൈൻ 2 തീറ്റ 2 കോൺസ്റ്റന്റ്, അപ്പോൾ 2 തീറ്റ ബൈ 2. സോ ഹിയർ ഒമേഗ കോൺസ്റ്റന്റ് ആണ്, സോ കോസ് ഒമേഗ ടി ബൈ ഒമേഗ. അപ്പോൾ സൈൻ ഇൻ്റഗ്രേഷൻ മനസ്സിലായി, മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗയാണ്. അപ്പോൾ ഐ ഇവിടെ കണ്ടെത്തി കഴിഞ്ഞു. ഐ ഇസ് ഈക്വൽ ടു V0 ബൈ എൽ മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ, മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. Therefore, I is equal to minus V0 by L omega cos omega t. V0 L omega cos omega t. So I is equal to minus V0 L omega cos omega t. അപ്പോൾ നമുക്കറിയാം സൈനിൻ്റെയും കോസിൻ്റെയും പുറത്തുള്ള വാല്യൂ എപ്പോഴും എന്താണോ പറയുന്ന ആളെ മാക്സിമം ആയിരിക്കൂലേ. അപ്പോൾ ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? കറണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ സൈൻ കോസ് വേരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് ഇത്, ആരെ? കറണ്ടിൻ്റെ. സോ ഐ ഇസ് ഈക്വൽ ടു മൈനസ് I0 കോസ് ഒമേഗ ടി. ഐ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് I0 കോസ് ഒമേഗ ടി. ഇതാണ് ഇക്വേഷൻ നമ്പർ 2, വേർ I0 ഈസ് ഈക്വൽ ടു V0 ബൈ എൽ ഒമേഗ. I0 ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം സൈൻ്റെയും കോസിൻ്റെയും പുറത്തുള്ള വാല്യൂ ഇത് കോസാണ്, അതിന് പുറത്തുള്ള വാല്യൂ എന്താണോ പറയുന്ന ആളെ മാക്സിമം ആയിരിക്കും. നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നത്? കറണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കോസിന് പുറത്തുള്ള ഇത് കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. സോ ഐ ഇസ് ഈക്വൽ ടു മൈനസ് I0 കോസ് ഒമേഗ ടി. അപ്പോൾ നമ്മൾ കറണ്ട് കണ്ടെത്തി, ഇക്വേഷൻ നമ്പർ 2. പക്ഷെ നമ്മളിത് കമ്പയർ ചെയ്യണം, സെയിം ഫേസിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ വോൾട്ടേജ് കോസ് സൈനിലാണുള്ളത്, വോൾട്ടേജ് സൈനിലാണുള്ളത്, പക്ഷെ കറണ്ട് കോസിലാണുള്ളത്. അപ്പോൾ മനസ്സിലായി, ഒരാൾ മിനിമമോ മറ്റാൾ മാക്സിമം, പക്ഷേ ഇവിടെ മൈനസിലുണ്ട്, മൈനസ് മാക്സിമം ആവും. അപ്പോൾ ഒരാൾ മിനിമത്തിലാണെങ്കിൽ വോൾട്ടേജ് മിനിമത്തിലാകുമ്പോൾ കറണ്ട് മൈനസ് മാക്സിമത്തിലാവും. ഇൻഡക്ടർ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് അറിയാം, വോൾട്ടേജ് മിനിമം ആകുമ്പോൾ കറണ്ട് മാക്സിമം ആവും. കാരണം രണ്ടുപേരും ഓപ്പോസിറ്റ് ഫേസിലാണ്. ഒരാൾ സൈൻ 0 0 കോസ് 0 1 ആണ്. അപ്പോൾ ഇയാൾ സൈനിലാണുള്ളത്, മറ്റാൾ കോസിലാണുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ്, രണ്ടുപേരും ഓപ്പോസിറ്റ് ഫേസിലാണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് കമ്പയർ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ കോസിനെ സൈൻ്റെ ടേമിലേക്ക് മാറ്റും. ഇവിടെ മൈനസ് കോസ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സൈൻ 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. Therefore, sin theta minus 90 is equal to minus cos theta. Sin 90 minus theta cos theta ആണ്. അപ്പോൾ തിരിച്ചിട്ടാൽ sin theta minus 90 എന്താണ്? മൈനസ് കോസ് തീറ്റ ആണ്. അവിടെ സൈൻ എന്താണ്? മൈനസ് കോസ് തീറ്റ എങ്ങനെ എഴുതാം? മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് 90 എന്ന് എഴുതാം. മൈനസ് കോസ് തീറ്റ, ഇവിടെ മൈനസ് കോസ് തീറ്റ ഉള്ളത്. സോ I is equal to I0 സൈൻ എന്താണ്? മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് 90 ആണ്. തീറ്റയുടെ ഒമേഗ ടി ആണ്. സോ ഒമേഗ ടി മൈനസ് 90 മീൻസ് പൈ ബൈ 2. സോ I is equal to I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അപ്പോൾ നമ്മളിവിടെ കറണ്ട് കണ്ടെത്തി. വോൾട്ടേജ് സൈൻ ഒമേഗ ടി ആണ്, കറണ്ട് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. പൈ ബൈ 2 മൈനസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇൻ ഇൻഡക്ടർ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ പൈ ബൈ 2. കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ പൈ ബൈ 2. കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ, കാരണം ആംഗിൾ മൈനസ് പൈ ബൈ 2 ആണ്. കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ പൈ ബൈ 2. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫേസ് കണ്ടെത്തി. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല ഇൻഡക്ടറിൻ്റെ കേസിൽ. കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ പൈ ബൈ 2. ഇതാണ് ഒരു പോയിന്റ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഇൻഡക്ടറിലാണ് എ സി അപ്ലൈ ചെയ്യുന്നു. എ സി എത്രയാണ്? വി സി ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. V0 സൈൻ ഒമേഗ ടി. സോ V is equal to V0 സൈൻ ഒമേഗ ടി. ഇക്വേഷൻ നമ്പർ 1. ഇൻഡക്ടറിൻ്റെ വി എന്താണ് ഞാൻ പറഞ്ഞത്? LdI/dt ആണ്. നമുക്ക് ഐ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞു എ സിയിൽ ഇതാണ് പോയിന്റ്, ഐ എത്രയാണെന്ന് കണ്ടെത്തണം. സോ LdI/dt is equal to V0 സൈൻ ഒമേഗ ടി. LdI/dt is equal to V0 സൈൻ ഒമേഗ ടി. അപ്പോൾ അതിൽ ഐയില്ല ഡി ഐ ഉണ്ട്. നമുക്ക് എങ്ങനെ ഐ കണ്ടെത്തണം. അപ്പോൾ ഞാൻ ഡി ഐ എവിടെ എടുക്കുന്നു? എൽ ഡിനോമിനേറ്ററിലേക്ക് പോകുന്നു, ഡി ടി മുകളിലേക്ക് പോകുന്നു. സോ DI is equal to V0 സൈൻ ഒമേഗ ടി dt by L. V0 സൈൻ ഒമേഗ ടി dt by L. Therefore I is equal to integral V0 സൈൻ ഒമേഗ ടി dt by L.
I is equal to integral V0 sin omega t dt by L. Therefore, I is equal to V0 by L integral sin omega t dt. Integral sin omega t dt. ശരിയല്ലേ? സൈൻ ഇൻറ്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയാം, മൈനസ് കോസ് ആണ്. ഇവിടെ ഒമേഗ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, അപ്പോൾ അത് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. സൈനകത്ത് ഒരു ഒമേഗ കുടുങ്ങിയിട്ടുണ്ട്, അപ്പോൾ മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. സോ ഐ ഇസ് ഈക്വൽ ടു V0 ബൈ L ഒമേഗ കോസ് ഒമേഗ ടി. സൈൻ്റെ കോസിൻ്റെ പുറത്ത് ഒരു വാല്യൂ ഉണ്ട്, അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും, ഐൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. സോ ഐ ഇസ് ഈക്വൽ ടു I0 സൈൻ I0 മൈനസ് I0 കോസ് ഒമേഗ ടി. I is equal to minus I0 cos omega t. ഇപ്പോൾ കറണ്ട് കിട്ടി, പക്ഷെ ഇത് സൈനിലുള്ളത്, ഇത് കോസിലുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും കമ്പയർ ചെയ്യാൻ വേണ്ടി ഇതിനെ സൈനിൻ്റെ ടേമിലേക്ക് മാറ്റും. അപ്പോൾ വാട്ട് ഈസ് സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ? സോ സൈൻ തീറ്റ മൈനസ് 90 ഈസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ. ഈ മൈനസ് കോസിനെ ഞാൻ മാറ്റി സൈൻ തീറ്റ മൈനസ് 90യുടെ ടേമിലേക്ക് മാറ്റി. ദാറ്റ് ഈസ് I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. സോ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ എൻ ആംഗിൾ പൈ ബൈ 2. കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ എൻ ആംഗിൾ പൈ ബൈ 2. ഇതാണ് പോയിന്റ്. ഇനി നമ്മൾ ഇതിന്റെ ഫേസ് ഡയഗ്രം ഡ്രോ ചെയ്യണം. വളരെ സിമ്പിളാണ്. കറണ്ട് ലാഗ് ചെയ്യണം. അപ്പോൾ ഓർമ്മിച്ചാൽ മതി, ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യും. എത്ര ഡിഗ്രി ലാഗ് ചെയ്യും? 90 ഡിഗ്രി ലാഗ് ചെയ്യും. ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യും. റെസിസ്റ്ററിൽ കറണ്ടും വോൾട്ടേജും സെയിമിലാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫേസ് ഡയഗ്രം ഡ്രോ ചെയ്യും. അടുത്ത കേസ്. പിന്നെ ഇൻഡക്ടർ ഫേസ് ഡയഗ്രാമാണ് നമ്മൾ അടുത്ത് ഡ്രോ ചെയ്യുന്നത്. ഇതാണ് വോൾട്ടേജ് എങ്കിൽ ഇതായിരിക്കും കറണ്ട്. ഇതാണ് ഇതിന്റെ ഫേസ് ഡയഗ്രാം. കറണ്ട് ലാഗ് ചെയ്യണം. എത്ര ഡിഗ്രി ലാഗ് ചെയ്യണം? കറണ്ട് എപ്പോഴും താഴെ ആയിരിക്കണം. കറണ്ട് മൈനസ് 5 വിട്ടു, കറണ്ട് ലാഗ് ചെയ്ത് വോൾട്ടേജിന് താഴെയായിട്ട് കറണ്ട് ഉണ്ടാവും. ദിസ് ഇസ് ദ ഫേസ് ഡയഗ്രാം ഓഫ് ഇൻഡക്ടർ ഓൺലി. ഓക്കെ, ഇതാണ് ഒരു പോയിന്റ് ഇൻഡക്ടറിൽ. അടുത്തൊരു പോയിന്റ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. ഇപ്പോൾ എ സി പാസ് ചെയ്യുമ്പോൾ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇറ്റ് ഓഫേഴ്സ് സം റെസിസ്റ്റൻസ്. ഇൻഡക്ടർ ഓഫേഴ്സ് സം റെസിസ്റ്റൻസ്. ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. വെൻ AC flowing through a coil, if the inductor offers some resistance, that is called inductive reactance. So inductive reactance XL is equal to L omega. Inductive reactance XL is equal to L omega. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. ഏത് പാസ് ചെയ്യുമ്പോൾ? AC പാസ് ചെയ്യുമ്പോൾ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. AC പാസ് ചെയ്യുമ്പോൾ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ഇൻഡക്റ്റീവ് reactance. That inductive reactance XL is equal to L omega. Inductive reactance XL is equal to L omega. അതിന് യൂണിറ്റ് ഓം തന്നെയാണ്, കാരണം റെസിസ്റ്റൻസ് ആണ്, അതിന് യൂണിറ്റ് ഓം ആണ്. എസ് യൂണിറ്റ് ഓം ആണ്. ഒമേഗ നിങ്ങൾക്ക് 2π ആണ്. സോ XL is equal to L 2π nu. XL is equal to L 2π nu. ഒരു ഡി സി പാസ് ചെയ്യുമ്പോൾ എന്ത് ചോദിച്ചാൽ, ഡി സിയിൽ ഒരിക്കലും ഫ്രീക്വൻസി ഉണ്ടാവില്ല, കാരണം ഡി സിക്ക് വേവ് ഇല്ല. ഫോർ ഡി സി nu is equal to 0. So XL is equal to 0. DC offers no resistance. DC അപ്പോൾ നമ്മൾ ഒരു ഡിലേ ഉണ്ടാക്കുന്നേ ഉള്ളൂ. കോയിൽ വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചാണ്, ഒരു DC അപ്ലൈ ചെയ്യുമ്പോൾ കറണ്ടിൽ ഒരു ഡിലേ ഉണ്ടാക്കും. ഇൻക്രീസ് ചെയ്യാൻ ഒറ്റടിക്ക് അനുവദിക്കില്ല, ഒറ്റടിക്ക് ഓഫാക്കാൻ അനുവദിക്കില്ല എന്നല്ലോ DC പാസ് ചെയ്യുമ്പോൾ. പക്ഷേ AC പാസ് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും. ഇറ്റ് ഓഫേഴ്സ് സം റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു L ഒമേഗ L into 2π nu. ഫോർ DC nu is equal to 0. XL is equal to 0. മറ്റൊന്ന് XL nu നമ്മൾ ഒരു ഗ്രാഫ് ചോദിക്കും. XL and nu directly proportional. So graph is a straight line. Graph between XL and nu is a straight line. ഇതാണ് ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പറയാനുള്ളത്. ഒന്ന്, ഇൻഡക്ടറിലെ വോൾട്ടേജ് V0 സൈൻ ഒമേഗ ടി ആണെങ്കിൽ, വോൾട്ടേജ് V0 സൈൻ ഒമേഗ ടി ആണെങ്കിൽ കറണ്ട് I0 സൈൻ ഒമേഗ ടി മൈനസ് π ബൈ 2 ആയിരിക്കും. കറണ്ട് ഈസ് I0 സൈൻ ഒമേഗ ടി പൈ ബൈ 2. ആ സ്റ്റെപ്പെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഇങ്ങനെ പോകേണ്ടത് I0 സൈൻ ഒമേഗ ടി മൈനസ് π ബൈ 2 ആണ്. സോ കറണ്ട് ലാക്സ് വോൾട്ടേജ് ബൈ എൻ ആംഗിൾ π ബൈ 2. കറണ്ട് ലാക്സ് വോൾട്ടേജ് ബൈ എൻ ആംഗിൾ π ബൈ 2. കറണ്ട് ലാഗ് ചെയ്യുന്നതിൻ്റെ π ബൈ 2 ആംഗിൾ. അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് ഫേസ് ഡയഗ്രം ആണ്. കറണ്ട് എപ്പോഴും ലാഗ് ചെയ്യും. എത്ര ഡിഗ്രി ലാഗ് ചെയ്യും? 90 ഡിഗ്രി കറണ്ട് ലാഗ് ചെയ്യും. സോ കറണ്ട് ലാക്സ്
by an angle 90 degree. അടുത്ത പോയിന്റ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL is equal to L omega, that is XL is equal to L into 2 pi nu. So for DC nu is equal to 0, അപ്പോൾ XL is equal to 0 ആയിരിക്കും. DC ന്റെ കേസിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് എഴുതുക. പിന്നീട് ഒരു ഗ്രാഫ് ചോദിക്കുക, XL ന്യൂവിൻ്റെ ഗ്രാഫ് ഇതാണ്. ഇത്രയാണ് കോയിലിൽ AC പാസ് ചെയ്യും, ഇൻഡക്ടറിൽ AC പാസ് ചെയ്യും പറയാനുള്ള പോയിന്റ്സ്, അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. മാക്സിമം അത്ര ചോദിക്കുക, അതിനപ്പുറം കുറേ ക്വസ്റ്റ്യൻസ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി കപ്പാസിറ്റർ, അടുത്ത ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് കപ്പാസിറ്റർ. 3 ഇലക്ട്രിക്കൽ ഡിവൈസുകളാണുള്ളത്. ഒന്ന് റെസിസ്റ്റർ, ഒന്ന് ഇൻഡക്ടർ, മറ്റൊന്ന് കപ്പാസിറ്റർ ആണ്. അപ്പോൾ അടുത്ത് നമുക്ക് പറയേണ്ടത് കപ്പാസിറ്ററിനെ കുറിച്ചിട്ടാണ്. സോ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് എ കപ്പാസിറ്റർ. ഇത് നമ്മളൊരു കപ്പാസിറ്ററിലേക്കാണ് പാസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ V is equal to V0 sin omega t. കപ്പാസിറ്റർ V എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, Q by C ആണ്. സോ Q by C is equal to V0 sin omega t. റെസിസ്റ്ററിൻ്റെ V IR ആണ്, ഇൻഡക്ടറിൻ്റെ V L di by dt ആണ്, കപ്പാസിറ്ററിൻ്റെ V Q by C ആണ്. സോ Q by C is equal to V0 sin omega t. അപ്പോൾ ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കും. ഞാൻ എന്താ പറയുക, എങ്ങനെയെങ്കിലും കറണ്ട് കണ്ടുപിടിക്കണം, അതാണ് നമ്മളെ പോയിന്റ്. ഇപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ ഇവിടെ ചാർജിലൂടെ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. അതുകൊണ്ട് ചാർജ് ഞാൻ ഇവിടെ വെച്ചു, Q is equal to CV0 sin omega t. Q is equal to CV0. എങ്ങനെയാണ് ചാർജിലൂടെ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കറണ്ട് I is equal to dQ by dt. I is equal to dQ by dt. So I is equal to d of CV0 sin omega t by dt. dQ by dt, d of CV0 sin omega t by dt. So I is equal to CV0 പുറത്തെടുത്തു, CV0 d of sin omega t by dt. ഇവിടെ t ആണ് വേരിയബിൾ, CV0 പുറത്ത്, CV0 sin omega t dt. ഇപ്പോൾ ഡിഫറൻസിയേഷൻ നിങ്ങൾക്കറിയാം, സൈൻ തീറ്റയുടെ ഡിഫറൻസിയേഷൻ കോസ് തീറ്റ ആണ് അല്ലേ. d of sin theta by d theta cos theta, d of sin 2 theta by d theta 2 cos 2 theta ആണ് അല്ലേ, 2 cos 2 theta. ഇതിനകത്തൊരു കോൺസ്റ്റന്റ് ഉണ്ട്, അപ്പോൾ അത് അകത്തും വേണം പുറത്തും വേണം. സോ I is equal to CV0 omega cos omega t. ഇന്റഗ്രേഷൻ അത് ഡിവൈഡ് ചെയ്യില്ല, അത് ഡിഫറൻസിയേഷൻ അത് മൾട്ടിപ്ലൈ ചെയ്യും. കോൺസ്റ്റന്റ് ഒമേഗ കോസ് ഒമേഗ ടി, സൈൻ്റെ ഡിഫറൻസിയേഷൻ കോസ് ആണ്. സോ V0 ഒമേഗ കോസ് ഒമേഗ ടി. നേരത്തെ പറഞ്ഞു എന്താണോ സൈനോ കോസിന് പുറത്തുള്ള വാല്യൂ എപ്പോഴും എന്താണോ പറയുന്നത് അതിൻ്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? കറണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കോസിന് പുറത്തുള്ളത് മാക്സിമം കറണ്ട് ആയിരിക്കും. സോ I is equal to I0 cos omega t. I0 cos omega t. അപ്പോൾ നമ്മളിവിടെ കറണ്ട് കണ്ടെത്തി. വോൾട്ടേജ് സൈനിലാണ്, കറണ്ട് കോസിലാണ്. അപ്പോൾ വോൾട്ടേജ് മിനിമം ആവും, കറണ്ട് മാക്സിമം ആവും. അപ്പോഴും ഇവിടെ വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലല്ല. കാരണം വോൾട്ടേജ് V0 sin omega t ആണ്, കറണ്ട് I0 sin omega t ആണ്. അപ്പോൾ വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലല്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും സൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൈൻ നമുക്ക് തീറ്റയിലാണ് പറയേണ്ടത്. സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ, പക്ഷേ സൈൻ തീറ്റ മൈനസ് 90 മൈനസ് കോസ് തീറ്റ, അപ്പോൾ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഇത് നോക്കാം, നമുക്ക് തിരിച്ചിടുമ്പോൾ എന്താവുന്നില്ല. സൈൻ 90 പ്ലസ് തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റ പ്ലസ് 90 കോസ് തീറ്റയാണ്. പ്ലസ് അല്ലേ, സൈൻ 90 പ്ലസ് തീറ്റയും കോസ് തീറ്റയാണ്, സൈൻ തീറ്റ പ്ലസ് 90 കോസ് തീറ്റയാണ്. അപ്പോൾ കോസ് നമ്മളിങ്ങനെ തീറ്റേൻ്റെ ടേമിൽ ഇങ്ങനെ പറയാം, തീറ്റ പ്ലസ് 90 കോസ് തീറ്റയാണ്. ഇവിടെ നമ്മൾ കോസ് ഒമേഗ ടി ഉള്ളത്, അതുകൊണ്ട് നമ്മൾ പറയുന്നു I is equal to I0 sin omega t plus pi by 2. കോസിനെ എങ്ങനെ മാറ്റാം? സൈൻ 90 പ്ലസ് തീറ്റയാണ് കോസ് തീറ്റ, സൈൻ
90 plus theta is equal to cos theta. So sin theta plus 90 എന്ത് തന്നെയാണ്? cos theta തന്നെയാണ്. പ്ലസ് ആണല്ലോ. സോ cos theta ഇങ്ങനെ മാറ്റാം, തീറ്റ പ്ലസ് 90. അപ്പോൾ ഈ കോസിനെ ഞാൻ മാറ്റി സൈൻ തീറ്റ, തീറ്റ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. സോ I is equal to I0 sin ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. അപ്പോൾ കറണ്ട് കണ്ടെത്തി I0 sin ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആണ്. സോ കറണ്ട് ലീഡ്സ് വോൾട്ടേജ്. ഇവിടെ കറണ്ട് ലീഡ് ചെയ്യും. കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ എൻ ആംഗിൾ പൈ ബൈ 2. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ എൻ ആംഗിൾ പൈ ബൈ 2. ബൈ എൻ ആംഗിൾ പൈ ബൈ 2. ഇവിടെ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നുണ്ട്. ഇൻഡക്ടറിൽ വോൾട്ടേജ് ലാഗ് ചെയ്യുന്നുണ്ട്. മൈനസ് പൈ ബൈ 2 ആണ്. കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും. കറണ്ട് ഓർമ്മിച്ചാൽ മതി. ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യും, കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും. ഇതാണ് ഒരു പോയിന്റ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു. വോൾട്ടേജ് V0 സൈൻ ഒമേഗ ടി ആണ്. കപ്പാസിറ്റർ വോൾട്ടേജ് നിങ്ങൾക്കറിയാം. കപ്പാസിറ്റർ വോൾട്ടേജ് Q ബൈ സി ആണ്. വോൾട്ടേജ് ഓഫ് ദി കപ്പാസിറ്റർ ഈസ് Q ബൈ സി. Q ബൈ സി ആണ് വോൾട്ടേജിൻ്റെ ഇത് Q ബൈ സി. ദാറ്റ് ഇസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. അപ്പോൾ Q നമുക്ക് എന്തെങ്കിലും കറണ്ട് കണ്ടെത്തണം. Qയിലൂടെ നമുക്ക് കറണ്ട് കണ്ടെത്താം. Q ഇസ് ഈക്വൽ ടു സി V0 സൈൻ ഒമേഗ ടി. കറണ്ട് I ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സി V0 പുറത്തെടുത്തു. സൈൻ ഒമേഗ ടിൻ്റെ ഡിഫറൻസിയേഷൻ ഒമേഗ കോസ് ഒമേഗ ടി ആണ് അല്ലേ? ഒമേഗ പുറത്തേക്ക് ഒമേഗ കോസ് ഒമേഗ ടി. അപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും കോസിനോ സൈനിനോ പുറത്തുള്ളത് ഉണ്ടെങ്കിൽ ആ വാല്യൂ എന്താണോ പറയുന്നത് അതിൻ്റെ മാക്സിമം ആയിരിക്കും. ഇവിടെ ഐനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് I0 ആയിരിക്കും. സോ I0 കോസ് ഒമേഗ ടി ആയി. അപ്പോൾ വോൾട്ടേജ് സൈനാണ്, ഇത് കോസിലാണ്. അപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഫേസിലാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി വീണ്ടും ഇതിന് സൈനിലേക്ക് ടേമിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചു കോസ് തീറ്റ ഇസ് ഈക്വൽ സൈൻ തീറ്റ പ്ലസ് 90 ആണ്. കോസിന് നമ്മൾ മാറ്റി സൈൻ തീറ്റ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. Therefore, current leads voltage by an angle pi by 2. Current leads in capacitor, current leads voltage by an angle pi by 2. അപ്പോൾ മനസ്സിലായി, അതിൻ്റെ ഫേസ് ഡയഗ്രാം മനസ്സിലായി. കപ്പാസിറ്റർ എപ്പോഴും കറണ്ട് ലീഡ് ചെയ്യും. എത്ര ഡിഗ്രി ലീഡ് ചെയ്യും? 90 ഡിഗ്രി ലീഡ് ചെയ്യും. അപ്പോൾ ഇതാണ് വോൾട്ടേജ് എങ്കിൽ ഇതായിരിക്കും കറണ്ട്. കറണ്ട് ലീഡ് ചെയ്യും. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ എൻ ആംഗിൾ പൈ ബൈ 2. ഇതാണ് അതിൻ്റെ ഫേസ് ഡയഗ്രാം. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതാണ് കപ്പാസിറ്ററിൻ്റെ ഫേസ് ഡയഗ്രാം. വോൾട്ടേജ് കറണ്ട് ലീഡ്സ് ബൈ എൻ ആംഗിൾ പൈ ബൈ 2. ഇനി മറ്റൊരു പോയിന്റ് അതിൽ ചോദിക്കുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എക്സി ആണ് അടുത്ത പോയിന്റ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എക്സി, അതായത് ഒരു കപ്പാസിറ്ററിൽ ഡി സി അപ്ലൈ ചെയ്യുമ്പോൾ ചാർജാണ് ഫ്ലോ ചെയ്യുക. പക്ഷെ ഒരു കപ്പാസിറ്റർ എ സി അപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും അല്ല? ഇപ്പോൾ കണ്ടിട്ടുണ്ട്, കറണ്ട് ഫ്ലോ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഫ്ലോ ഷുവറായിട്ട് അതൊരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യണം. സോ ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി കപ്പാസിറ്റർ വെൻ എ സി ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇപ്പോൾ ഒരു എ സി അപ്ലൈ ചെയ്യുമ്പോൾ കപ്പാസിറ്ററിൻ്റെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഓഫേഴ്സ് സം റെസിസ്റ്റൻസ്. സോ ദ റെസിസ്റ്റൻസ് ഈസ് കോൾഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അതിൻ്റെ യൂണിറ്റ് ഓം തന്നെയാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. That capacitive reactance XC is equal to 1 by C omega. XC is equal to 1 by C omega. That is equal to 1 by C 2 pi nu. XC is equal to 1 by C omega. That is equal to 1 by C 2 pi nu. ഇതാണ് ഒരു പോയിന്റ്. പിന്നീട് ഇതിൻ്റെ ഗ്രാഫ് ചോദിക്കുക. എക്സി ന്യൂവിൻ്റെ ഗ്രാഫ് ഇതാണ് ന്യൂ, ഇതാണ് എക്സി എങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഒരു ഹൈപ്പർബോള ആയിരിക്കും. 1 by nu ആണ്. എക്സി പ്രൊപ്പോർഷൻ ടു 1 by nu. സോ ഗ്രാഫ് ഈസ് എ ഹൈപ്പർബോള. ഇനി ഡി സി അപ്ലൈ ചെയ്താൽ എന്ത് ചോദിച്ചാൽ ഫോർ ഡി സി ന്യൂ ഈസ് ഈക്വൽ ടു 0. ഡി സിയിൽ വേവ് ഉണ്ടാവില്ല, ഫ്രീക്വൻസി 0 ആണ്. ഡി സി ഈസ് ഈക്വൽ ടു 0. സോ എക്സ് ഈസ് ഈക്വൽ ടു 1 by 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇറ്റ് ഓഫേഴ്സ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് വെൻ ഡി സി ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഡി സി പാസ് ചെയ്താൽ കപ്പാസിറ്റർ ഓഫേഴ്സ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്. അതിലൂടെ ഒരിക്കലും കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇറ്റ് ഓഫേഴ്സ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്. ഇതാണ് പോയിന്റ്. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഈക്വൽ 1 by C omega. ദാറ്റ് ഈസ് ഈക്വൽ 1 by C 2 pi nu. ഫോർ ഡി സി nu ഈസ് ഈക്വൽ 0. എക്സ് ഈസ് ഈക്വൽ 1 by 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇതാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇതാണ് 3 ഡിവൈസുകളെ പോയിന്റ്. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് റെസിസ്റ്ററിലേക്ക് പാസ് ചെയ്തു, എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു. പിന്നീട് അതിൻ്റെ ഫേസ് ഡയഗ്രാം ഡ്രോ ചെയ്തു. റെസിസ്റ്ററിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. കപ്പാസിറ്ററിൽ കറണ്ട് ലാഗ് ചെയ്യും, ഇൻഡക്ടറിൽ കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും, ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യും. ഈ 3 ക്വസ്റ്റ്യൻ ചാൻസ് വളരെ കൂടുതലാണ്.
ഇപ്പോൾ ഇവിടെ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. റെസിസ്റ്ററിലെ വോൾട്ടേജ് V0 സൈൻ ഒമേഗ ടി ആണെങ്കിൽ കറണ്ടും I0 സൈൻ ഒമേഗ ടി ആണ്. അതുകൊണ്ട് തന്നെ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. ഇൻഡക്ടറിലെ വോൾട്ടേജ് V0 സൈൻ ഒമേഗ ടി ആണ്. കറണ്ട് I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. കറണ്ട് ലാഗ് ചെയ്യും. I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. അപ്പം അതിൽ ഫേസ് ഡയഗ്രാം ഇവിടെ V ആണെങ്കിൽ ഇവിടെ I ആണ്. കറണ്ട് ലാഗ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഫേസ് ഡയഗ്രാം. കപ്പാസിറ്ററിൽ വോൾട്ടേജ് V0 സൈൻ ഒമേഗ ടി ആണെങ്കിൽ കറണ്ട് I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു ആണ്. ഇവിടെ കറണ്ട് ലീഡ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഫേസ് ഡയഗ്രാം. കറണ്ട് ലീഡ് ചെയ്യും. ഇവിടെ റെസിസ്റ്റൻസ് റെസിസ്റ്ററിൻ്റെയാണ്. ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് X ഈസ് ഈക്വൽ ടു 1 XL ഈസ് ഈക്വൽ ടു XL ഈസ് ഈക്വൽ ടു L ഒമേഗ. ഇവിടെ X ഈസ് ഈക്വൽ ടു 1/C ഒമേഗ. ആർ റെസിസ്റ്റൻസ്, ഇതിൽ റെസിസ്റ്റൻസ് XL, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് L ഒമേഗ, ഇവിടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/C ഒമേഗ. ഇതാണ് നമ്മൾ പഠിച്ച മെയിൻ പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സർക്യൂട്ട് LCR സീരീസ് സർക്യൂട്ട്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. LCR സീരീസ് സർക്യൂട്ടിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ റെസൊണൻസിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ പവറിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ പവർ ഫാക്ടറിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. LCR സീരീസ് സർക്യൂട്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. LCR സീരീസ് സർക്യൂട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു റെസിസ്റ്ററും ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും സീരീസ് ആയിട്ട് ഒരു AC സോഴ്സിലേക്ക് കണക്ട് ചെയ്യും. ഇവിടുത്തെ AC സോഴ്സിൽ ഇവിടുത്തെ വോൾട്ടേജ് V0 സൈൻ ഒമേഗ ടി ആണ്. റെസിസ്റ്റർ R, ഇൻഡക്ടർ L, കപ്പാസിറ്റർ C. ശ്രദ്ധിക്കണം, AC പാസീവ് ഇതിൻ്റെ പ്രോപ്പർട്ടിയാണ്. L R സിയും അതിൻ്റെ പ്രോപ്പർട്ടിയാണ്. AC പാസീവ് അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഓർമ്മയുണ്ടാവണം. AC പാസ് ചെയ്യുമ്പോൾ റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് R തന്നെയാണ്. ഇത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് XL ആണ്. ഇത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് XC ആണ്. ഇത് ഓർമ്മയുണ്ടാവണം. അപ്പോൾ നമുക്കറിയാം, ഒരു സീരീസ് കോമ്പിനേഷൻ എപ്പോഴും കറണ്ട് സെയിം ആയിരിക്കും. എല്ലാത്തിലും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആണ്, പക്ഷെ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് സെയിം ആണ്, വോൾട്ടേജ്. അപ്പോൾ റെസിസ്റ്ററിലെ വോൾട്ടേജ് നമ്മൾ VR എന്ന് പറയുന്നു, ഇൻഡക്ടറിലെ വോൾട്ടേജ് നമ്മൾ VL എന്ന് പറയുന്നു, കപ്പാസിറ്റർ വോൾട്ടേജ് നമ്മൾ VC എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിലെ റെസിസ്റ്റൻസ് VR, ഇതിലെ റെസിസ്റ്റൻസ് VL, ഇതിലെ റെസിസ്റ്റൻസ് VC ആണ്. അപ്പോൾ VR, VL, VC. Then voltage across resistor is equal to IR, current into resistance. Voltage across inductor is equal to IXL, current into resistance. Inductor resistance XL ആണെന്ന് ഓർമ്മയുണ്ടാവും. Inductor resistance XL is XL. VL is equal to IXL. And capacitor എന്താണ്? VC is equal to IXC. VC is equal to IXC. അപ്പോൾ റെസിസ്റ്ററിലെ VR is equal to IR, ഇൻഡക്ടറിൽ VL is equal to IXL, VC is equal to IXC. സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഓർമ്മയുണ്ടാവും, AC പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് R ആണ്, ഇൻഡക്ടർ റെസിസ്റ്റൻസ് XL ആണ്, കപ്പാസിറ്റർ റെസിസ്റ്റൻസ് XC ആണ്. സോ VR is equal to IR, VL is equal to IXL and VC is equal to IXC. മൂന്നിൻ്റെ വോൾട്ടേജ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫേസ് ഡയഗ്രത്തിലൂടെയാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഈ സീരീസ് സർക്യൂട്ടിൽ എന്തൊക്കെ കണ്ടത്? ഫേസ് ഡയഗ്രം. ഫേസ് ഡയഗ്രം ഓർമ്മയുണ്ടാവും. റെസിസ്റ്റർ, കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്.
ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യും, കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും. ഞാൻ ആദ്യം കറണ്ടിനെ കുറിച്ച് ഓർമ്മിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം കറണ്ടാണ് ഡ്രോ ചെയ്യുക. എന്തുകൊണ്ട് പറഞ്ഞാൽ ഇത് സീരീസ് കോമ്പിനേഷനാണ്, 3 പേരിലും കറണ്ട് സെയിം ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ബേസായിട്ട് ഡ്രോ ചെയ്യുന്നത് കറണ്ടാണ്. സീരീസ് കോമ്പിനേഷൻ കറണ്ട് സെയിം ആണ്. അപ്പോൾ റെസിസ്റ്ററിൽ കറണ്ട് 10 ആംപിയർ ആണെങ്കിൽ ഇൻഡക്ടറിലും 10 ആംപിയർ ആയിരിക്കും, കപ്പാസിറ്ററും 10 ആംപിയർ ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് എ സീരീസ് കോമ്പിനേഷൻ. അതൊരു സീരീസ് കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഞാനിവിടെ ഫേസ് ഡയഗ്രത്തിൽ ഡ്രോ ചെയ്യുന്നത് കറണ്ട് ഡ്രോ ചെയ്തു. ആദ്യം കറണ്ട് ഡ്രോ ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും. റെസിസ്റ്ററിൽ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. റെസിസ്റ്ററിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലായതുകൊണ്ട് റെസിസ്റ്ററിൽ അതുപോലെ നമുക്ക് ഡ്രോ ചെയ്യാം. ഇതാണ് റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ്, അത് VR ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ബിക്കോസ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ് റെസിസ്റ്ററിൽ. അടുത്ത ഇൻഡക്ടറാണ്. ശ്രദ്ധിക്കണം, ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഡക്ടർ കറണ്ട് ലാഗ്സ്. പക്ഷെ കറണ്ട് നമ്മൾ വരച്ചു കഴിഞ്ഞു. കാരണം എല്ലാത്തിലും കറണ്ട് തന്നെ സെയിം തന്നെ. റെസിസ്റ്ററിൻ്റെ കറണ്ട് തന്നെയാണ് ഇൻഡക്ടറിന് കറണ്ട്. സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജാണ് വരക്കേണ്ടത്. കാരണം കറണ്ട് നമ്മളിവിടെ ഡ്രോ ചെയ്ത് കഴിഞ്ഞു. സോ ഇൻഡക്ടർ കറണ്ട് ലാഗ്സ്, അപ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യണം? ലീഡ് ചെയ്യണം അല്ലേ? കറണ്ട് ലാഗ് പറഞ്ഞാൽ വോൾട്ടേജ് ലീഡ് ചെയ്യണം. കറണ്ട് ലാഗ്സ് നമ്മൾ പഠിച്ചത്, അതാണ് നല്ലത്, അങ്ങനെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് പറഞ്ഞാൽ വോൾട്ടേജ് ലീഡ് ചെയ്യും. അപ്പോൾ ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇൻഡക്ടറിൻ്റെ കറണ്ട് തന്നെയാണ്, കറണ്ട് ലാഗ് ചെയ്യും, അപ്പോൾ വോൾട്ടേജ് ലീഡ് ചെയ്യും. അടുത്ത കപ്പാസിറ്ററാണ്. ഇൻ കപ്പാസിറ്റർ കറണ്ട് ലീഡ്സ്. കപ്പാസിറ്റർ കറണ്ട് ലീഡ് ചെയ്യും. പക്ഷെ നമ്മൾ കറണ്ട് വരച്ചു കഴിഞ്ഞു. കാരണം കറണ്ട് സീരീസ് കോമ്പിനേഷൻ എല്ലാത്തിനും കറണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ കപ്പാസിറ്റർ കറണ്ട് ലീഡ് ചെയ്യും, അപ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യണം? ലാഗ് ചെയ്യണം. ഇൻ കപ്പാസിറ്റർ കറണ്ട് ലീഡ്സ്, ദർഫോർ വോൾട്ടേജ് ലാഗ്സ്. വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു. ഒരു എമൗണ്ട് ഞാൻ കുറച്ചൊരു എമൗണ്ട് ഡിഫറെൻ്റ്, കാരണം ഇൻഡക്ടറും റെസിസ്റ്ററിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു VL ഒരു 10 വോൾട്ടാണ്, VC ഒരു 6 വോൾട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് VL, ഇത് VC, ഇത് VR. ഇതാണ് ഇതിൻ്റെ ഫേസ് ഡയഗ്രം. ഇത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഒരു LCR സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ കറണ്ട് സെയിം ആണ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. ഇത് V1, V2, V3. ഞാൻ പകരം VL, VR, VC എന്ന് പറയുന്നു. ഇവിടുത്തെ വോൾട്ടേജ് VR, ഇയാളെ വോൾട്ടേജ് VL, ഇയാളെ വോൾട്ടേജ് VC. വോൾട്ടേജ് ആണ് കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ്. VR IR, VL IXL, VC IX. ഇനി ഫേസ് ഡയഗ്രത്തിലൂടെ ഞാൻ ഈ കോമ്പിനേഷനെ കുറിച്ച് പഠിക്കുന്നത്. ഫേസ് ഡയഗ്രത്തിലൂടെയാണ് ഈ കോമ്പിനേഷനെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ ഫേസ് ഡയഗ്രത്തിൽ ഞാൻ ആദ്യം ഡ്രോ ചെയ്ത് കറണ്ടാണ്. എന്തുകൊണ്ട് മനസ്സിലായി? സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് 3ലും കറണ്ട് സെയിം ആയതുകൊണ്ട് ഞാൻ കറണ്ടാണ് ആദ്യം ഡ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് ബേസായിട്ട് ഞാനിവിടെ കറണ്ട് ഡ്രോ ചെയ്തു. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ്, അത് നോട്ട് ചെയ്യണം. ആ പോയിന്റ് എഴുതണം അപ്പോൾ എക്സാമിനേഷന്. ഇൻ റെസിസ്റ്റർ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. ഒരു പോയിന്റ്. അതുകൊണ്ട് നമ്മളിവിടെ വോൾട്ടേജ് ഡ്രോ ചെയ്തു. അതുകൊണ്ട് ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. ഇനി ഇൻഡക്ടർ സാധാരണ അങ്ങനെ എഴുതിയാൽ മതി. ഇൻഡക്ടർ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ π/2. അതും അടുത്ത പോയിന്റ് എഴുതണം. ഇൻഡക്ടർ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ π/2. അപ്പോൾ നമുക്കിവിടെ കറണ്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് ഡ്രോ ചെയ്യേണ്ടത്. ഇൻഡക്ടർ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ π/2. അപ്പോൾ കറണ്ട് ലാഗ് ചെയ്തുകൊണ്ട് വോൾട്ടേജ് ലീഡ് ചെയ്യും. വോൾട്ടേജ് വരച്ചു ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ്. അടുത്ത പോയിന്റ് വീണ്ടും എഴുതണം. ഇൻ കപ്പാസിറ്റർ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ π/2. ഇൻ കപ്പാസിറ്റർ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ π/2. ഇൻ കപ്പാസിറ്റർ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ π/2. കറണ്ട് ലീഡ് ചെയ്യുന്നു. എത്ര? π/2. ഇതാണ് VC. കറണ്ട് ലീഡ്സ് ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യണം? ലാഗ് ചെയ്യണം. ഇതാണ് VC. ഈ ഫിഗർ മനസ്സിലുണ്ടാവണം. ഓക്കെ. ഇനി നമുക്കറിയാം ഇതാണ് 3 ഫേസ്. ഇതിൽ ആദ്യം എന്ത് ചെയ്യും? ഇപ്പോൾ വെക്ടറുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വെക്ടറിൽ ഞാൻ പറഞ്ഞ ഫേസ് ആണ്. ഇത് വെക്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 2 വെക്ടറിൻ്റെ കോമ്പിനേഷൻ എടുത്ത് അത് മൂന്നാമതായിട്ട് ചെയ്യും. പിന്നെ ആദ്യം ഏറ്റവും എളുപ്പം ഇത് രണ്ടുമാണ്. കാരണം ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റാണ് ഉള്ളത്. ഇപ്പം ഞാൻ വരച്ച ഫിഗറിൽ VL ആണ് കൂടുതൽ. NCL VC ആയിരിക്കും കൂടുതൽ. എന്തായാലും ആയിക്കോട്ടെ, ഞാൻ വരച്ച ഫിഗറിൽ VL ആണ് കൂടുതൽ, VC കുറവാണ്. ചിലപ്പോൾ ഈക്വൽ ആവും. അതാണ് റെസൊണൻസ് നമ്മൾ പഠിക്കും. ഇപ്പം അൺഈക്വൽ ആണ്, VL ആണ് എൻ്റെ ഇതിൽ കൂടുതൽ. അപ്പോൾ ഇത് 10 ആണ്, ഇത് 6 ആണ്. അപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റാണ് ഒഴുകുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താവും മനസ്സിലാവും? രണ്ടുപേരും ഓപ്പോസിറ്റ് ആക്ഷനാണ്. എഫക്റ്റ് VL മൈനസ് VC ആയിരിക്കും. അത് കൂടുതൽ ഇങ്ങോട്ടാണ്. എഫക്റ്റ് എത്രയായിരിക്കും? 10ഉം 6 ആണ്, 4 ഉണ്ടാവും. അത് അങ്ങോട്ടായിരിക്കും, മുകളിലേക്കാണ് പോവുക. അപ്പോൾ ഇത് മുകളിലോട്ടും താഴോട്ടാണ് ഉള്ളത്. അപ്പോൾ VL ആണ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് VL മൈനസ് VC.
ഇതാണ് അതിൻ്റെ എഫക്റ്റ്. അത് ഞാൻ ഇവിടെ എഴുതി വി എൽ മൈനസ് വി സി. അപ്പോൾ വി എല്ലും വി സിൻ്റെ കോമ്പിനേഷൻ ഇതാണ് വി എൽ മൈനസ് വി സി. പിന്നീട് ആരും കൂടി ഉണ്ട്, വി ആറും ഉണ്ട്. വി എൽ മൈനസ് വി സിയും വി ആറും, അവർ തമ്മിൽ റൈറ്റ് ആംഗിളിലാണ് ഉള്ളത്. അപ്പോൾ വി എല്ലും വി സിയും റൈറ്റ് ആംഗിളിലാണുള്ളത്. വി എൽ മൈനസ് വി സി. ഒരാൾ ഇങ്ങോട്ടും ഒഴുകാൻ ശ്രമിക്കുമ്പോൾ എന്താവും, ഒരാൾ ഇങ്ങോട്ടും റിവറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റിവർ ഇങ്ങോട്ട് പോകുന്ന ഒരാൾ ഇങ്ങോട്ട് പോകുന്ന നേരെ ഇൻക്ലൈൻഡ് ആയിട്ട് പോകും. പിന്നെ എഫക്റ്റ് ഇങ്ങനെ. അപ്പോൾ ഇതാണ് റിസൾട്ടന്റ് വോൾട്ടേജ്. വി എൽ മൈനസ് വി സി ഇങ്ങോട്ട് വലിക്കാൻ ശ്രമിക്കും, വി ആർ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ബോഡി ഇങ്ങനെയാവും. അപ്പോൾ വോൾട്ടേജ് ഈ ഡയറക്ഷനാണ് ഫ്ലോ ചെയ്യുക. ഇതാണ് വോൾട്ടേജിൻ്റെ ഫേസ് വി. ഇതാണ് പോയിന്റ്, ഫേസ് ഡയഗ്രാം. അപ്പോൾ ഇവിടുന്ന് റിസൾട്ടന്റ് കിട്ടി, റിസൾട്ടന്റ് വി കണ്ടുപിടിക്കണം. ഇതെത്രയാണ്? ഇത് വി എൽ മൈനസ് വി സി ആണ് ഷുവറായിട്ടും, ഇതും വി എൽ മൈനസ് വി സി ആണ്. അപ്പോൾ നമുക്കിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. വി ഈസ് ഈക്വൽ ടു, അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, വി ഈസ് ഈക്വൽ ടു ഇതെത്രയാണ്? വി ആർ സ്ക്വയർ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഓൾ സ്ക്വയർ. ഫ്രം ഫേസ് ഡയഗ്രാം വി ഈസ് ഈക്വൽ ടു effective voltage V is equal to root of VR square plus VL minus VC square. ഇതാണ് ഒരു പോയിന്റ് എൽ സി ആർ സീരീസ് സർക്യൂട്ടിലെ എഫക്റ്റീവ് വോൾട്ടേജ് എത്രയാണ് ചോദിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഓൾ സ്ക്വയർ. വി എന്താണ്? ടോട്ടൽ വോൾട്ടേജ് ആണ്. ടോട്ടൽ വോൾട്ടേജ് ടോട്ടൽ കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ വോൾട്ടേജ് ടോട്ടൽ കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ്. അത് ഞാനിവിടെ പറയും. ടോട്ടൽ കറണ്ട് ഐ ആയിട്ട് എടുക്കും, ടോട്ടൽ റെസിസ്റ്റൻസ് ഞാൻ സെഡ് ആയിട്ട് പറയും. വി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എഫക്റ്റീവ് വോൾട്ടേജ് ആണ്. ഇപ്പോൾ ടോട്ടൽ കറണ്ട് ഐ, ടോട്ടൽ റെസിസ്റ്റൻസ് ഐ സെറ്റ് ഈക്വൽ ടു വി ആർ. വി ആർ ഇവിടെ നമ്മൾ കണ്ടെത്തിയ ഐ ആർ ആണ്, ഐ ആർ ഓൾ സ്ക്വയർ. വി എൽ നമ്മൾ ഇവിടെ ഉണ്ട് ഐ എക്സ് എൽ, ഐ എക്സ് എൽ. വി സി ഇവിടെ ഉണ്ട് ഐ എക്സ് സി മൈനസ് ഐ എക്സ് സി ഓൾ സ്ക്വയർ. അപ്പോൾ എല്ലാത്തിലും ഇവിടെ ആരുണ്ട്? ഇവിടെ ഐ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഐ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഐ സ്ക്വയർ ഉണ്ട്. എല്ലാ ടേമിലും ഐ ഉണ്ട്, കാണുന്നുണ്ടാവും. റൂട്ടിനകത്ത് എല്ലാ ടേമിലും ഐൻ്റെ സ്ക്വയർ ഉണ്ട്. അതുകൊണ്ട് ഐ സ്ക്വയറിന് ഐ പുറത്തെടുക്കാം. സോ ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഓൾ സ്ക്വയർ. ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഓൾ സ്ക്വയർ. അതുകൊണ്ട് തന്നെ ഐയും ക്യാൻസൽ ചെയ്ത് പോയി. Therefore, Z is equal to root of R square plus XL minus XC all square. അടുത്ത പോയിന്റ് സെറ്റ്. സെറ്റ് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഇതിനെ നമ്മൾ ഇമ്പിഡൻസ് എന്ന പേര് കൊടുക്കുക. ഞാൻ സെറ്റിലായിട്ട് കൊടുത്തു, കണ്ടില്ലേ? ബി ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ടോട്ടൽ. അപ്പോൾ സെറ്റ് ഇമ്പിഡൻസ് ആണ്. ഈ സെറ്റ് നമ്മൾ പറയും ഇമ്പിഡൻസ് പറയും. ദിസ് ഈസ് കോൾഡ് ഇമ്പിഡൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ യൂണിറ്റ് ഓം തന്നെയാണ് ഇമ്പിഡൻസ്. So Z is equal to root of R square plus XL minus XC all square. Z is equal to root of R square plus XL minus XC all square. ഇതാണ് മറ്റൊരു പോയിന്റ്. ഇതാണ് ഒരു എൽ സി ആർ സീരീസ് സർക്യൂട്ട്. ഇനി അതിൻ്റെ ഫേസ് പറയാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അടുത്ത സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്കിത്. അപ്പോൾ അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഇപ്പോൾ സമയം എത്രയായി? 1 മണിയായി. 2 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേവ് ഒപ്റ്റിക്സും സെമി കണ്ടക്ടേഴ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെഷനിൽ വേവ് ഒപ്റ്റിക്സും സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ. അപ്പോൾ ഈ സെഷനിൽ നമുക്ക് ആഫ്റ്റർനൂൺ ഞാൻ വീണ്ടും ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നീട് നമുക്കിതിൻ്റെ പവർ കണ്ടെത്താനുണ്ട്. പിന്നീട് റെസൊണൻസിനെ കുറിച്ച് പറയാനുണ്ട്. അതാണ് മെയിൻ പോയിന്റ്സ്, റെസൊണൻസ്. പിന്നീട് ഒരു ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയാനുണ്ട്. ഇത് കഴിഞ്ഞു പിന്നീട് നമുക്ക് അടുത്ത സെഷനിൽ വേവ് ഒപ്റ്റിക്സും സെമി കണ്ടക്ടറുമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് 2 മണിക്ക് കാണാം. ഓക്കെ.
ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിന്ന് +2 ഫിസിക്സിലെ പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ ഒരു റിവിഷനും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് റേ ഒപ്റ്റിക്സ്, അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ ഫിസിക്സിൽ വരിക ഡുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് റേ ഒപ്റ്റിക്സിലും തുടങ്ങാൻ സമയം കളയുന്നില്ല, നേരെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് റേ ഒപ്റ്റിക്സിൻ്റെ മെയിൻ ടോപ്പിക്സ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇവയൊക്കെ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ബേസിക്കലി നമ്മൾക്ക് റേ ഒപ്റ്റിക്സിനകത്ത് നിങ്ങൾക്ക് റിഫ്ലക്ഷൻ പഠിക്കേണ്ടി വരുന്നു, റിഫ്രാക്ഷൻ പഠിക്കേണ്ടി വരുന്നു. റിഫ്ലക്ഷനും റിഫ്രാക്ഷനും മെയിൻ 2 ടോപ്പിക്കുകൾ അത് തന്നെയാണ്. റിഫ്ലക്ഷനും റിഫ്രാക്ഷനും തന്നെയാണ്. അതിൽ തന്നെ റിഫ്ലക്ഷനകത്ത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പോലെ തന്നെ അതിനുശേഷം നമുക്ക് ലെൻസുകളെ പറ്റി, അതായത് കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, ഇതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പഠിക്കണം. ദെൻ നമുക്ക് പ്രിസത്തിലെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ വെച്ച് നമുക്കൊരു പ്രോബ്ലം സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടുന്ന ടോപ്പിക്സ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിലബസ് അനുസരിച്ചിട്ട് അപ്പോൾ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ 1 വേർഡ് ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് അതിലൂടെ പോവുകയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് നിങ്ങൾക്കായിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യണം. ആ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ തിയറി കൂടി പറഞ്ഞായിരിക്കും മുന്നോട്ട് നമ്മൾ പോവാം. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 1 ഞാൻ വായിക്കുകയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം μ2 മറ്റൊരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1 ആണ്. അങ്ങനെയാണെങ്കിൽ അണ്ടർ വാട്ട് കണ്ടീഷൻസ്, എന്തൊക്കെ കണ്ടീഷനിലാണ് റേ എന്ത് സംഭവിക്കുക, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുക. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി വിശദമായ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് 2 മാർക്കിനോ 1 മാർക്കിനോ ആണെങ്കിൽ കൂടി ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ശ്രദ്ധിക്കുക. നമ്മൾ 2 മീഡിയം എടുക്കും. ഞാൻ ഈ വരയ്ക്കുന്നത് ഒരു ഇന്റർഫേസ് ആണ്, അതായത് 2 മീഡിയത്തിൻ്റെ ഇന്റർഫേസ് ആണ്. അപ്പം ഞാൻ എടുക്കാൻ പോകുന്നു ഈ മീഡിയം ഡെൻസർ മീഡിയം ആണെന്ന് കരുതുക. ഡെൻസർ മീഡിയത്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് എടുക്കാം, വാട്ടർ എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ തൽക്കാലം ഗ്ലാസ് എന്ന് നിങ്ങൾ എടുക്കുകയാണ്. ഇറ്റ് ഈസ് എ ഡെൻസർ മീഡിയം. തൊട്ട് മകളിൽ ഒരു റെയറർ മീഡിയം ആയിരിക്കണം. റെയറർ മീഡിയം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഹൂസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഷുഡ് ബി ലെസ് ദാൻ ദിസ്, ഇതിനേക്കാൾ കുറവായിരിക്കണം. അപ്പൊ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇത് 1.7 എന്ന് എടുത്താൽ ഇതിന്റെ വാല്യൂ 1.2 1.4 ഒക്കെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ സാധിക്കൂ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ നോക്കാം, ഇത് നോർമലാണ്. ഞാൻ ഈ വരയ്ക്കുന്നതിനെ നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? നോർമൽ. നോർമൽ മീൻസ് എ ലൈൻ which is perpendicular to the surface, that is called normal. ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇൻസിഡന്റ് റേയുടെ കാര്യം ഞാൻ വരച്ചപ്പോൾ, ഇൻസിഡന്റ് റേ വരച്ചപ്പോൾ ഇതിനെയാണല്ലോ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്ന മക്കളെ, എല്ലാവർക്കും അറിയാം. ദിസ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഈ റേക്ക് എന്ത് സംഭവിക്കും മക്കളെ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ റേ തീർച്ചയായിട്ടും അടുത്ത മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ സഞ്ചരിക്കേണ്ട പാത്ത് ഇതല്ലേ. നോക്കി, ശരിക്കും നോക്കി, അവനെ ഇങ്ങനെ അങ്ങ് പോകേണ്ട ആളല്ലേ, അവൻ ഇങ്ങനെ നേരെ പോകേണ്ട ആൾക്ക് ഡീവിയേഷൻ സംഭവിക്കുകയാണ്. ഡീവിയേഷൻ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ വേറൊരു മീഡിയത്തിലേക്കാണ് കയറുന്നത്. ആ ഡീവിയേഷനെ പറ്റി ഞാനൊരു കാര്യം പറയാം. ആ ഡീവിയേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് പ്രകാശം റെയറർ മീഡിയത്തിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റേയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദി നോർമൽ. കണ്ടോ, ഇങ്ങോട്ടാണ് ബെൻഡ് ആവുക, ഇങ്ങോട്ടാണ് ബെൻഡ് ആവുക. തിരിച്ചായിരുന്നെങ്കിൽ എന്താ പറ്റുകയെന്ന് അറിയാമോ? തിരിച്ച് ഞാൻ വരച്ച് കാണിക്കാം, നോക്കിക്കോ. ഞാൻ അതുകൂടി കാണിച്ചേക്കാം. ഇത് ഡെൻസറും ഇത് റെയററും ഇങ്ങനെ വന്നെങ്കിൽ, അതായത് പ്രകാശം നോക്കിക്കോ, റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസറിലേക്ക് കയറിയെങ്കിൽ മക്കളെ എന്താണ് സംഭവിക്കാന്ന് അറിയാമോ? ഇതാണ് ഒറിജിനൽ പാത്ത്. ഇങ്ങോട്ടായിരിക്കും ഡീവിയേറ്റ് ചെയ്യുക. കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് നോർമലിൽ നിന്നും, അതായത് നോർമലിനടുത്തേക്ക്, ഇത് കണ്ടോ, നോർമലിൽ നിന്നും ദൂരേക്ക്. അപ്പം നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ, ഇവിടെ എവിടെയാണ് ഈ റേ തിരിച്ചു പോകാനൊരു ചാൻസ്, ഒരു ടെൻഡൻസി കാണിക്കുക? ഒരിക്കലും നടക്കില്ല. കാരണം ഈ റേ ഇങ്ങോട്ടും ബെൻഡ് ആവുക. ഇങ്ങോട്ട് ബെൻഡ് ആവുമ്പോൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ച് മീഡിയത്തിലേക്ക് വന്ന കേസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക? നടക്കില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേസ്, അതായത് ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോകണം? ഡെൻസറിൽ നിന്നും
റെയറിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്കൊരു ചാൻസ് എങ്കിലും ഉള്ളൂ എന്തിനാ തിരിച്ചു വരാൻ. അപ്പോൾ അടുത്ത നോക്കിക്കോ, എന്താ ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഇൻസിഡന്റ് റേ ഇതാണെങ്കിൽ റിഫ്രാക്റ്റഡ് റേ ഉണ്ടല്ലോ, റിഫ്രാക്റ്റഡ് റേ ഈ സർഫസിൽ കൂടെ പാസ് ചെയ്തു പോകും. ശ്രദ്ധിക്കുക, ഈ റിഫ്രാക്റ്റഡ് റേ ഈ സർഫസിലൂടെ തന്നെ ഇങ്ങനെ പാസ് ചെയ്തു പോകണം, കണ്ടോ. അപ്പൊ നമ്മൾ നോക്കണേ, ഇത് തന്നെയാണ് റിഫ്രാക്റ്റഡ് റേ. ഇങ്ങനെ ഒരു സാഹചര്യം എടുക്കുകയാണ്. റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ പഠിച്ചിരിക്കണ എന്താണ് മക്കളെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളാണ്. ഇപ്പൊ കണ്ടോ, റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ആ മീഡിയത്തിന്റെ ഇന്റർഫേസിലൂടെ ഇങ്ങനെ പോകും, കണ്ടോ, സർഫസിലൂടെ തെന്നി നീങ്ങി പോകും. ഗ്രേസിങ് ദി സർഫസ് എന്ന് പറയും നമുക്ക്. ഇറ്റ് ജസ്റ്റ് ഗ്രേസസ് ഓവർ ദി സർഫസ്. അപ്പൊ നിങ്ങൾ ഇതിലൊന്ന് നോക്കിയടാ, കണ്ടോ കണ്ടോ, ഈ റിഫ്രാക്റ്റിംഗ് ആംഗിൾ എത്ര ഡിഗ്രി വരുന്നു, കണ്ടോ, 90 ഡിഗ്രി, 90 ഡിഗ്രീസ്. ദിസ് ഈസ് ദി ബൗണ്ടറി കണ്ടീഷൻ. ഈ വരച്ചത് ഒരിക്കലും നിങ്ങൾ കാണില്ല, ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ല, ഇതൊരു ബൗണ്ടറി കണ്ടീഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ എത്ര വന്നു, 90 ഡിഗ്രി. ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇനി എപ്പോഴാ ടോട്ടൽ, ഇനി എപ്പോഴാ അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുക? യെസ്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങളുടെ ഇൻസിഡൻസ് ആംഗിൾ ഉണ്ടല്ലോ, ഇൻസിഡൻസ് ആംഗിൾ എന്തിനേക്കാൾ കൂടുതലായാൽ ക്രിട്ടിക്കൽ ആംഗിൾ. ഇപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ 56 ഡിഗ്രി ആണെങ്കിൽ ആ 56 ഡിഗ്രിയിൽ സംഭവിക്കുന്ന ഇതാണ്, കണ്ടോ, റിഫ്രാക്റ്റഡ് റേ ഇങ്ങനെ പോകത്തതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻസിഡൻസ് ആംഗിൾ 56.1 ആക്കി എന്ന് കരുതിക്കോ, ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ, എന്ത് സംഭവിക്കും? ഈ ലൈറ്റ് റേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. കാരണം ഇറ്റ് ഷുഡ് ബെൻഡ് അവേ ഫ്രം ദി നോർമൽ, കണ്ടോ. അപ്പൊ ഇവിടം തൊട്ട് ഇങ്ങനെ വരച്ചു വരിക, കണ്ടോ, പല പല കേസുകൾ വരച്ചു വരിക, കണ്ടോ. റിഫ്രാക്റ്റഡ് റേ ബെൻഡ് ചെയ്ത് സർഫസിലൂടെ പോയി, അപ്പോഴത്തെ ആംഗിൾ ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. അവിടെയാണ് ഡെഫിനിഷൻ പറഞ്ഞത്. ഇനിയും നിങ്ങൾ കൂട്ടിയാൽ എന്ത് പറ്റും? ഇറ്റ് വിൽ മൂവ് ബാക്ക് ടു ദി ഒറിജിനൽ ഡെൻസർ മീഡിയം. ആ ഡെൻസർ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ ഞാനിപ്പോൾ തന്നെ 2 കണ്ടീഷൻ പറഞ്ഞു തന്നു. ഒന്ന്, ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. 2, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. കണ്ടോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കുകയും വേണം? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കുകയും വേണം. അപ്പൊ 2 കണ്ടീഷനാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ നമുക്ക് ആവശ്യമായത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അതിന്റെ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ വേറൊരു ക്വസ്റ്റ്യനിൽ വരുന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, അത് അവിടെ ഞാൻ പറയാം. ഇതിന്റെ ഇക്വേഷൻ എഴുതാനുണ്ട്, അത് ഞാൻ അവിടെ പറയാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹൗ ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിറ്റ് ലൈറ്റ് സിഗ്നൽ. ഒപ്റ്റിക്കൽ ഫൈബർ എങ്ങനെയാണ് ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക? ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുമ്പോൾ നടുക്ക് നമുക്കതിനെ കോറെന്ന് വിളിക്കാം. നടുക്കൊരു ഗ്ലാസ് പോലൊരു സംഭവം കാണാം, അതിനെ കോറെന്ന് വിളിക്കാം. ഇതിന്റെ പുറത്തൊരു കോട്ടിങ് കാണും, കണ്ടോ. ഈ കോട്ടിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കോട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ക്ലാഡിങ്. സി ദി കോർ ആൻഡ് ദി ക്ലാഡിങ്. സാധാരണ ഇതിൽ കോറായിട്ടൊരു ഗ്ലാസ് ഉപയോഗിക്കും, ക്ലാഡിങ് ആയിട്ട് അതിനേക്കാൾ കുറച്ചും കൂടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു പ്ലാസ്റ്റിക് പോലൊരു വസ്തുവാണ് അവിടെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ പേനയുടെ കവർ പോലെ തന്നെയാണ് കോറിന്റെ പുറത്തൊരു കോട്ടിങ്, ഒരു ക്ലാഡിങ്ങിന്റെ കോട്ടിങ്. അപ്പോൾ ഇവിടെ എന്താ അറിയാമോ, കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ശ്രദ്ധിക്കുക. കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മോനെ 1.5 ആണെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതിനേക്കാൾ കുറവ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. കാരണം ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയറർ. കണ്ടോ, ഇത് റെയറർ ആയിരിക്കണം, ഇതെന്തായിരിക്കണം, ഡെൻസർ. അപ്പൊ നോക്കുക, ഇങ്ങനെ പോകുന്ന ലൈറ്റ് ഇങ്ങനെ കടന്നു പോവില്ല, തിരിച്ചിതിലേക്ക് തന്നെ വരുന്നു. കണ്ടോ, ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് മുന്നോട്ട് പോകും. ദിസ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഇതിനെയാണ് നിങ്ങൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, അതായത് ഡാറ്റ ട്രാൻസ്ഫറിങ് വളരെ വേഗത്തിൽ നടത്താൻ സാധിക്കും. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ എന്താ, ഒരു മാർക്കിന് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദി ഒപ്റ്റിക്കൽ ഫൈബർ? TIR, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ,
അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു. ഡ്രോ ദി റേ ഡയഗ്രാം ഫോർ ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് ലെൻസ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ മക്കളെ, നമുക്ക് കോൺവെക്സ് ലെൻസും ഉണ്ട്, കോൺകേവ് ലെൻസും ഉണ്ട്. ഈ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്ന് പറയും, കോൺവെക്സ് ലെൻസിന് എത്രയോ റേ ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ബിയോണ്ട് 2F. 2Fന്റെ അപ്പുറം കൊണ്ട് വെക്കാണ്. എഫിൽ വെക്കാം, ഫോക്കസിനും സെന്ററിനും ഇടയിൽ വെക്കാം. ഇങ്ങനെയൊക്കെ പല പല കേസിൽ ഇമേജുകൾ വ്യത്യസ്ത സ്വഭാവം പുലർത്തുകയാണ്. എവിടെയാ? കോൺവെക്സ് ലെൻസ്. പക്ഷെ കോൺകേവ് ലെൻസിന്റെ കേസിൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെയാണ്. ആകെ നമുക്ക് വരയ്ക്കാവുന്ന ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ. അതാണ് കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത. ഈ കോൺകേവ് ലെൻസേ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കോൺവെക്സ് ലെൻസിനെ പോലെ അല്ല കോൺകേവ് ലെൻസ്. ഈ കോൺകേവ് ലെൻസ് എല്ലായ്പ്പോഴും ഡിമിനിഷ്ഡ് ഇമേജേ ഫോം ചെയ്യുള്ളൂ. ഡിമിനിഷ്ഡ് ഇമേജ് ആണ് ആര് ഫോം ചെയ്യുക? കോൺകേവ് ലെൻസ് ഫോം ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെയാ വരയ്ക്കുന്നത് നമുക്കൊന്ന് നോക്കിയേക്കാം. ദേ നോക്കുക, ഞാനൊരു കോൺകേവ് ലെൻസ് വരച്ചു. ഇതിന്റെ സെന്റർ ഒരു ആക്സിസ് വരയ്ക്കുന്നു. മക്കൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സെന്ററിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? ഇറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ ആണല്ലോ? ഇതിലൂടെ കടന്നു പോകുന്ന സെന്ററിൽ കൂടെ, ഇത് കണ്ടോ, സെന്ററിൽ കൂടെ കടന്നു പോകുന്ന ഈ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി എന്താണ് ഇതിനകത്തെ സംഭവങ്ങൾ നോക്കിയോ. നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു. അപ്പൊ നമുക്കിനി ഒബ്ജക്റ്റ് വെച്ച് കൊടുക്കാം. ഇതാണ് ഒബ്ജക്റ്റ്. നമുക്ക് ഈ കോൺവെക്സ് എടുത്താലും കോൺകേവ് എടുത്താലും, അതിപ്പോ മിറർ എടുത്താലും ശരി, ലെൻസ് എടുത്താലും ശരി, അപ്പോൾ ഒരു റേ ഡയഗ്രാം വരയ്ക്കാൻ പരിശീലിച്ച് തന്നെ പോവുക. ഏതാ ചോദിക്കുന്നത് പറയാൻ കഴിയില്ല. റേ ഡയഗ്രാം കോൺവെക്സിനോ കോൺകേവിനോ അതുപോലെ തന്നെ മിററിനോ ലെൻസിനോ എവിടെ വേണമെങ്കിലും ചോദിക്കാം. അപ്പം നമുക്കിവിടെ വന്നത് ഒരു കോൺകേവ് ലെൻസാണ്, അതുകൊണ്ട് ഞാൻ വരച്ച് കാണിക്കുന്ന കോൺകേവ് ലെൻസിൻ്റെയാണ്. ഒരു ഒബ്ജക്റ്റ് എടുത്തിനും ഈ ഒബ്ജക്റ്റിൽ നിന്നും പോകുന്ന 2 റേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമേജ് ഫോം ചെയ്യാൻ പറ്റും. 1 റേ എങ്ങനെ വരയ്ക്കണം എന്ന് അറിയാമോ? ഈ പോകുന്ന ഒരു റേ ആണ്, കണ്ടോ, ദാറ്റ് ഷുഡ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. ഒരു റേ മോനെ ഇങ്ങനെ എടുക്കാടാ, നമ്മൾ കണ്ടല്ലോ മക്കളെ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്ന റേ ആണ്. ഈ റേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയാമോ? ഈ സംഭവം നമ്മൾ എടുത്തിരിക്കുന്നത് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന് മറ്റൊരു വാക്കുണ്ട്, എല്ലാവർക്കും അറിയാം എന്താന്ന്? ഡൈവർജിങ് ലെൻസ്. കോൺകേവ് ഡൈവർജിങ്ങും കോൺവെക്സ് കൺവെർജിങ്ങുമാണ്. കാരണം ഇവൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവൻ റേസിനെ കൺവെർജ് ചെയ്ത് കളയും. കണ്ടോ, അകന്നു പോകും, ഇങ്ങനെ അകന്നു പോകും. ഡൈവർജന്റ് റേ എന്ന് നിങ്ങൾ ഇതിനെ വിളിക്കും. മറ്റേത് കൺവെർജിങ് ആണ്. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ ഇത് കണ്ടോ, ഇതിലൂടെ ഒരു റേ പോയാൽ നമുക്കറിയാം. കണ്ടോ ഇതാണ് അവിടെ. എവിടെയാ? കോൺവെക്സിന്റെ കേസിൽ. കോൺകേവിന്റെ കേസിൽ നമ്മൾ വരയ്ക്കുക ഇങ്ങനെയാ. അതേ കണ്ടോ, ഈ പോകുന്ന റേസ് എല്ലാം മക്കളെ കണ്ടോ, ഇങ്ങനെ പോകും. പക്ഷേ നിങ്ങൾ ഈ രണ്ടിന്റെയും കേസിൽ ഞാനൊരു കാര്യം പറയട്ടെ, നടുക്കുകൂടി പോകുന്ന, അതായത് സെൻട്രിൽ കൂടെ പോകുന്ന റേ ഉണ്ടല്ലോ, സെൻട്രലിൽ കൂടെ പോകുന്ന റേക്ക് എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. അത് ലെൻസ് ഏതിലെടുത്താലും സെൻട്രലിലൂടെ ഒരു റേ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റേ എങ്ങനെയാണോ കടന്നുപോയത് അതുപോലെ തന്നെ കടന്നു, ഡീവിയേഷൻ ഉണ്ടാവില്ല. അത് ഓർക്കുക. അപ്പൊ ഞാനിവിടെ അതിലേക്ക് വരികയാണ്. അപ്പൊ ഞാൻ ഒരു റേ വരച്ചല്ലോ, രണ്ടാമത്തെ റേ ഞാൻ എൻ്റെ സെൻട്രിതാണല്ലോ, സെൻട്രിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു റേ എടുക്കുകയാണ്. കണ്ടോ, യെസ്, ഞാൻ വരച്ചപ്പോൾ ഇച്ചിരി അങ്ങോട്ടായി പോയതാണ്. ഇതാണ് സെൻറ്റർ എന്ന് അറിയാൻ മനസ്സിലായല്ലോ കാര്യങ്ങൾ. ഇങ്ങനെ ഒരു റേ ഞാൻ എടുത്തു. അപ്പം നിങ്ങൾ നോക്കി, 2 റേ, ഒരു 1 റേയും 2 റേയും, ഇത് രണ്ടും മതിയാവും നമുക്ക് ഇമേജ് വരയ്ക്കാൻ. പക്ഷേ നമുക്കറിയാം ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാ? ഇമേജ് ഫോം ചെയ്യുന്നത് ഈ 2 റേസും എവിടെ വെച്ചാണോ കൂട്ടിമുട്ടുന്നത്, ദർ ഇന്റർസെക്ഷൻ പോയിന്റ്, അവിടെയാണ് ഇമേജ് വരേണ്ടത്. പക്ഷേ മക്കളെ ദേ ഇവിടെ നോക്കിക്കേ, ഇവിടെ അങ്ങനെ ഒരു പോയിന്റ് കാണാൻ സാധിക്കുന്നില്ല. കണ്ടോ, വാട്ട് ഹാപ്പൻ? എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് മറ്റൊന്നുമല്ല, കാരണം ഇതെന്താണ്? ഡൈവർജിങ് ആയതുകൊണ്ടാണ്. കോൺകേവിലാണ്. കോൺവെക്സ് ആണെങ്കിൽ ശരിക്കും അതെന്ത് ചെയ്തേനെ? ഇന്റർസെക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? യു ഹാവ് ടു ഇമാജിൻ. കണ്ടോ, ഇതിനെ ഇങ്ങോട്ട് വരുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്തേ. ഇത് കണ്ടോ, ഇത് വെറുതെ ഇമാജിൻ ചെയ്യാണ് നമ്മൾ. കണ്ടോ,
ഇങ്ങോട്ട് വരുന്നതായിട്ട് ഇവിടുന്ന് പോകുമല്ലേ ശരിക്കും യഥാർത്ഥത്തിൽ, അത് കണ്ടോ? ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ട്രാവലിംഗ് ഫ്രം ദിസ് പോയിന്റ്, കണ്ടോ? അങ്ങനെ നമ്മൾ പിറകോട്ട് വരച്ച് നോക്കിയാൽ കണ്ടോ, സോ യു ക്യാൻ സീ ആൻ ഇമാജിനറി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, കണ്ടോ? അവിടെ ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സെൻസ് അവിടെ എന്ത് ഫോം ചെയ്തു? ഒരു ഇമേജ് ഫോം ചെയ്തു. ഇനി നിങ്ങൾ പറയൂ, ഈ ഇമേജിന്റെയും അതായത് ഈ രണ്ട് റേസിന്റെയും, ഈ റേ 1ന്റെയും റേ 2ന്റെയും ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് അതൊരു ഇമാജിനേഷൻ പോയിന്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നിങ്ങൾ പറയണം, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇമേജിന്റെ അവസ്ഥ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് റിയൽ. അതെന്തായിരിക്കില്ല? റിയൽ ആയിരിക്കില്ല. നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. റിയൽ ഇമേജുകളൊക്കെ തലതിരിഞ്ഞേ ഇരിക്കുള്ളൂ. റിയൽ ഇമേജുകൾ ഇൻവെർട്ടഡ് ആയിരിക്കും, തലതിരിഞ്ഞിരിക്കും. പക്ഷെ ഇതെങ്ങനെയാ നോക്കിയേ, ഇത് എറക്റ്റ് ഇമേജാ, കണ്ടോ? എറക്റ്റ് ഇമേജ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മക്കളെ. വാട്ട് ആർ ദി സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് ലെൻസ്? ഒരു കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജിനെ പറ്റി ഞാനൊന്ന് പറയട്ടെ. എറക്റ്റ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. പിന്നെ ഇറ്റ് ഈസ് നോട്ട് റിയൽ. എന്താ വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് കാനോട്ട് ബി കോട്ട് ഓൺ എ സ്ക്രീൻ. ഇവനെ നമുക്കൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. റിയൽ ഇമേജുകളെ മാത്രമേ നമുക്ക് എവിടെ കൊടുക്കാൻ കഴിയൂ? ഒരു സ്ക്രീനിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇതെന്ത് ഇമേജാ? വിർച്വൽ ഇമേജ് ആണ്. സോ നമ്മൾ റേ ഡയഗ്രാം വരച്ചത് കണ്ടല്ലോ. സോ അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്? എറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനേക്കാൾ കുറവാണ്. ഒബ്ജക്റ്റിന് എന്ത് കൂടുതലാണ്? ഹൈറ്റ് കൂടുതലാണ്. ഇമേജിന് എന്ത് കുറവാ? ഹൈറ്റ് ഇച്ചിരി കുറവാ. കണ്ടോ? കംപ്രസ്ഡ് ഇമേജ് എന്ന് വേണമെങ്കിൽ വിളിക്കാം നമുക്ക്. കംപ്രസ്ഡ് ആണ്, ഇത്തിരി സൈസ് അങ്ങനെ കംപ്രസ് ആക്കിയിട്ട് അവനെ നമുക്ക് തന്നത്. ഓക്കെ ആണല്ലോ? See next one. Two lenses of power plus 70 minus 3D combined. Effective focal length. നോക്കാം. P1 ആദ്യത്തെ ലെൻസിന്റെ പവർ പ്ലസ് 7D. രണ്ടാമത്തെ ലെൻസിന്റെ പവർ P2 -3 ഡയോപ്റ്റർ. മക്കളെ, ഇവരെ കമ്പൈൻ ചെയ്യുമ്പോൾ എഫക്റ്റീവ് പവർ കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട. എഫക്റ്റീവ് പവർ എന്ന് പറയുന്നത് P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര എക്സെട്ര. അപ്പൊ ഇവിടെ രണ്ടാൾക്കാരേ ഉള്ളൂ. എക്സെട്ര ഒന്നും വേണ്ട. അപ്പൊ മക്കൾ പറ, 7D - 3D എത്രയാ മക്കളെ വരിക? 4D ആണ്. അതും പ്ലസ് ആണ്. കണ്ടോ? 4 ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ. ഇനി ബേസിക്കലി പവർ എന്ന് വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണ്. ഡയോപ്റ്റർ SI സിസ്റ്റം ആണ് കേട്ടോ. ഈ ഡയോപ്റ്റർ എന്ന് വിളിക്കുന്നത് പവറിന്റെ SI യൂണിറ്റ് ആണ്. അപ്പൊ ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും മീറ്റർ ഇൻവേഴ്സ് അല്ലേ? മീറ്റർ ഇൻവേഴ്സ് അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പവറായിട്ട്, എഫക്റ്റീവ് പവറായിട്ട് എനിക്ക് എന്ത് കിട്ടി? 4 ഡയോപ്റ്റർ കിട്ടി. അപ്പോൾ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് അറിയാമോ? 1/പവർ. റെസിപ്രോക്കലാന്ന് പറഞ്ഞല്ലോ. പവറിന്റെ റെസിപ്രോക്കലാണ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഫോക്കൽ ലെങ്തിനെ പിടിച്ച് തിരിച്ചെഴുതാൽ പവർ കിട്ടും, പവറിനെ തിരിച്ചിട്ടാൽ ഫോക്കൽ ലെങ്ത് കിട്ടും. അപ്പോൾ മക്കൾ പറഞ്ഞേ 1/4. 1/4 എത്രയാ മക്കളെ? 0.25. പക്ഷെ ഓർക്കേണ്ട കാര്യം എന്താ അറിയാമോ? ഈ ഡയോപ്റ്റർ എന്ന് പറയുന്ന സംഭവം ഇല്ലേ മോനെ, ഈ ഡയോപ്റ്റർ SI യൂണിറ്റാ. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ കിട്ടുന്നത് ഫോക്കൽ ലെങ്ത് ആണ്, ദൂരമാണ്. അതും SI യൂണിറ്റ് തന്നെയായിരിക്കും. സോ ദിസ് വിൽ ബി ഇൻ മീറ്റേഴ്സ്. യെസ്, 0.25 മീറ്റേഴ്സ്. അപ്പൊ നമുക്ക് അതിനെ സെന്റിമീറ്റർ ആക്കി പറയാം, കാരണം ഓപ്ഷൻ എന്തിലാ? സെന്റിമീറ്ററിലാണ്. അപ്പൊ നമുക്കിനെ 100 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം എത്ര വരും? +25 സെന്റിമീറ്റേഴ്സ്. സി ഓപ്ഷൻ ബി, +25 centimeters. So this is how we can combine two lenses and we can find the effective power and effective focal length. Okay. Moving on to next question. On hot summer days. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഫിസിക്സിൽ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അത് വളരെയധികം കെയർഫുൾ ആയിരിക്കണം നമുക്ക്. കാരണം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു സാധാരണ തിയറി ക്വസ്റ്റ്യൻ പോലെയല്ല. നമ്മളൊരു പ്രോബ്ലം കാണാതെ പഠിച്ചുകൊണ്ട് പോയോ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ബൈഹാർട്ടാക്കി പോയോ ചെയ്യുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കൃത്യമായ ഉത്തരം, കൃത്യമായ എക്സ്പ്ലനേഷൻ എഴുതി വെച്ചാലേ അവരതിന് മാർക്ക് തരത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓൺ ഹോട്ട് സമ്മർ ഡേയ്സ് വൈൽ മൂവിങ് ഇൻ എ ബസ് എ ഡിസ്റ്റന്റ് സ്പോട്ട് ഓൺ ഹൈവേ അപ്പിയേഴ്സ് ടു ബി വെറ്റ് ഈവൻ ത്രൂ ഇറ്റ് നോട്ട് ആക്ച്വലി വെറ്റ്. നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഈ ഹൈവേ, ലോങ് സ്ട്രെച്ച് ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഈ വെയിലടിച്ചിട്ട് ഈ ഹൈവേ ഇങ്ങനെ അവിടെ വെള്ളം കിടക്കുന്ന ഒരു ഫീൽ വരും നമുക്ക്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ്. വിച്ച് ഫിസിക്കൽ ഫിനോമിനൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് എഫക്റ്റ്? ഈ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് മിറാഷ്.
ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കണം, അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഓക്കെ, അതല്ല ഇവിടുത്തെ കാര്യം. ഇതൊരു മാർക്ക് കിട്ടി, ഇത് എഴുതിയപ്പോൾ നിങ്ങൾക്ക് 1/2 മാർക്കോ 1 മാർക്കോ കിട്ടി. പക്ഷേ വിച്ച് ഫിസിക്കൽ ഫിനോമിനൺ ഈസ് ഫോർ ദിസ് എഫക്റ്റ്? ഇത് ഈ എന്ത് ഫിസിക്കൽ ഫിനോമിനൺ ആണ്? ദിസ് ഈസ് ബേസിക്കലി ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കൊണ്ടാണ് സംഭവിച്ചത്. ബി, നെയിം ദി ഫിനോമിനൺ. വാട്ട് ഈസ് ദിസ് എഫക്റ്റ് നോൺ ആസ്? മിറാഷ്. അടുത്തത് സി, ക്വസ്റ്റ്യൻ സി എന്താന്ന് നോക്കി. ഡ്രോ ദി റേ ഡയഗ്രാം ഷോവിംഗ് ദിസ് ഫിസിക്കൽ ഫിനോമിനൺ. ദെൻ ഫൈനലി ഹൗ Snell's law is modified in this situation. What situation? This is the situation. TIR. നേരത്തെ ഞാൻ TIR പഠിപ്പിച്ചപ്പോൾ Snell's law അവിടെ ഇക്വേഷൻ എഴുതിയിരുന്നില്ല, അതിവിടെ എഴുതി കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ചെയ്ത് കാണിക്കാം. അതിനു മുമ്പ് ഹൗ വി ക്യാൻ ഡ്രോ ദി ഡയഗ്രാം ഫോർ എ മിറാഷ്. ഹൗ ദിസ് ഹാപ്പൻസ്. ഡയഗ്രാം വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ചിലപ്പോൾ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഡയഗ്രാം വളരെ റെയർ ആയിട്ടാണ് ചോദിക്കുക. അങ്ങനെ മിറാഷിൻ്റെ ഡയഗ്രാം അങ്ങനെ കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ നമുക്കത് ചെയ്യാം. നോക്കുക, ഇതാണ് നിങ്ങളുടെ സർഫസ്. ഇവിടെ എന്താ പറ്റിയിട്ടുണ്ടെന്ന് അറിയാമോ? പകല് സമയത്ത്, അതായത് ഹോട്ട് സീസണിൽ ചൂടടിച്ചിട്ട്, ഇതിപ്പോൾ റോഡാണെന്ന് കരുതുക, ടാർ ചെയ്തിരിക്കുമായിരിക്കുമല്ലോ. ഈ ചൂടടിച്ചിട്ട് നിങ്ങൾക്കറിയാം, നല്ല ചൂടടിച്ചിട്ട് ഇവൻ്റെ അടുത്ത് വരുന്ന എയർ കുറച്ച് ഇങ്ങനെ കണ്ടോ, ഇത് ഹോട്ട് എയർ ആണ്. സി കണ്ടോ, അതിനെ ഞാൻ എന്തെന്ന് കൊടുത്തിരിക്കുന്നു? ഹോട്ട് എയർ എന്ന് കൊടുത്തിരിക്കുന്നു. വാം എയർ, ഹോട്ട് എയർ. ഇനി നമുക്കിതിന് തൊട്ടുമേളിൽ നമ്മുടെ സാധാരണ കൂൾ എയർ ഉണ്ടോ? ഞാൻ വരച്ചത് കണ്ടല്ലോ, ഇതൊരു പ്രതലം വരച്ചു എന്നേ ഉള്ളൂ. ഹോട്ട് എയറും അതിൻ്റെ മേളിൽ എന്തും വരച്ചു? കൂൾ എയറും വരച്ചു. അപ്പം നിങ്ങൾ നോക്കുക, ഈ ഹോട്ട് എയറും കൂൾ എയറും. ഹോട്ട് എയർ എന്ന് പറയുന്നത് ചൂട് പിടിച്ചിരിക്കുന്ന വായുവാണ്. നോർമലി അതൊരു റെയറർ മീഡിയം ആയിരിക്കും. ഈ തണുത്ത വായു എന്ന് പറയുന്നത് നോർമലി ഡെൻസർ മീഡിയം ആയിരിക്കും. ഇനി നിങ്ങൾ എവിടെങ്കിലും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുകയാണെന്ന് കരുതുക. എവിടെങ്കിലും നിന്നുകൊണ്ട് ദേ ഇതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റ്. എന്തായിരിക്കും സംഭവിക്കാന്ന് അറിയാമോ? സി, ഇതെല്ലാം കൂൾ എയർ ആണ് കേട്ടോ. ഞാൻ മേളിലോട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് യു ആർ ലുക്കിംഗ് ഫ്രം ഹിയർ എന്ന് കരുതുക. ഇത് നിങ്ങളുടെ ഒബ്ജക്റ്റ് ആണ്. ഇത് കൂൾ എയർ ആണ്, തൊട്ടുമേളിൽ കൂൾ എയർ ആണ്, താഴെ ഹോട്ട് എയർ ആണ്. എന്തായിരിക്കും സംഭവിക്കുക? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന് കണ്ടോ? ഞാൻ കണ്ടാൽ ഇത് കണ്ടോടോ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ഡെൻസറാണ്, ഇതെന്താണ് റെയർ. സി, ലൈറ്റ് ഇങ്ങനെ പോയിട്ട് കണ്ടോ, സീറ്റ് ബെൻഡായി. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. യു ആർ ഒബ്സർവിങ് ഫ്രം ഹിയർ. ഇതാണ്, നിങ്ങളാണ് ഒബ്സർവർ ആണ്. നിങ്ങൾ ഇവിടെ നിൽക്കുക. നമ്മളെപ്പോഴാണ് ഒരു ലൈറ്റ് കാണുന്നത്? എപ്പോഴാണ്? പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് കാണുക? ലൈറ്റ് കാണുക. ആ വസ്തു, ഒരു ഒബ്ജക്റ്റ് നമുക്ക് വിസിബിൾ ആവുന്ന എപ്പോഴാണ്? ആ ഒബ്ജക്റ്റ് എന്നുള്ള ലൈറ്റ് എവിടെ എത്തുമ്പോഴാണ്? നമ്മുടെ റെറ്റിനയിൽ എത്തുമ്പോഴാണ്. കണ്ടോ, ആ ലൈറ്റ് എന്ത് ചെയ്തിരിക്കണം? ബെൻഡായിരിക്കണം. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് അറിയാമോ? നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്നറിയാമോ? ലൈറ്റ് ആക്ച്വലി ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദിസ് പോയിന്റ്. സി, ഇതിന് കുറച്ച് താഴെയായിട്ട് കണ്ടോ, ശരിക്കും ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുക കണ്ടോ, ദിസ് ഈസ് ഓ ഡാഷ്. അപ്പം നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാവുക ലൈറ്റർ എവിടുന്ന് വരുന്നേട്ടാ? കണ്ടോ, ഇറ്റ് അപ്പിയേഴ്സ് ടു ബി കമ്മിങ് ഫ്രം ഓ ഡാഷ്. അപ്പം നമുക്ക് എന്ത് തോന്നും? ഇതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ കണ്ടിട്ടുണ്ടോ? റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ ഒരു ട്രീ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലേ ഈ ട്രീയുടെ നിഴൽ റോഡിൽ തന്നെ കാണാൻ സാധിക്കുന്നു. ദൂരെ നോക്കുമ്പോൾ ഒരു നിഴൽ പോലെ വാഹനങ്ങളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ. ഈ റോഡിലൂടെ ഈ ചൂട് പിടിച്ചിടക്കുന്ന റോഡിലൂടെ വാഹനങ്ങൾ ഓടി വരുമ്പോൾ ഈ വാഹനത്തിലെ കണ്ണാടിയുടെ പുറത്തൂടെ ഓടി വരുന്ന പോലെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു മിറർ, ഒരു ഇമേജ് അടിയിൽ കൂടി കാണാൻ സാധിക്കും. ഇതേ കണ്ടോ, ദിസ് ഈസ് കോൾഡ് മിറാഷ്. റേ ഡയഗ്രാം കണ്ടല്ലോ വരച്ച്. സി, ഇതൊരു ഡെൻസർ മീഡിയം, ഇതെന്താണ്? റെയറർ മീഡിയം. ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയറർ, ഇറ്റ് റിഫ്ലക്ട്സ് ബാക്ക് ടു ദി ഒബ്സർവർ. അപ്പോൾ ഒബ്സർവർക്ക് എന്ത് തോന്നുന്നു? കണ്ടോ, പാവ ഒബ്സർവർ ഇതൊന്നുമല്ല. ഒബ്സർവർ നോക്കുമ്പോൾ പുള്ളിക്കാരൻ അവിടെ നോക്കുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ലൈറ്റ് കമ്മിങ് ഫ്രം. കണ്ടോ, പുള്ളി ഒന്നും അറിയില്ല. പുള്ളി നോക്കുമ്പോൾ ലൈറ്റ് ഇങ്ങനെ വരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുക. അപ്പോൾ അയാൾ വിചാരിക്കണത് എന്തായിരിക്കും? ഇതാണ് ഒബ്ജക്റ്റ് എന്ന് തോന്നും. ബട്ട് റിയൽ ഒബ്ജക്റ്റ് ഏതാ? ഇതാണ്. ഈ ഒബ്ജക്റ്റിൻ്റെ എന്ത് രൂപപ്പെട്ടു? ഒരു റിഫ്ലക്ഷൻ പോലെ. അപ്പം നമുക്ക് എന്ത് ഫീൽ ചെയ്തു? ഒരു ഇമേജ് അവിടെ ഫോം ചെയ്തതിൽ തോന്നും. ഇതിനെയാണ് നിങ്ങൾ മിറാഷ്. സോ മിറാഷിൻ്റെ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുക. ഓക്കെ, അടുത്തത് എന്താ? യെസ്, വി ഹാവ് ടു മോഡിഫൈ Snell's law ഫോർ ദിസ് കേസ്. വിച്ച് കേസ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമുക്ക് നോക്കാം. നേരത്തെ വരച്ച ഡയഗ്രാം തന്നെയാണ്, ഞാൻ അവിടെ പറഞ്ഞില്ല.
ഇത് നോർമൽ ആണല്ലോ. ഇതെന്താ റെയറർ മീഡിയം, ഇതെന്താ ഡെൻസർ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. ഡെൻസർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് മ്യൂ. ഇത് വേണേൽ എയർ ആയിട്ട് അങ്ങ് എടുത്തോ, കുഴപ്പമില്ല. റെയറർ മീഡിയം ഈസ് ടേക്കൺ ആസ് എയർ. ഓക്കെ, ലൈറ്റ് ഇങ്ങനെ വരുന്നു, ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് ഗ്രേസിങ്. കണ്ടോ? അപ്പോൾ മക്കളെ നോക്കിക്കോ മക്കളെ, ഐയുടെ വാല്യൂ അല്ലേ നമ്മൾ സി എന്ന് വിളിച്ച് കണ്ടോടാ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ഞാൻ എന്തെടുക്കുന്നു ക്രിട്ടിക്കൽ ആംഗിൾ. ആറിൻ്റെ വാല്യൂ കണ്ടോ, ആറിൻ്റെ വാല്യൂ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? സൈൻ ഐ സി ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. ദിസ് ലോ ഈസ് കോൾഡ് സ്നെൽസ് ലോ. വളരെ പ്രശസ്തമല്ലേ സ്നെൽസ് ലോ ഒക്കെ, നമ്മൾ ഇപ്പം പറയേണ്ട കാര്യങ്ങളല്ലല്ലോ, ഫണ്ടമെന്റൽ ലോസ് ആണ്. സ്നെൽസ് ലോ എന്താ മോനെ? സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. അപ്പൊ ഇവിടേക്ക് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ ഒന്ന് കൊടുത്തു നോക്കിയാൽ മോനെ, സൈൻ ഐ, ഐക്ക് പകരമല്ലേ നിങ്ങൾ സി എന്ന് കൊടുക്കുക, ക്രിട്ടിക്കൽ ആംഗിൾ ഡിവൈഡഡ് ബൈ സൈൻ 90, 90, സൈൻ 90 നമുക്കറിയാം 1 അല്ലേ, ഇസ് ഈക്വൽ ടു മ്യൂ. അപ്പൊ എന്താ വന്നേ നോക്കിയേ. അപ്പോ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ശരിയല്ലേ? നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ലൈറ്റ് ട്രാവൽ ചെയ്തത് ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ആണ്. അപ്പൊ നമ്മൾ സാധാരണ എഴുതുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എഴുതുമ്പോൾ 2 മീഡിയം ചേർത്ത് എഴുതണം. എങ്ങനെ എഴുതാറ്? മ്യൂ എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് എഴുതറിയാം 1, 2. ഇങ്ങനെ എഴുതുന്നത് എന്തിനാ? 1, 2 എന്ന് എഴുതുന്നത് എന്തിനാ? ലൈറ്റ് ട്രാവൽസ് ഫ്രം മീഡിയം 1 ടു മീഡിയം 2, ശരിയല്ലേ? അപ്പൊ എങ്ങനെ ഇത് എഴുതുക? ദാറ്റ് ഈസ് ഈക്വൽ ടു μ2 ബൈ μ1. അപ്പൊ നമുക്കിവിടെ ഒരാളെ എയർ ആണെന്ന് വിചാരിച്ചോ, ഒരാളെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ സാധാരണ 1 അല്ലേ കൊടുക്കാറ്? സി അപ്പൊ എന്ത് വരിക? 1 ബൈ മ്യൂ മീഡിയം എന്ന് വരുന്നു. അപ്പോ മ്യൂ മീഡിയത്തിന്റെ ഇക്വേഷൻ എന്താ? യെസ്, 1 ബൈ സൈൻ സി. കണ്ടോ? ഇതെന്തായി മാറും? സൈൻ 90 എത്ര? 1. ദിസ് ഈസ് കോൾഡ് സ്നെൽസ് ലോ. ആക്ച്വലി ഇത് സ്നെൽസ് ലോ തന്നെയാണ്, നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് മോഡിഫൈ ചെയ്തു. അപ്പൊ നിങ്ങൾ മോഡിഫിക്കേഷൻ ഓഫ് സ്നെൽസ് ലോ ഫോർ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ, വേറൊന്നും പറയാനില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം വിൽ ബി ഈക്വൽ ടു 1 ബൈ സൈൻ സി എന്ന്. അപ്പൊ ഇത് വെച്ചൊരു പ്രോബ്ലം ചോദിച്ചേക്കാം നിങ്ങൾക്ക്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ട് സൈൻ സി, ക്രിട്ടിക്കൽ ആംഗിൾ തന്നിട്ട് തിരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ട് ക്രിട്ടിക്കൽ ആംഗിളോ ഒക്കെ ചോദിക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്നെൽസ് ലോ നമ്മൾ എന്തിനു വേണ്ടിയിട്ട്? ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിരിക്കും. ഇപ്പൊ ഞാനിവിടെ 1 എടുത്തെന്ന് പറയുമ്പോൾ ഇത് എയർ ആയിട്ട് എടുത്തോണ്ട് കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് പോകല്ലേ. അപ്പൊ ഞാൻ അതിനെ എന്തായിട്ട് എടുത്തു? എയർ ആയിട്ട് എടുത്തു. അപ്പോൾ മീഡിയത്തിൽ നിന്ന് എയറിലേക്ക് പോവാണ്, അങ്ങനെ എടുത്തിരിക്കുകയാണ് കേട്ടോ, മീഡിയം ടു എയർ. അപ്പോൾ നമ്മൾ സാധാരണഗതി എഴുതാറുണ്ടോ, മീഡിയം ടു എയർ ട്രാവൽ ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. അതാണ്, ഇങ്ങനെയാണ് നിങ്ങൾ എഴുതി പഠിക്കണേ. സാധാരണ അത് ഇങ്ങനെ എഴുതാം, 1, 2 എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു μ2 ബൈ μ1 എന്ന് എഴുതി, അത്രേ ഉള്ളൂ. ഇവിടെ സെക്കൻഡ് മീഡിയം ആണ് എയർ, ഇത് എയർ ആണ്. സെക്കൻഡ് മീഡിയം എയറും ഫസ്റ്റ് മീഡിയം ഡെൻസർ മീഡിയം. അപ്പോൾ തിരിച്ചെഴുതി കണ്ടോ, എയർ സെക്കൻഡ് മീഡിയം, ഇതെന്താ ഫസ്റ്റ് മീഡിയം. കണ്ടോ, സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം. ഫസ്റ്റ് മീഡിയത്തിൻ്റെയാണ് നമ്മൾ μ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ എയറിൻ്റെ അത് എത്ര ആയിട്ട് ഇട്ടു? 1 ആയിട്ട് ഇട്ടു. ബാക്കി എഴുതിയപ്പോൾ നമുക്ക് ആൻസർ എന്ത് വന്നു? മ്യൂ മീഡിയം ഇസ് ഈക്വൽ ടു 1 ബൈ സൈൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അത് നമ്മുടെ ഒപ്റ്റിക്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഒപ്റ്റിക്സ് എന്ന് വന്നിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. എങ്ങനെയാണ് അത് ചെയ്യാൻ നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം വന്ന് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യാൻ നോക്കാം. ഫോക്കൽ ലെങ്ത് 12 സെൻറ്റിമീറ്റർ, റേഡിയസ് 10ഉം 15ഉമാണ്. യെസ്, കോൺവെക്സ് ആണ്. കണ്ടല്ലോ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുമ്പോൾ ലൈറ്റ് ഇങ്ങോട്ടാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. സൈൻ കൺവെൻഷൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സൈൻ കൺവെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒബ്ജക്റ്റാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് ഇമേജ് വന്നതെന്ന് വിചാരിച്ചോ. ഇമേജ് ഇവിടെയോ അല്ല എവിടെയെങ്കിലും, ഇൻവെർട്ടഡോ തലതിരിഞ്ഞതോ നേരെ ഉള്ളതോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇമേജ് വന്നു എന്ന് കരുതിക്കോ. ഞാൻ പറയുന്നത് ഇമേജ് ദൂരം നിങ്ങൾ മെഷർ ചെയ്യുന്ന എല്ലാ ദൂരങ്ങളും മെഷർ ചെയ്യുന്ന ഈ സെൻറ്ററിൽ നിന്നാണ്, ഈ ലെൻസിന്റെ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ എല്ലാ ദൂരങ്ങളും മെഷർ ചെയ്യുക. അപ്പോൾ ഒബ്ജക്റ്റിന്റെ ദൂരം മെഷർ ചെയ്യുമ്പോഴുണ്ടല്ലോ, ഇവിടുന്ന് കണ്ടോ ഇങ്ങോട്ടേക്കല്ലേ, അതായത് ലൈറ്റിന്റെ ഡയറക്ഷൻ എതിരല്ലേ മക്കളെ. കണ്ടോ, ലൈറ്റിന്റെ ഡയറക്ഷൻ എതിരായതുകൊണ്ട് ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താ? നെഗറ്റീവ് കൊടുക്കുക. പക്ഷെ ഇവിടുത്തെ ഇമേജ് അപ്പുറത്താണെങ്കിൽ നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് ഇവിടുന്ന് അങ്ങോട്ടാണ് മെഷർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇമേജ് ഡിസ്റ്റൻസ് ആയ വിക്ക് എന്ത് കൊടുക്കാം? പോസിറ്റീവ് കൊടുക്കാം. കണ്ടോ,
പിന്നെന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടുള്ളത്? റേഡിയസ് എഴുതുമ്പോഴാണ്. ഇതൊരു ഡബിൾ കോൺവെക്സ് ആണ്. കണ്ടോ, നിങ്ങൾ നോക്കി, ഈ ഒരു സൈഡ് കണ്ടോ, സെക്കൻഡ് സൈഡ്, ഇതെന്ത് സൈഡാ? ഫസ്റ്റ് സൈഡ്. ഇതല്ലേ കോൺവെക്സ്? ഇങ്ങനെയാണ്. കണ്ടോ, രണ്ട് സ്പെറിക്കൽ സർഫസുകൾ ചേർന്നിട്ട് ഇരിക്കുന്നതാണ് ഡബിൾ കോൺവെക്സ്. അപ്പൊ നിങ്ങൾ നോക്കി, ഇതില് ഈ സർഫസ് അല്ലേ ഫസ്റ്റ് സർഫസ്, അവന്റെ റേഡിയസ് കണ്ടോ ഇങ്ങനെയാ വരിക, ഇവിടുന്ന് അങ്ങോട്ടാ മെഷർ ചെയ്യുക. കണ്ടോ, അപ്പൊ നിങ്ങൾ എന്താണ് അറിയാമോ, R1 എപ്പോഴും എന്ത് കൊടുക്കണം? പോസിറ്റീവ് സൈൻ. അടുത്ത സ്പിയർ കണ്ടോ, അതിന്റെ റേഡിയസ് ഇങ്ങോട്ടാ മെഷർ ചെയ്യുക. കണ്ടോ, R2 എന്ത് സൈൻ കൊടുക്കണം? നെഗറ്റീവ്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യരുത്. സൈൻ കൺവെൻഷൻ പക്ക ആയിരിക്കണം. അപ്പൊ ഞാൻ എഴുതുന്നു, ഫോക്കൽ ലെങ്ത് എത്രയാ? 12 സെന്റിമീറ്റർ. R1 പറഞ്ഞോ മക്കളെ, R1 വാല്യൂ എത്ര? 10 സെന്റിമീറ്റർ. യെസ്, പ്ലസ് 10. R2 15. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഫോർമുല നമ്മുടെ കയ്യിലുണ്ടല്ലോ, 1/f is equal to n-1 into 1/r1 minus 1/r2. ഇതിലെനിക്ക് പിന്നെ ഇപ്പൊ എൻ്റെ ജോലി ഒന്നുമില്ല, നിങ്ങൾ ഇതിനേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 1/12 is equal to n-1 into 1/10 minus 1/-50. ഇതങ്ങ് പ്ലസ് ആവും. സോ നിങ്ങൾ സോൾവ് ചെയ്തിട്ട് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? യു ക്യാൻ ഈസിലി ഫൈൻഡ് ദി വാല്യൂ ഓഫ് n. ഇങ്ങനെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പ്രോബ്ലം വന്നപ്പോൾ നമ്മൾ ഫേസ് ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പോൾ റേഡിയസ് എടുക്കുമ്പോൾ മറക്കരുത്, ഫസ്റ്റ് റേഡിയസ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ്, ദി അതർ റേഡിയസ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. അതിൻ്റെ കാരണം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സർഫസിൻ്റെ റേഡിയസ് ഉണ്ടോ, അത് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് മെഷർ ചെയ്യുന്ന ലെങ്തുകളെല്ലാം പോസിറ്റീവാണ്. ഈ ലൈറ്റിൻ്റെ അതേ ഡയറക്ഷന് പോയി മെഷർ ചെയ്യുന്നതെല്ലാം പോസിറ്റീവാണ്. ഈ സൈഡ് ഉണ്ടല്ലേ, ഈ സൈഡ് ഇങ്ങോട്ടാണ് കർവ് ഫോം ചെയ്യുക. അപ്പോൾ ലൈറ്റിനെതിരെയാണ് നിങ്ങൾ മൂവ് ചെയ്തത്. അപ്പോൾ R2 എന്താ? നെഗറ്റീവ്. അല്ലാതെ പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ തെറ്റും, ഉറപ്പാണ്. Then going to next question. A ray of light undergoes refraction when it enters from air to glass. See, ഞാനൊന്ന് വരയ്ക്കാം. എയറും ഗ്ലാസുമാണ്. ക്രിട്ടിക്കൽ ആംഗിൾ തന്നിരിക്കുകയാണ് ക്വസ്റ്റിനകത്ത്. ക്രിട്ടിക്കൽ ആംഗിൾ നമ്മൾ എന്താ എടുക്കുക? സി. സിന്റെ വാല്യൂ എത്രയാ? സൈൻ ഇൻവേഴ്സ് 9/8, 8/9. അപ്പൊ നിങ്ങൾ നോക്കിയേ, സൈൻ സിന്റെ വാല്യൂ അങ്ങ് തരുമല്ലേ അവര്. സി, സൈൻ സി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഞാൻ പറഞ്ഞല്ലോ, ഗ്ലാസ് ലിക്വിഡ് ബൗണ്ടറി എന്നാണ് കേട്ടോ. ഗ്ലാസ് ലിക്വിഡ് ബൗണ്ടറിയാണ്. ഇത് ഗ്ലാസ് ആണ്, എയർ ഇല്ല ഇവിടെ. ഗ്ലാസും ലിക്വിഡുമാണ്. നമ്മൾ നോർമലി എയറിലേക്കെന്നല്ലേ ചെയ്യാറ്. ഇതിപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഗ്ലാസും ലിക്വിഡുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണോ? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, കാരണം എയർ അല്ല ഇവിടെ. ഇതെങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യുക? നോക്കാം. നമ്മൾ പഠിച്ച എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു 1/sin c. കണ്ടോ? അപ്പോൾ ഇതെങ്ങനെ മോഡിഫൈ ചെയ്യും? നമ്മൾ ചെയ്തപ്പോൾ എന്താ പറ്റി? ഒരു സൈഡിൽ എയറും ഒരു സൈഡിൽ ഗ്ലാസും അല്ലായിരുന്നോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? Okay, welcome back. See, refractive index is equal to 1/sin c. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ എന്താ സംഭവം അറിയാമോ? ഇത് ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സാ? കണ്ടോ? അപ്പം നമ്മൾ എഴുതുകയാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഷുഡ് ബി ഈക്വൽ ടു 1/sin c. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ എയർ അല്ല. അവിടെ എയർ അല്ല, അവിടെ ആരാ? ലിക്വിഡാ. അപ്പം നമ്മൾ എഴുതുകയാണ്, കണ്ടോ, 1/sin c is equal to n glass
എൻ ലിക്വിഡ്. അപ്പം എന്താ വരിക കണ്ടോ, എൻ ഗ്ലാസ് ബൈ എൻ ലിക്വിഡ് എന്ന് നമ്മൾ മോഡിഫൈ ചെയ്തു. കണ്ടോ, എൻ ഗ്ലാസ് ബൈ എൻ ലിക്വിഡ് എന്ന് നമ്മൾ മോഡിഫൈ ചെയ്തു. ക്ലിയർ ആണല്ലോ? എന്താ സംഭവിച്ചതെന്ന് കണ്ടല്ലോ. സാധാരണ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ എഴുതിയപ്പോൾ എന്താ സംഭവിച്ചത്? ഇത് ഈ സംഭവം എയറായിപ്പോയി. ഇത് എയറായി പോയപ്പോൾ ഇതിന്റെ വാല്യൂ 1 ആയിപ്പോയി. അതല്ലേ അവിടെ 1/sin n എന്ന് മാത്രം പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ലിക്വിഡ് വരുമ്പോൾ നമുക്ക് അതിനെ 1 ആക്കാൻ കഴിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഇത് ഡിനോമിനേറ്റർ 1 ആക്കിയില്ലേ, അതിപ്പോൾ 1 ആക്കാൻ കഴിയില്ല. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പം നമ്മുടെ ഇക്വേഷൻ എവിടെ വരെ എത്തിച്ചു നമ്മൾ? 1/sin n ഗ്ലാസ് ബൈ n ലിക്വിഡ്. ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം നോക്കുക. sin c n ലിക്വിഡ് ബൈ n ഗ്ലാസ്. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് നമുക്കിത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാ? അതായത് നിങ്ങൾക്ക് വേണ്ടത് n ഗ്ലാസ് ബൈ n ലിക്വിഡ് ഇങ്ങനെ എഴുതണം നമുക്ക്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയാമോ? നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താ മക്കളെ? ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. കണ്ടോ, ഇത് ഗ്ലാസ് അല്ലേ. അടുത്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ലിക്വിഡ് ചോദിച്ചാലോ? സ്പീഡ് ഇൻ വാക്യൂം ഡിവൈഡഡ് ബൈ സ്പീഡ് ഇൻ ലിക്വിഡ്. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നിങ്ങളടുത്ത് n ഗ്ലാസ് ബൈ n ലിക്വിഡ് വേണ്ടവർ ചെയ്യേണ്ടത് എന്താ? n ഗ്ലാസ് എന്താന്ന് പറയാമോ? സ്പീഡ് ഇൻ വാക്യൂം ഡിവൈഡഡ് ബൈ സ്പീഡ് ഇൻ ലിക്വിഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഇൻ ഗ്ലാസ്, സോറി സ്പീഡ് ഇൻ ഗ്ലാസ് ഡിവൈഡഡ് ബൈ അടുത്ത എന്താ? n ലിക്വിഡ് എന്താ? സി സ്പീഡ് ഇൻ ലൈറ്റ് ഓഫ് സ്പീഡ് ലൈറ്റിന്റെ സ്പീഡ് ഇൻ വാക്യൂം ഡിവൈഡഡ് ബൈ സ്പീഡ് ഇൻ ലിക്വിഡ്. ഇതും കട്ടായി പോകും. കണ്ടോ? അപ്പൊ ഈ ലിക്വിഡിന്റെ സ്പീഡ് മുകളിലും ഗ്ലാസിന്റെ സ്പീഡ് താഴെയും വരും. അപ്പൊ എന്താ സംഭവിക്കുക? സി n ഗ്ലാസ് ബൈ n ലിക്വിഡ് ഈസ് ഈക്വൽ ടു v ലിക്വിഡ് ബൈ v ഗ്ലാസ്. ആൻസർ ആയി കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ ആ 1/sin c വാല്യൂ അവിടെ ഇട്ട് കൊടുക്കുക. ഇവരെന്ത് തന്നിട്ടുണ്ട് കണ്ടോ? ക്വസ്റ്റിനകത്ത് കണ്ടോ? ഈ ലിക്വിഡിലൂടെ ഉള്ള വേഗത കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു നിങ്ങൾ ആ പറഞ്ഞ ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എന്താ കണ്ടുപിടിക്കുക? യെസ്, ഡിറ്റർമിൻ ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ലിക്വിഡ്. ഇതാണ് തന്നിരിക്കുന്നത് കേട്ടോ. വി ഗ്ലാസ് ഗിവൺ ആണ്, വി ലിക്വിഡ് ചോദ്യമാണ്, സൈൻ സി തന്നിട്ടുണ്ട്. എന്തെളുപ്പോ സൈൻ സിയുടെ വാല്യൂ എത്രയാ? 8/9 മതിയല്ലോ. ബാക്കി നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, എ കോൺകേവ് ലെൻസ് ആൾവേസ് പ്രൊഡ്യൂസസ്. കോൺകേവ് ലെൻസ് എല്ലായ്പ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കോൺവെക്സ് അല്ല, കോൺകേവ് എല്ലായ്പ്പോഴും. ഒരു സിറ്റുവേഷനിൽ അത് മാറ്റമില്ല. വിർച്വൽ, ഡിമിനിഷ്ഡ്, നേരത്തെ പറഞ്ഞല്ലോ ഞാൻ. എറക്റ്റ്, നേരെ ഇരിക്കുന്ന ഇമേജാ, തലകുത്തനെ ഇരിക്കൂല, നേരെ ഇരിക്കുന്ന ഇമേജാണ്. അതാണ് ആരുടെ പ്രത്യേകത? കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത. പക്ഷെ കോൺവെക്സിൽ അങ്ങനെ പറയില്ല കേട്ടോ. കോൺവെക്സിൽ ഡിപ്പെൻഡിങ് ഓൺ ദി സിറ്റുവേഷൻ രണ്ടും വരുന്നുണ്ട്. നിങ്ങൾ ഒരു 6 or 7 റേ ഡയഗ്രാം ഇത് 9th സ്റ്റാൻഡേർഡിൽ വരയ്ക്കേണ്ട കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് ഈ റേ ഡയഗ്രാം കോൺവെക്സ് ലെൻസിന്റെ. അതിൽ നമ്മൾ ഈ 2f ബിയോണ്ട് 2f, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് ബിയോണ്ട് 2f, ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഓൺ 2f, ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ 2f ആൻഡ് f, ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ f ആൻഡ് c, ഇതെല്ലാം വരയ്ക്കുന്നില്ലേ? അതിലൊക്കെ ഈ ഇമേജിന്റെ രൂപപ്പെടുന്ന സ്വഭാവം മാറി മാറി വരുന്നുണ്ട്. എവിടെയാ? കോൺവെക്സിൽ. പക്ഷെ കോൺകേവിൽ ഒന്നും നോക്കണ്ട, എപ്പോൾ ചോദിച്ചാലും ഇത് തന്നെ. കോൺകേവിന്റെ പ്രത്യേകത ഇതാ, എപ്പോഴും ഇങ്ങനത്തെ ഇമേജ് അയാൾ ഫോം ചെയ്യുള്ളൂ. പ്രിസത്തിൽ, ഞാൻ പ്രിസത്തിനെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നു. പ്രിസത്തിന്റെ ഒരു പ്രോബ്ലം സ്ഥിരമായി ചോദിക്കുന്നതാണ്. നോക്കാം. ഇക്വലാറ്ററൽ പ്രിസം മെയ്ഡ് ഓഫ് മെറ്റീരിയൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2. ഫൈൻഡ് ദി ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഇക്വലാറ്ററൽ പ്രിസം, അപ്പെക്സ് ആംഗിൾ 60 ഡിഗ്രി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ ഈസ് ഈക്വൽ ടു √2. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു sin a plus d/2 ഡിവൈഡഡ് ബൈ sin a/2.
അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? √2 ഇസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി. അപ്പെക്സ് ആംഗിൾ 60 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ, ഇതൊരു ഇക്വലാറ്ററൽ പ്രിസം ആയതുകൊണ്ടാണ്. ഡിവൈഡഡ് ബൈ സൈൻ 60/2 30 ഡിഗ്രി. അതിപ്പുറം വരും. അപ്പോൾ √2 ഇൻറ്റു 1/2 ഇസ് ഈക്വൽ ടു സൈൻ 60+d/2. ഇതെത്രയാണ് വരിക? ദിസ് വിൽ ബിക്കം 1/√2. അപ്പോൾ ഈ സൈനിനെ ഇപ്പുറം കൊണ്ടുവന്നാൽ സൈൻ ഇൻവേഴ്സ് ആയി മാറും. സൈൻ ഇൻവേഴ്സ് 1/√2 നമുക്ക് എല്ലാവർക്കും അറിയാം 45 ഡിഗ്രിയാണ്. അപ്പോൾ 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്രയാ? 60+d/2. 2 ഇപ്പുറം കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 90 ഈസ് ഈക്വൽ ടു 60+d. സോ ആംഗിൾ ഓഫ് ഡി മിനിമം ഡീവിയേഷൻ ഈസ് 90 minus 60. That is equal to how much? 30 degree. That is equal to 30 degree. Okay. അപ്പോൾ നമുക്കിനി മോഡേൺ ഫിസിക്സിലെ ഒരു ചാപ്റ്ററാണ് ഡുവൽ നേച്ചർ. ഡുവൽ നേച്ചറിലേക്ക് പോവാം. എന്താണ് ഡുവൽ നേച്ചറിൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഡുവൽ നേച്ചറിൽ നിങ്ങൾ പ്രധാനമായിട്ടും എന്തൊക്കെ പഠിക്കണം, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നന്നായിട്ട് പഠിക്കുക. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിക്കുമ്പോഴേ നിങ്ങൾ അതിനകത്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ വർക്ക് ഫംഗ്ഷൻ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നന്നായിട്ട് പഠിക്കുക, വർക്ക് ഫംഗ്ഷൻ നന്നായിട്ട് പഠിക്കുക. പിന്നെ അതിൻ്റെ ഒരു ഗ്രാഫ് ഒക്കെ വരുന്നുണ്ട് പല പല പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട്. അതായത് എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി, എഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി, അതിൽ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതെല്ലാം പറയാൻ പോവാണ്, അതുകൊണ്ടാണ് ഇപ്പം പറയില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ ഇലക്ട്രിക്. പിന്നെ അടുത്ത ഒരു ടോപ്പിക്കാണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്സ്. അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. See, the wavelength associated with a particle is called de Broglie wavelength. Yes, that is the de Broglie wavelength. നമുക്കറിയാം. പാർട്ടിക്കിൾ മാറ്റർ വേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പാർട്ടിക്കിൾ വേവ്സ് അഥവാ മാറ്റർ വേവ്സ് എന്നാണ് അറിയപ്പെടുക. ഫ്രം ബോർ പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടൈസേഷൻ ആംഗുലർ മൊമെന്റം അറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ, യെസ് സി ഇത് കണ്ടോ, ബോർ പോസ്റ്റുലേറ്റിൽ നിന്നും അറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ വേവ് ലെങ്ത് ഓഫ് ഓർബിറ്റൽ ഇലക്ട്രോൺ. ദി കമന്റ് ദി റിസൾട്ട്. ഓർബിറ്റൽ ഇലക്ട്രോൺ. അപ്പം ബോർ പോസ്റ്റുലേറ്റിൽ നിന്ന് തുടങ്ങാം. ബോർ പോസ്റ്റുലേറ്റ് എന്താ? ബോർ പോസ്റ്റുലേറ്റ് പ്രകാരം ആംഗുലർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നാണ് നമ്മൾ പഠിച്ചത്. ആംഗുലർ മൊമെന്റം എന്താ? MVR ഈസ് ഈക്വൽ ടു NH/2π. ഇതാണ് ബോർ പോസ്റ്റുലേറ്റ്, എല്ലാവർക്കും അറിയാം. ഇതിനെയാണ് ബോർ പോസ്റ്റുലേറ്റ് എന്ന് വിളിച്ചത്. ആംഗുലർ മൊമെന്റം ഈസ് ഈക്വൽ ടു NH/2π. ഇനി നമുക്കറിയാലോ ലാംഡ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? h/mv ആണ്. ഇതാണ് ലാംഡ. അപ്പോൾ ഇവിടെ MV എടുത്തേ. MVന്റെ വാല്യൂ എന്താ? From here MV is equal to NH/2πr. NH/2πr. അതിവിടെ ഇട്ട് കൊടുക്കുകയാണ്. ലാംഡ is equal to h divided by NH/2πr. 2πr ഇവിടെ പോകും. HH cancels. N ഇവിടെ വരും കണ്ടോ. N lambda is equal to 2πr. നമ്മളിത് പറഞ്ഞെന്താ? Arrive an expression for wavelength of orbital electron. Then comment the result. അതെന്താ കമന്റ് ചെയ്യാൻ പറഞ്ഞു? എന്താ കമന്റ് ചെയ്യുക? ഇതെന്ന് എന്താ നമ്മൾ കമന്റ് ചെയ്യുക? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. എന്താ കമന്റ് ചെയ്യണമെന്ന് പറയാം. N lambda is equal to 2πr എന്നല്ലേ എനിക്ക് വന്നു? ശരിയാണ്. ഞാൻ കമന്റ് ചെയ്യുന്നത് എന്താന്ന് കാണിച്ചു തരാം. ഇത് മനസ്സിലാക്കിയല്ലോ നിങ്ങൾ. ഈ റിസൾട്ടിന് ഞാൻ കമന്റ് ചെയ്യാൻ പോകുന്നത് എന്താന്ന് കാണിച്ചു തരാം. കമന്റ് ചെയ്യാൻ പറ, അതിന് മാറിക്കൊണ്ടേ, അല്ലാണ്ട് നമ്മൾ ചുമ്മാ എന്തെങ്കിലും കമന്റ് ചെയ്താൽ മതിയോ? ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ഓർബിറ്റാണ്. ഇതൊരു ഓർബിറ്റാ. നിങ്ങൾ നോക്കണേ, ഈ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് ഇല്ലേ, ഇങ്ങനെ വരയ്ക്കുകയാണ് ഞാൻ. ഇത് ഇലക്ട്രോൺ മാറ്റർ വേവ് ആണ്. സി, ഈ വേവ് ലെങ്ത് ഉണ്ടോ? ഒരു വേവ് എന്ന് വിളിക്കുന്നത് ഏതാ? ഇതല്ലേ. അപ്പൊ ഇതെത്രയാ? ലാംഡ. അടുത്ത എത്രയാ? ലാംഡ. അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ ഈ ഓർബിറ്റൽ റേഡിയസ് ആണ് 6. ഓർബിറ്റിന്റെ സർക്കംഫറൻസ് പറഞ്ഞേ 2πr. ചുറ്റളവ് സർക്കംഫറൻസ്. ആ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ലാംഡയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്നാ പറയാ. കണ്ടോ? ഇപ്പൊ ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാം. ലാംഡ, 1 ലാംഡ, 2 ലാംഡ, 3 ലാംഡ, 4, 5, 6, 7, 8 എണ്ണോ ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പൊ 8 ലാംഡ എന്നാണ്. സി, ഇറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ്. ഓർബിറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ്. കണ്ടോ? അതാണ് നമ്മളെ കമന്റ് എന്താ? ഇത് വരയ്ക്കുക, എഴുതിയിടുക. കണ്ടോ?
So the circumference or the orbital circumference will be the integral multiple of lambda. ലാംഡയുടെ എന്തായിരിക്കും? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്കത് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഐൻസ്റ്റൈൻ ഗോട്ട് നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഫോർ എക്സ്പ്ലനേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള, കുട്ടികൾക്ക് ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് കുട്ടികൾ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്നാലും ഐൻസ്റ്റൈനെ പറ്റി പറഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം ഇക്വേഷനുകളും ഫോർമുലാസ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഇദ്ദേഹത്തെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾ വിദ്യാർത്ഥികൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്തായിരിക്കും? ഇത് തന്നെയാണ്, E=mc². കണ്ടല്ലോ, ഇതിനെയാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ഓർക്കേണ്ട കാര്യം, ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണല്ലോ ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന പ്രശസ്തനായ പ്രഗത്ഭനായ ഈ ശാസ്ത്രജ്ഞൻ അറിയപ്പെടുന്നത് ഇതിൻ്റെ പേരിലാണ്. ഈ ഐൻസ്റ്റൈൻ്റെ പേര് കേട്ടാലേ നമ്മുടെ മനസ്സിലേക്ക് എത്തുക. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നൊബേൽ പ്രൈസ് കിട്ടിയത് ഇതിനല്ല. അതാണ് രസകരമായൊരു സംഭവം. ഇദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് തിയറി ഓഫ് റിലേറ്റിവിറ്റിക്കല്ല, പകരമോ ഇറ്റ് ഈസ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എത്ര പേർക്ക് ഇത് അറിയാം? ഇത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അപ്പൊ അടുത്ത ചോദ്യം, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായി പറഞ്ഞത് ഐൻസ്റ്റൈൻ ആണോ? നോ, അത് ഹെഡ്സ് ആണ്, ഹെൻറിച്ച് ഹെഡ്സ് ആണ്. കണ്ടോ, അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിക്കണ ഇദ്ദേഹമാണ്. പക്ഷേ ഐൻസ്റ്റൈൻ അതിന് നൊബേൽ പ്രൈസ് കൊടുക്കാനുള്ള കാരണം തുടർന്നുള്ള ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ തുടർന്നുള്ള വലിയ വലിയ പരീക്ഷണങ്ങൾ നടത്തുകയും ഇക്വേഷനുകൾ, ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ തന്നത് ഐൻസ്റ്റൈനാണ്. അതൊക്കെ കൊണ്ടാണ് ഐൻസ്റ്റൈൻ അതിന് വേണ്ടിയിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് നൊബേൽ പ്രൈസ് കൊടുത്തു. സി, റൈറ്റ് ഡൗൺ ഐൻസ്റ്റൈൻ ഇക്വേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഐൻസ്റ്റൈൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് നമ്മൾ പറയണം. എച്ച് ന്യൂ എന്ന് വിളിക്കുന്നത് വന്നു വീഴുന്ന പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. H∙ നമ്മൾ ഇലക്ട്രോണിനെ ഇടിച്ച് വെളിയിൽ കളയുകയാണല്ലോ. പ്രകാശം വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസ് ഇടിച്ചിട്ട് ദൂരേക്ക് പോവാണ്. അപ്പോൾ ആ ഇലക്ട്രോൺസിനെ ഇടിച്ചു കളയാൻ ആവശ്യമായ വർക്ക് പ്ലസ്, നിങ്ങളിങ്ങനെ പരീക്ഷയ്ക്ക് എഴുതരുത്, ഞാനിങ്ങനെ പറയാണ്, ഇതെന്താ? ഇൻസിഡന്റ് എനർജി. ഇക്വേഷൻ ഞാൻ ആക്കിത്തരാം. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ നോക്ക് നിങ്ങൾ. ഇൻസിഡന്റ് എനർജി = ഈ വർക്ക് എന്തിനാ? മെറ്റൽ സർഫസ് ഇല്ലേ മക്കളെ, മെറ്റൽ സർഫസിൽ ഇവയാൾ വന്ന് ഇടിക്കുമ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇടിച്ച് വെളി കളയാമാര്. ഫോട്ടോൺസിന്റെ പരിപാടി അത് തന്നെ. ഇലക്ട്രോണിനെ, ചുമ്മാ ഇരിക്കുന്ന ഇലക്ട്രോണിനെ ഇടിച്ച് ദൂരെ കളയാണ് ഈ ഫോട്ടോൺസിന്റെ പ്രധാനപ്പെട്ട ഹോബി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതിനുള്ള വർക്ക്, അതായത് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യിക്കാൻ വർക്ക് പ്ലസ് ബാക്കിയുള്ള എനർജി ആ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകൾക്ക് എന്തായിട്ട് പ്രത്യക്ഷപ്പെടും? കൈനറ്റിക് എനർജി ആയിട്ട് പ്രത്യക്ഷപ്പെടും. ബിക്കോസ് എന്തുകൊണ്ടാണെന്നറിയാമോ? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ വന്നു പതിക്കുന്ന പ്രകാശത്തിന്റെ എനർജി = വർക്ക് ഡൺ ടു റിമൂവ് ദി ഇലക്ട്രോൺസ്. ദിസ് വർക്ക് ഡൺ ടു റിമൂവ് ദി ഇലക്ട്രോൺസ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ. അതിനെ വിളിക്കുന്നവരാണ് ഒരു മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ. ഇത് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. കൈനറ്റിക് എനർജി എന്ന് പറയുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലുമായിട്ടൊരു ബന്ധമുണ്ട്. അതെന്താണെന്നറിയാമല്ലോ? കൈനറ്റിക് എനർജി = EV0 എന്നാണ്. ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താ അറിയാമോ? ഒരു ഇലക്ട്രോൺ, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അടുത്ത കാര്യത്തിലേക്ക് ഇങ്ങനെ കയറി തിരിച്ചു വേണ്ടി ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. നോക്കുക, ഒരു ഇലക്ട്രോൺ ഹൈ സ്പീഡിൽ മൂവ് ചെയ്ത് പോവാണ്. ഇവനെ നിങ്ങൾക്ക് നിർത്തണം, ബ്രേക്ക് ഔട്ട് നിർത്തുന്നത് പോലെ ഇവനെ പിടിച്ചു നിർത്തണം. എങ്കിൽ നിങ്ങൾ ഇവനെതിരെ ഒരു വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്റർ മനസ്സിലേക്ക് ഓർത്ത് കൊണ്ടുവരണം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് പൊട്ടൻഷ്യൽ = എന്താണ് മക്കളെ? വർക്ക് ബൈ ചാർജ്. കണ്ടോ? അപ്പൊ വർക്ക് ഡൺ എന്താ? കണ്ടോ? വർക്ക് ഡൺ പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ആണ് വർക്ക് ഡൺ. കണ്ടോ? സി, പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. കണ്ടോ? ദാറ്റ് ഈസ് = വർക്ക് ഡൺ. ആ വർക്ക് എന്തിനു തുല്യമാണെങ്കിൽ ഇതിനെ നിർത്താൻ പറ്റൂ. ഇത് നോക്കിക്കോ, ഒരാള് ഒരു സൈക്കിൾ ചവിട്ടി അല്ലെങ്കിൽ ഒരു വാഹനം ഓടിച്ച് നിങ്ങളുടെ നേരെ വരികയാണ്, നല്ല സ്പീഡിൽ വരിക. ഈ വാഹനത്തിന്റെ കൈനറ്റിക് എനർജി 100 ജൂളുണ്ട്. നിങ്ങൾ ഇവനെ തടഞ്ഞു നിർത്താൻ പോവാണ്. നിങ്ങൾ ഇവനെ തടഞ്ഞു നിർത്തണമെങ്കിൽ നിങ്ങൾ എത്ര വർക്ക് ചെയ്യണം? യെസ്, യു ഹാവ് ടു ഡു എ വർക്ക് ഓഫ് 100 ജൂൾ. ഇതിനെതിരെ നിങ്ങൾ ചെയ്യണ്ടേ? അത് തന്നെ ഞാൻ പറഞ്ഞു. കണ്ടോ?
ഈ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ തന്നെയാണ് നിങ്ങൾ അവനെ സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള വർക്ക്. അപ്പോൾ കൈനറ്റിക് എനർജിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലുമായിട്ടുള്ള ബന്ധം കണ്ടോ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഈ V0. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ എടുത്തിട്ട് ഇക്വേഷനിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിക്കോ. അപ്പോൾ ഇൻസിഡന്റ് എനർജി Hν is equal to work function Hν0 plus kinetic energy. This will be the maximum possible kinetic energy. കണ്ടോ? ഇതാണ് ഐൻസ്റ്റീൻസ് ഇക്വേഷൻ. ഇനി ഇതിനെ നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്ത് റെഡിയാക്കാം. കാരണം എന്താ അറിയാമോ? ദേ ആർ ആസ്കിങ് ഫോർ എ ഗ്രാഫ്. ഇത് എഴുതിയാൽ തീർന്നു, നമ്മുടെ ഇക്വേഷൻ റെഡി. ബട്ട് വി ഹാവ് ടു ഡ്രോ എ ഗ്രാഫ്. സി, ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളേ. ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ഇക്വേഷനെ ഒന്ന് റെഡിയാക്കി എടുക്കണം നമുക്ക്. സി, Hν is equal to Hν0 പ്ലസ് കൈനറ്റിക് എനർജി മാക്സിമം അവർ എന്തിട്ട് കൊടുക്കും? ഈ V0. അപ്പോൾ ഈ V0ന്റെ ഇക്വേഷൻ പറയാം. ഈ V0 is equal to Hν മൈനസ് Hν0. ഇനി ഇത് മായ്ക്കാമല്ലോ, ഇത് അങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ E യെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കണ്ടല്ലോ മക്കളെ, V0 is equal to h/e into nu minus h/e into nu0. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഐൻസ്റ്റീൻ ഇക്വേഷൻ ഇവിടെ വെച്ച് എഴുതി നിർത്താം. ബട്ട് നമ്മളിപ്പോൾ ഗ്രാഫ് വരയ്ക്കണം. അങ്ങനെ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ, ഡ്രോ എ ഗ്രാഫ്. ഗ്രാഫ് കൂടി വരയ്ക്കാൻ പറഞ്ഞുകൊണ്ടാ ഞാൻ അതിലേക്ക് പോവാണ്. ഇനി ഒരു ചോദ്യം കൂടെ അതിനകത്തുണ്ട്. ആ ഗ്രാഫിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പറയണോ അവരോട്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അതൊക്കെ നമ്മൾ വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചു. ഈ ഗ്രാഫ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇതെന്ത് ഇക്വേഷൻ പോലെ തോന്നുന്നു? കണ്ടോ? y is equal to mx plus c. കണ്ടല്ലോ? ഈ y is equal to mx plus c മക്കൾക്ക് എല്ലാവർക്കും അറിയാം. അതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഫോർമുലയാണ്. അപ്പോൾ നിങ്ങൾ നോക്കണേ മോനെ, y ആക്സിസ് എന്ന് പറയുന്നത് എന്താ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും. എക്സ് ആക്സിസ് എന്താ നോക്കിയാൽ കണ്ടോ? എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ y x ആക്സിസ് നമുക്ക് കൃത്യം പറയണ്ടേ? നോക്ക്, കണ്ടോ? y ആക്സിസിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി. കണ്ടോ? ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇക്വേഷൻ ഫോർ സ്ട്രൈറ്റ് ലൈൻ. നിങ്ങൾ ഇതൊരു കാര്യം ശ്രദ്ധിച്ചോണം മക്കളെ. ഈ എം എന്ന് വിളിക്കുന്നത് എന്താ? സ്ലോപ്പാണ്. കണ്ടോ? എമ്മിന്റെ സ്ഥാനത്ത് വന്നത് എന്താ? യെസ്, h/e. പ്രോബ്ലം ഉണ്ട്, സ്ലോപ്പ് ചോദിക്കും ചിലപ്പോൾ. ഗ്രാഫ് തന്നിട്ട് സ്ലോപ്പ് ചോദിക്കും. അപ്പോൾ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? h/e. ഇനി ഇതെന്താണെന്ന് അറിയാമോ മക്കളെ നിങ്ങൾക്ക്? y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? y ഇന്റർസെപ്റ്റ് എന്ന് സാധാരണ വിളിക്കുന്നത്, നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫ് എക്സിലൂടെ കടന്നു പോകുന്നു. അതായത് ഇത് കണ്ടോ? ഇങ്ങനെയാണ് നിങ്ങൾ ആ ഗ്രാഫ് വരച്ചെങ്കിൽ മക്കളിത് കണ്ടോ? ഇത് വന്ന് y ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ തന്നെയാണ്. എങ്കിൽ ഇതിന്റെ y ഇന്റർസെപ്റ്റ് എത്രയാ? 0. ഇനി ഞാൻ ഇങ്ങനെ വരച്ചാലേ മക്കളെ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ടോ? ഇത് y ആക്സിസിൽ വന്ന് ഇന്റർസെക്ട് ചെയ്തത് ഇവിടെയല്ലേ? അപ്പോൾ ഇതാണ് y ഇന്റർസെപ്റ്റ്. കണ്ടോ? ഈ ദൂരമാണ് y ഇന്റർസെപ്റ്റ്. ഇത് x ആണ്, ഇത് y ഇന്റർസെപ്റ്റ് ആണ്. ഇനി y ഇങ്ങനെ വരച്ചാൽ എന്താ മക്കളെ അതിൻ്റെ അർത്ഥം? ഇത് വന്ന് y ആക്സിസിൽ എവിടെ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കി, y ഇന്റർസെപ്റ്റ് ഇവിടെ എന്താ? നെഗറ്റീവാണ്. ഞാൻ 3 കേസ് ഇവിടെ വരച്ചു കാണിട്ടുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ മാത്സിൽ ഇതെല്ലാം പഠിക്കുന്നവരാണ്. സ്ട്രൈറ്റ് ലൈനൊക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. ഞാൻ അവിടെ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ് y ഇന്റർസെപ്റ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ എടുക്കുന്ന ഗ്രാഫിൽ ദേ നോക്കാം, ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നതെങ്കിൽ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കുക, ഈ സ്ട്രൈറ്റ് ലൈൻ y ആക്സിസിൽ വന്ന് തട്ടിയത്, അതായത് ഇന്റർസെക്ട് ചെയ്തത് ഒറിജിനൽ വെച്ച് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ y ഇന്റർസെപ്റ്റ് 0 ആണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഒരു ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, ഇങ്ങനെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടോ? ഇങ്ങനെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് y ആക്സിസിൽ വന്ന് ഇന്റർസെക്ട് ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ ആ y ഇന്റർസെപ്റ്റ് c എന്താണ്? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. കണ്ടോ? ഇപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് 4 ആണെന്ന് കരുതിക്കോ, ഇത് 4 ആണെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ y ഇന്റർസെപ്റ്റ് +4 ആണ്. അതേപോലെ ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ. മക്കൾ ഇത് ശ്രദ്ധിച്ചോ? y ആക്സിസിൽ ഇവൻ വന്ന് ഇന്റർസെക്ട് ചെയ്ത് എവിടെയാടാ? കണ്ടോ? ഒരു നെഗറ്റീവ് വാല്യൂവിലാണ്. അപ്പോൾ ഇവിടുത്തെ y ഇന്റർസെപ്റ്റ് എന്താണ്? നെഗറ്റീവാണ്. ഞാനത് പറയാൻ കാരണം ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാണ് മക്കളെ, സീൻ്റെ വാല്യൂ എന്താന്ന് നോക്കിയേ. കണ്ടോ? ഇതാണ് നിങ്ങളുടെ y ഇന്റർസെപ്റ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഗ്രാഫ് വിത്ത് നെഗറ്റീവ് y ഇന്റർസെപ്റ്റ്.
ഇറ്റ് ഇസ് എ ഗ്രാഫ് വിത്ത് നെഗറ്റീവ് y ഇന്റർസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഇനി ഞാൻ ഒറിജിനൽ വരയ്ക്കാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് ഉണ്ടോ? ഇവിടെ വന്നിടിച്ചു. ഈ ദൂരം കണ്ടോ? ദിസ് ഈസ് കണ്ടോ എത്രയത്? -h/e μ0 കണ്ടോ? ഈ ദൂരം അത്. ഇനി ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? h/. ഞാൻ എഴുതേണ്ട കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി ഒരു ചോദ്യം അതിനകത്തുള്ള എന്താ? ഹൗ ദി വാല്യൂ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഈസ് ഡിറ്റർമിൻഡ് ഫ്രം ദി ഗ്രാഫ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നും പറഞ്ഞാണ് ചോദ്യം. അത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ഓക്കെ ആണല്ലോ? ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് നാളെ നിങ്ങൾ എക്സാമിന് പോയപ്പോൾ ഇങ്ങനൊരു സംഭവം നിങ്ങൾ കണ്ടു. ഇവിടം വരെ കാണിക്കുന്നുള്ളൂ, നെഗറ്റീവ് സൈഡ് കാണിക്കുന്നില്ല, ഇത്രയും കാണിച്ചു. ഇങ്ങോട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് മക്കളെ, നോക്കിക്കോ. ഇത് ഫ്രീക്വൻസിയും ഇത് V0യുമാണ്. ഈ കോർഡിനേറ്റ് 4, ഈ കോർഡിനേറ്റ് 8. ഇവിടെ ഫ്രീക്വൻസിൻ്റെ വാല്യൂ ഇൻറ്റു 10⁻14 ഹെർട്സ് എന്നൊക്കെ കാണും. കാരണം ഗ്രാഫ് ശ്രദ്ധിക്കണം. ഇത് 4, 8 എന്ന് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം, ഈ കോർഡിനേറ്റുകൾ 4 ഹെർട്സ് അല്ല. ബ്രാക്കറ്റിൽ കണ്ടോ? ഗ്രാഫിൻ്റെ യൂണിറ്റ് 10⁻14 ഹെർട്സിലാണ്. ഇത് 10 അല്ലെങ്കിൽ 12 ഇങ്ങനെ വന്നിട്ട് ഇവിടുത്തെ വാല്യൂവും കാണും. കണ്ടോ? ഇതിന് കറസ്പോണ്ടിങ് ഇവിടുത്തെ വാല്യൂ, y ആക്സിസ് വാല്യൂ, x ആക്സിസ് വാല്യൂ കാണും. ഇവിടെ നിങ്ങൾക്ക് തരുന്നു, ഇവിടെ തരുന്ന വാല്യൂ ഒരു 20 ആണ്. ചുമ്മാ ഞാൻ ഒരു വാല്യൂ പറയണം. ഇവിടെ എത്ര വാല്യൂ? 40 ആണ്. അപ്പം നിങ്ങളടുത്തുണ്ട് ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, യെസ്, ഒന്നും ചെയ്യണ്ട. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. y2 എന്ത് ചെയ്യേ? 40 മൈനസ് 20 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 10⁻14 മൈനസ് 8 ഇൻറ്റു 10⁻14. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതെ അറിയാം. 6.6 ഇൻറ്റു 10⁻34 ആണെന്ന് അറിയാത്തവരല്ല നിങ്ങൾ. ആ വാല്യൂ അങ്ങനെ എഴുതി വെക്കാനല്ല. ഒരു പക്ഷേ ഇവർ ഇതുവഴി കണ്ടുപിടിക്കുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇങ്ങനെയായിരിക്കും. നമുക്ക് പോയി വഴക്കുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നിങ്ങളെ ഒറിജിനൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അവിടെ വെച്ചേക്കാം, അതിന്റെ വാല്യൂ ഇവിടെ എഴുതരുത് ഒരിക്കലും. നിങ്ങളടുത്ത് പറയുന്ന ഈ ഗ്രാഫിനകത്തുനിന്ന് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എന്താ ഉത്തരം? കണ്ടോ? y2 മൈനസ് y1. അത് റിയൽ വാല്യൂ. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റുമായിട്ട് ബന്ധം വരണമെന്നൊന്നുമില്ല. യൂണിറ്റ് അതല്ലല്ലോ. 3 ഇൻറ്റു 10⁻14 എന്നാണ് എനിക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഈ ഗ്രാഫിൽ നിന്ന് വരുന്നതെങ്കിൽ അതാണ് എഴുതി വെക്കേണ്ടത്. അപ്പം നമ്മുടെ ഈ ഗ്രാഫ് നോക്കുക, കണ്ടോ? 40 മൈനസ് 20 ഡിവൈഡഡ് ബൈ എന്താ വരിക? 12 മൈനസ് 8 ഇൻറ്റു 10⁻14. ഈ 14 മേളിൽ പോകുമ്പോൾ ഇവിടെ നെഗറ്റീവ് പവറാണ് വരിക. വാല്യൂ 3 അല്ല, ഇവിടെ വരുന്ന വാല്യൂ എത്രയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 20 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10⁻14. കണ്ടോ? എനിക്ക് വന്ന വാല്യൂ ഉണ്ടോ? സോറി, കണ്ടോ? ഇതാണ് എനിക്ക് വന്ന വാല്യൂ. അപ്പോൾ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എന്താണോ അത് നിങ്ങൾ 6 പോയിന്റ് ആ വാല്യൂ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എന്താണോ അതങ്ങ് എഴുതി വെച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് നിങ്ങളടുത്തൊരു ഈ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വെച്ചിട്ടൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് നിങ്ങളടുത്ത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ചോദിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് അങ്ങ് കണ്ടുപിടിക്കുക, എഴുതി വെക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടു എമിറ്റ് എ ഫ്രീ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഒരു ഫ്രീ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യണമെങ്കിൽ മിനിമം എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം. ആ എനർജിയെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. വെൻ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 7.21 ഇൻറ്റു 10⁻14 ഹെർട്സ്. ഫ്രീക്വൻസി ഇൻസിഡന്റ് ലൈറ്റ് തന്നിട്ടുണ്ട്, നോക്കുക. 7.21 ഇൻറ്റു 10⁻14 ഹെർട്സ് ആണ് വന്നിരിക്കുന്ന ഫ്രീക്വൻസി. മെറ്റൽ സർഫസ് മാക്സിമം സ്പീഡ് ഓഫ് ഇലക്ട്രോൺസ്. കണ്ടോ? വെലോസിറ്റിയുടെ വാല്യൂ ഉണ്ട്. ഇത് ഫ്രീക്വൻസി ആണേ, ന്യൂ ആണ്. അടുത്തത് വെലോസിറ്റി. മാക്സിമം വെലോസിറ്റി എത്രയാ? 6 ഇൻറ്റു 10⁻5 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ത്രഷോൾഡ് ഫ്രീക്വൻസി ഒന്നും ചെയ്യാനില്ലല്ലോ. നമ്മുടെ ഇക്വേഷൻ എന്താ? h nu is equal to h nu 0 പ്ലസ് ഹാഫ് mv². ഇതിൽ എന്തൊക്കെ വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ. എച്ച് നിങ്ങൾക്ക് അറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.6 ഇൻറ്റു 10⁻34 ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് നോൺ വാല്യൂ ആണ്. തന്നിരിക്കുന്ന വാല്യൂ ഞാനെല്ലാം ടിക്കിടാം. ഇത് നമുക്കറിയാം.
ഫ്രീക്വൻസി, ഈ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എച്ച് നമുക്കറിയാം, ഈ സംഭവം അറിയില്ല, കണ്ടുപിടിക്കണം. മാസ്, ഇലക്ട്രോണിന്റെ മാസ് നമുക്കറിയാലോ, 9.3 × 10⁻³ എന്നോ 9 ഇട്ടങ്ങ് ചെയ്താലും മതി, അല്ലെങ്കിൽ 9 കറക്റ്റ് വാല്യൂ ഇടണേ കറക്റ്റ് വാല്യൂ ഇട്ട് ചെയ്യാം. വെലോസിറ്റി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഗിവൺ ഡാറ്റ, ആസ്ക്ഡ് ഡാറ്റ ഇത് മാത്രമാണ്, കണ്ടോ. സോ ഈസി ആയിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലേക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്തെടുത്തോളുക. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ? വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. വർക്ക് ഫംഗ്ഷൻ അഥവാ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു എമിറ്റ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാൻ ആവശ്യമായ മിനിമം എമൗണ്ട്, നിങ്ങൾ കൊടുക്കേണ്ട മിനിമം എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? വർക്ക് ഫംഗ്ഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ ഫോർ വിസിബിൾ ലൈറ്റ്? വിസിബിൾ ലൈറ്റിന് ഫോട്ടോ സെൻസിറ്റീവ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് അറിയാമോ? ഈ തന്നിരിക്കുന്നതിനകത്ത് ഈ തന്നിരിക്കുന്ന മെറ്റൽ എടുക്കുക. ഈ മെറ്റൽസിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആൽക്കലി മെറ്റൽസ് എന്ന് കേട്ടിട്ടില്ലേ? ആൽക്കലി മെറ്റൽസ് ആരൊക്കെയാ? സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, സീഷ്യം, ലിഥിയം. ഏറ്റവും വർക്ക് ഫംഗ്ഷൻ കൂട്ടത്തിൽ കുറവുള്ളവർ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലിഥിയവും സീഷ്യവും ഒക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ വിസിബിൾ ലൈറ്റ് വീണാൽ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്നവരാണ്. വിസിബിൾ ലൈറ്റ് മതിയാവും. ആൽക്കലി മെറ്റൽസിന് പൊതുവായിട്ട് വിസിബിൾ ലൈറ്റിന് തന്നെ എമിഷൻ സാധ്യമാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ ആൽക്കലി മെറ്റൽസ് അല്ലാത്ത ആരെന്നങ്ങ് എടുത്തെഴുതിയാൽ മതി. സോഡിയവും മഗ്നീഷ്യവും സീഷ്യവും ഒക്കെ നമുക്ക് എന്താണ്? വിസിബിൾ ലൈറ്റിൽ തന്നെ. എന്നാലും ഏറ്റവും കൂടുതൽ ഇവരാണ് കേട്ടോ. വിസിബിൾ ലൈറ്റിന് കൂടുതൽ സെൻസിറ്റീവ് ആവുക ലിഥിയവും സീഷ്യം. കാരണം നമ്മൾ ആ ടേബിളിൽ ഏറ്റവും കുറവ് ലിഥിയത്തിനും സീഷ്യത്തിനോ. മേളിലേക്ക് പോകും തോറും കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, കോപ്പർ എന്ന മെറ്റലിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടത്തണം, വിസിബിൾ ലൈറ്റ് കൊണ്ട് വല്ലതും നടക്കുമോ? വളരെ ഇൻറ്റൻസിറ്റി കൂടിയ ലേസർ ബീമൊക്കെ ഉപയോഗിക്കേണ്ടി വരും കോപ്പറിൽ നിന്നൊക്കെ എമിഷൻ നടത്തണമെങ്കിൽ. പക്ഷേ ആൽക്കലി മെറ്റൽസിലൊക്കെ എമിഷൻ നടത്താൻ എന്തുമാത്രം മതിയാവും? വിസിബിൾ ലൈറ്റ് മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് കുറച്ച് ആൽക്കലി മെറ്റൽസിൻ്റെ ഗ്രൂപ്പ് തന്നാൽ അതിനകത്ത് ആൽക്കലി മെറ്റൽസ് ഒഴിച്ച് വേറെ ആരുണ്ടോ അവരെന്ത് നടത്തൂല? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വിസിബിൾ ലൈറ്റിൽ നടത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. വിസിബിൾ ലൈറ്റ് നടത്തില്ല. പക്ഷെ എന്നാലും ആൽക്കലി മെറ്റൽസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ലിഥിയത്തിനും സീഷ്യത്തിനും തീരെ കുറവാണ് വർക്ക് ഫംഗ്ഷൻ. അതുകൊണ്ട് അവരാണ് കൂടുതലായിട്ടും ടെൻഡൻസി എമിറ്റ് ചെയ്യാൻ കാണിക്കുക വിസിബിൾ ലൈറ്റ് വരുമ്പോൾ. ഓക്കെ, റൈറ്റ് ഡൗൺ ഐൻസ്റ്റീൻ ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ സിമ്പിൾസ്. ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ തന്നെ സി പാർട്ടായിട്ട് വന്നതാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ അതിനോടൊപ്പം തന്നെ വന്നതാണ്. അതിൻ്റെ ഓരോ സിമ്പിൾ നമ്മൾ പറഞ്ഞു. ഫോളോയിങ് ഗ്രാഫ് ഇൻസിഡന്റ് റേഡിയേഷൻ കെപ്റ്റ് ഇൻ ദിസ് കോൺസ്റ്റന്റ് ഇൻ ദിസ് എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റിൽ എന്ത് ടേം ആണ് കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിരിക്കുന്നതെന്നാണ് അവരുടെ ചോദ്യം. നോക്കുക, ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ എല്ലാ ഗ്രാഫും ഇവിടെ വന്നാണ് നിന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ എല്ലാം ഇന്റൻസിറ്റി കൂടുതലാണ്. ഇതുണ്ടോ, ഇത് I3, ഇത് I2, ഇത് I1. പല പല ഇന്റൻസിറ്റിയിലുള്ള ലൈറ്റാണ്. യെസ്, ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അതായത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യും. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാലും മതിയല്ലോ. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഫോട്ടോ ഇലക്ട്രിക് കറണ്ടുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ മോനെ? ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ ഏരിയ പെർ യൂണിറ്റ് ടൈം എന്നാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുക എന്ന് പറയാൻ്റെ അർത്ഥം എന്താ അറിയാമോ? ഇത് കണ്ടോ, നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ ടൈം കൂടുകയാണ്. അതായത് കൂടുതൽ ഫോട്ടോണുകൾ കടന്നു വരും. നേരത്തെ ഒരു സെക്കൻഡിൽ 10 ഫോട്ടോൺ വന്നെങ്കിൽ ഇപ്പോൾ ഒരു സെക്കൻഡിൽ 100 ഫോട്ടോൺ വരും. പിന്നെ അത് 1000 ആവും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇൻറ്റൻസിറ്റി കൂടുന്നതെന്നാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് ടൈം അതാണ് കൂടുക. അതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ ഇടിച്ച് വെളിയിൽ കളയാനാണ് പറ്റുക. കണ്ടോ, അപ്പോൾ കൂടുതൽ ഫോട്ടോൺസ് വരികയാണെങ്കിലോ, കൂടുതൽ ഫോട്ടോൺസ് വന്നാൽ മോർ ഫോട്ടോൺസ് മോർ ഇലക്ട്രോൺസ്. കൂടുതൽ ഫോട്ടോൺസ് കൂടുതൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ എന്ത് കൂടും? കറണ്ട് കൂടും.
അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇൻറ്റൻസിറ്റിക്ക് നേരെ എന്തുമായിട്ടാണ് ബന്ധം? ഫോട്ടോ ഇലക്ട്രിക് കറണ്ടുമായിട്ടാണ് ബന്ധം. അതുകൊണ്ട് അവരുടെ ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇനി വരുന്ന പ്രകാശത്തിന് ഫ്രീക്വൻസി കൂടിയെന്ന് കരുതുക. ഫ്രീക്വൻസി എന്ന് വിളിക്കുന്ന വരുന്ന ഫോട്ടോണുകളുടെ ഫ്രീക്വൻസിയാണ്. ഫോട്ടോൺസിന്റെ എണ്ണം കൂടിയെന്ന് പറയുന്നില്ലല്ലോ. നേരത്തെ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടിയെന്നാണ് പറഞ്ഞത്. ഇതൊരു ഫോട്ടോൺ ആണ്. ഈ ഫോട്ടോണിന് എന്ത് കൂടി? ഫ്രീക്വൻസി. ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ E = h ന്യൂ ആണ്. എനർജി കൂടും അല്ലേ? അപ്പോൾ ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞാൽ ഫോട്ടോണുകളുടെ എന്ത് കൂടും? എനർജി കൂടും. അപ്പോൾ ഇവൻ വന്നൊരു ഇലക്ട്രോണിനെ ഇടിക്കുമ്പോഴേ ഈ ഇലക്ട്രോൺ വെളിയിലേക്ക് പോകും. കണ്ടോ? അപ്പോൾ ഫോട്ടോൺസിന്റെ എണ്ണം കൂടിയിട്ടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോട്ടോണുകളുടെ എണ്ണം അല്ല കൂടിയത്, ഫോട്ടോണുകളുടെ ഫ്രീക്വൻസി ഏതാ ഊർജ്ജമാണ്. അപ്പോൾ അത്രയും ഊർജ്ജം വന്ന് ഇടിക്കുന്നതുകൊണ്ട് ഇലക്ട്രോണുകളുടെ എന്താണ് മോനെ കൂടുക? കൈനറ്റിക് എനർജി കൂടും. കണ്ടല്ലോ? അപ്പം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, ഫ്രീക്വൻസിക്ക് നേരെ ബന്ധം എന്തുമായിട്ടാണ്? എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജിയുമായിട്ടാണ്. ഇൻറ്റൻസിറ്റിക്ക് ബന്ധം ഫോട്ടോ ഇലക്ട്രിക് കറണ്ടുമായിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകല്ലേ. കാരണം ഇൻറ്റൻസിറ്റി കൂടുമ്പോഴാണ് ഫോട്ടോൺസിൻ്റെ എണ്ണം കൂടുക. അപ്പോൾ ഫോട്ടോൺസിൻ്റെ എണ്ണം കൂടുക, മോർ ഫോട്ടോൺസ് മീൻസ് മോർ കറണ്ട് എന്നല്ലേ. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഫോട്ടോൺസിന്റെ ഫ്രീക്വൻസി കൂടുകയാണ്. അതായത് ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ സംഭവിക്കുക, ഫോട്ടോണുകളുടെ എനർജി കൂടുന്നത് കാരണം അവിടെ ഫോട്ടോണുകളുടെ എണ്ണം കൂടുന്നില്ല. നോട്ട് ദി പോയിന്റ്. ഫോട്ടോണുകളുടെ എണ്ണം അല്ല കൂടിയത്, ഫ്രീക്വൻസി കൂടി, എനർജി കൂടി. അപ്പോൾ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകൾക്കും അതിനനുസരിച്ച് എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും. അങ്ങനെ കൈനറ്റിക് എനർജി കൂടിയ ഇലക്ട്രോണുകളെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, കൈനറ്റിക് എനർജി = വർക്ക് ഡൺ E(V0). മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, കൈനറ്റിക് എനർജി കൂടിയാൽ എന്താ മക്കളെ സംഭവിക്കുക? വർക്ക് ഡൺ കൂടും. പിടിച്ചു നിർത്താൻ, കണ്ടോ, ഇവൻ നമ്മുടെ നേരെ വരിക, നമ്മൾ ഇവനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ ഊർജം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടുതലായിരിക്കും. കണ്ടോ? സോ ഫ്രീക്വൻസി കൂടിയാൽ നിങ്ങൾ എന്ത് ഉയർത്തേണ്ടി വരും? അവനെ പിടിച്ചു നിർത്താൻ ആവശ്യമായ വർക്ക് കൂട്ടേണ്ടി വരും. ആ വർക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഇൻക്രീസ് ചെയ്യും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കിക്കോ. ഇത് കണ്ടല്ലേ? ഈ 3 ലൈറ്റ് എടുത്തപ്പോഴും, ഈ 3 തരത്തിലുള്ള ലൈറ്റ് എടുത്തപ്പോഴും ഈ 3നും എന്ത് സെയിം ആണെന്ന് മക്കളെ നോക്കിക്കേ. കണ്ടോ? ഈ വരച്ച 3 ലൈറ്റിനും എന്ത് സെയിം ആണ് മക്കളെ? കണ്ടോ? ഇവിടെയാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ V0 സെയിം ഫോർ 3 ഓർ ഓൾ ലൈറ്റ്, ഓൾ ഓഫ് ദം. ഈ 3 ലൈറ്റിനും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണ്. വൈ? എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം? ബിക്കോസ് എന്ത് സെയിം ആയതുകൊണ്ടായിരിക്കണം? കണ്ടോ? ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ കണ്ടോ, കറണ്ട് കൂടുതലാണ്. കണ്ടോ? ഇയാൾക്ക് ഇത്രയും സാച്ചുറേഷൻ കറണ്ട് ഉണ്ട്, കാരണം അവന്റെ ഇന്റൻസിറ്റി I3 കൂടുതലാണ്. ഇത് കണ്ടോ? ഈ രണ്ടാമത്തെ ലൈറ്റിന് ഇത്രയേ ഉള്ളൂ സാച്ചുറേഷൻ കറണ്ട്. എന്തുകൊണ്ടാ? അയാൾക്ക് എന്ത് കൂടുതലാ? ഇന്റൻസിറ്റി ഇതിനേക്കാൾ കുറച്ചുകൂടെ കുറവാ. ഇയാൾക്ക് കണ്ടോ സാച്ചുറേഷൻ കറണ്ട് കുറച്ചുകൂടെ കുറവാ. കാരണം എന്തുകൊണ്ടാ? അയാളുടെ ഇന്റൻസിറ്റി ഏറ്റവും കുറവാ. പക്ഷെ ഇവർക്ക് 3 പേർക്കും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആയെങ്കിൽ, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ ഉള്ളൂ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആയെങ്കിൽ ഈ 3 ലൈറ്റിൻ്റെയും ഫ്രീക്വൻസി എന്തായതുകൊണ്ടായിരിക്കണം? സെയിം ആയതുകൊണ്ടായിരിക്കണം. ഓക്കെ, സോ ദി ക്വാണ്ടിറ്റി റിമെയിൻസ് സെയിം, കെപ്റ്റ് കോൺസ്റ്റന്റ് ഇൻ ദിസ് എക്സ്പെരിമെന്റ് ഈസ് ഫ്രീക്വൻസി. മൊമെന്റം ഓഫ് എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് ലാംഡ. മൊമെന്റം നമുക്കറിയാം, ലാംഡ = h/mv ആണ്. ഇതാണ് ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ. വേവ് ലെങ്ത്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണത്. ലാംഡ = h/mv. സോ ലാംഡ = h/p. ചോദ്യം എന്താ? മൊമെന്റം അല്ലേ? മൊമെന്റം P = എന്താ? h/p. ഇങ്ങോട്ട് വന്നു, h/λ. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? മൊമെന്റത്തിന്റെ ഇക്വേഷൻ. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എനർജി ഓഫ് റേഡിയേഷൻ ബട്ട് ഓൺ ഇന്റൻസിറ്റി. ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. കണ്ടോ? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നോട്ട് ഡിപ്പെൻഡ് ഓൺ എനർജി ഓഫ് റേഡിയേഷൻ. വന്നു വീഴുന്ന എനർജീനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ബട്ട് ഓൺ ഇന്റൻസിറ്റി. എന്തുകൊണ്ടാ? ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാൻ കാരണം എന്താ? മോർ ഇന്റൻസിറ്റി മീൻസ് മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ്. സോ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ഇൻക്രീസ്. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്തൊരു ചാപ്റ്റർ ആറ്റംസ് ആണ്. ആറ്റംസിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ചെറിയൊരു ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്. ദി ടോട്ടൽ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം -13.6. വാട്ട് ഡു യു മീൻ ബൈ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം? യെസ്, ഏതൊരു ആറ്റത്തിനും ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ടായിരിക്കുമല്ലോ. എന്താണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം? ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എന്താ? മിനിമം പോസിബിൾ എനർജി
ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ഇറ്റ് ഈസ് കോൾഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. കണ്ടല്ലോ, വേറെന്താ പറയാനകത്ത്? ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും മിനിമം പോസിബിൾ എനർജി ലെവൽ, ദാറ്റ് ഈസ് കോൾഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ബാക്കിയുള്ള അതിന്റെ മേളില എക്സൈറ്റഡ് ലെവലുകളെല്ലാം അതിന്റെ മേളില 1, 2, 3, 4 എല്ലാം മേലേക്കല്ലേ പോവാ. അതിന്റെയൊക്കെ എനർജി എന്താ? കൂടി കൂടി പോവും. ദി എക്സൈറ്റേഷൻ എനർജി റിക്വയർഡ് ടു റൈസ് ദി ഇലക്ട്രോൺ ഓൺ ദി ഫസ്റ്റ് ഓർബിറ്റ്. യെസ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും ഞാൻ പറയാം, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് n=2 നിങ്ങൾക്ക് കൊണ്ടുപോകണം. എത്ര എനർജി വേണം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡെൽറ്റ ഇ നീൽസ് ബോറിന്റെ ആറ്റം മോഡലിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് എനർജി എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറൻസിന്റെ എനർജി എങ്ങനെയാ മക്കളെ കണ്ടുപിടിക്കുക? E2 - E1. എന്താ എനർജിയുടെ ഇക്വേഷൻ? എന്താ എനർജി ഓഫ് nth ഓർബിറ്റിന്റെ ഇക്വേഷൻ? എന്താ നമ്മൾ പഠിച്ചിട്ടില്ലേ? സിമ്പിൾ ഒരു ഇക്വേഷൻ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്, കുഞ്ഞൊരു ഇക്വേഷനാണ്. കണ്ടോ, -13.6 / n² eV ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ E2 എങ്ങനെ എഴുതണം നോക്കിക്കേ, -13.6 / 2² മൈനസ് ബ്രാക്കറ്റിനകത്ത് വീണ്ടും -13.6 / 1². ആൻസർ ആയി കഴിഞ്ഞു. സോ യുവർ ആൻസർ ഈസ് -13.6/4 പ്ലസ് 13.6/1. ഇത് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ അത് ഉത്തരം EV ആണേ, യൂണിറ്റ് മാറരുത്. യൂണിറ്റ് എല്ലാം നമ്മൾ ഇലക്ട്രോണുകളുടെ ഒക്കെ എനർജി പറയാം ഇലക്ട്രോൺ വോൾട്ടിലാണ്. സോ ഇത്രയുമാണ് നിങ്ങളുടെ എനർജി. സോ അതാണ് എൻ്റെ ആൻസർ. എക്സൈറ്റേഷൻ എനർജി റിക്വയർഡ് ടു റൈസ് ഇലക്ട്രോൺ ഇൻ ദി ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് ദിസ് മച്ച്. സോൾവ് ചെയ്ത് എഴുതാം. റുദർഫോർഡ് ആറ്റം മോഡൽ. ഓക്കെ, മെൻഷൻ ദി ഡ്രോബാക്ക് ഓഫ് റുദർഫോർഡ് ആറ്റം മോഡൽ ആൻഡ് ഹൗ റെക്ടിഫൈഡ് ഇൻ ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡൽ എങ്ങനെയാണ് അത് റെക്ടിഫൈ ചെയ്തത്? റുദർഫോർഡ് ആറ്റം മോഡലിന്റെ ഡ്രോബാക്ക് എന്തായിരുന്നു? ബോർ അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്തെടുത്തു എന്നാണ് നമ്മളോടുള്ള ചോദ്യം. നമുക്ക് പറയാം, ഞാനത് ജസ്റ്റ് പറഞ്ഞുതരാം. റുദർഫോർഡിന്റെ ആറ്റം മോഡലൊക്കെ കറക്റ്റൊക്കെയാണ്, പക്ഷെ റുദർഫോർഡിന് ആറ്റം മോഡലിൽ പ്രധാനമായിട്ടും വിശദീകരിക്കാൻ കഴിയാതിരുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെ അറിയാമോ? ഒന്ന് സ്റ്റെബിലിറ്റി. ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി വിശദീകരിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? റുദർഫോർഡിന് കഴിഞ്ഞില്ല. രണ്ടാമത്തത് ഹൈഡ്രജൻ സ്പെക്ട്രം. സ്പെക്ട്രം ഉണ്ടല്ലോ, ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനും ആർക്ക് കഴിഞ്ഞില്ല? റുദർഫോർഡിന് കഴിഞ്ഞില്ല. പക്ഷെ ഇത് കറക്റ്റായിട്ട് ആര് എക്സ്പ്ലെയിൻ ചെയ്തിനു? ബോർ പറഞ്ഞെന്താ? ബോർ പറഞ്ഞത് ഈ ഇലക്ട്രോണുകൾ, ഈ നമ്മുടെ റുദർഫോർഡ് പറഞ്ഞതനുസരിച്ചിട്ട് ഇലക്ട്രോണുകൾ ഇങ്ങനെ ഓർബിറ്റിന് ചുറ്റും കറങ്ങി, ഒരു ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങുക. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് ക്രമേണ എനർജി നഷ്ടപ്പെടും. എനർജി നഷ്ടപ്പെടുകയാണെങ്കിൽ ഇവർ വന്നിട്ട് എവിടെ വീഴണം? ന്യൂക്ലിയസിൽ വീഴണം. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ റുദർഫോർഡിന്റെ ആറ്റം മോഡൽ അനുസരിച്ചിട്ട് ഇത് സ്റ്റേബിൾ അല്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആറ്റം മോഡലിൽ പുള്ളി പറഞ്ഞത് ഒരു ഓർബിറ്റ് എടുത്താൽ, ഇതൊരു ഫസ്റ്റ് ഓർബിറ്റാണ്, n=1. ഈ ഓർബിറ്റിന് ഫിക്സഡ് എമൗണ്ട് ഓഫ് എനർജി ആയിരിക്കും. ആ എനർജിയാണ് E1, ഫസ്റ്റ് ഓർബിറ്റ് എനർജി. അത് കൂടുകയോ കുറയുകയോ ഒന്നുമില്ല, അത് കോൺസ്റ്റന്റ് ആണ്. ഇനി രണ്ടാമത്തെ ഓർബിറ്റ് എടുത്താൽ അതിന് മറ്റൊരു എനർജിയാണ് E2. ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടോ വരുമ്പോൾ മാത്രമേ എനർജി ട്രാൻസ്ഫറിങ് നടക്കേണ്ടതുള്ളൂ. അല്ലാത്തടത്തോളം ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കടന്ന് ഇതിൽ കടന്ന് മൂവ് ചെയ്താൽ അതിന്റെ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ദീസ് ഓർബിറ്റ്സ് ആർ കോൾഡ് നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റ്സ്. എനർജി റേഡിയേറ്റ് ചെയ്യാത്ത, എനർജിയെ പുറത്തേക്ക് തള്ളാത്ത ഓർബിറ്റാണ്. ഈ ഓർബിറ്റിന്റെ എനർജി കോൺസ്റ്റന്റ് ആണ്. അതാണ് ആര് കൃത്യമായിട്ട് പറഞ്ഞത്? നീൽസ് ബോർ കറക്റ്റായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പ്രശ്നം, റുദർഫോർഡിന്റെ ആറ്റം മോഡൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം അവിടെ സോൾവ് ആയി. അടുത്തത്, ഫ്രം ബോർ തിയറി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഓർബിറ്റിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. ബോർ തിയറി നമ്മൾ നേരത്തെ ചെയ്തതാണ്, എന്നാലും ഒരു വട്ടം കൂടി ഞാൻ പറയാം. ബോർ തിയറി എന്താ? ബോർ തിയറി എന്താ? ആംഗുലർ മൊമെന്റം = nh/2π. സോ mvr = nh/2π. ഇതിൽ നിന്ന് mv എന്താ വരിക? mv = nh/2πr. യെസ്. ദെൻ ഗോയിങ് ഫോർ ലാംഡ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഈസ് h/mv. ദാറ്റ് ഈസ് h/mv. mvയുടെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു, nh/2πr. h ക്യാൻസൽസ്. സോ 2πr/n. ദിസ് ഈസ് ലാംഡ. അപ്പോൾ ബോറിന്റെ പോസ്റ്റുലേറ്റിൽ നിന്നും നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എഴുതി വെച്ചു. കണ്ടോ, ദിസ് ഈസ് ഇക്വേഷൻ ഫോർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് എന്തിന്റെ ഇക്വേഷൻ കിട്ടി? ലാംഡാന്റെ ഇക്വേഷൻ കിട്ടി. കണ്ടോ, 2πr/n.
n. Wavelength lambda of spectral lines emitted by hydrogen atom is generally expressed as, നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണല്ലോ, 1 lambda is equal to Rydberg constant RH into 1 n1 square minus 1 n2 square എന്നൊക്കെ നമ്മൾ പഠിച്ച ഫോർമുലാസ് ആണ്. നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? റൈറ്റ് ഡൗൺ എക്സ്പ്രഷൻ ഫോർ ബാമർ സീരീസ്. ബാമർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n1ന് 2 കൊടുക്കുക. ലേമാൻ സീരീസ് ആണെങ്കിൽ n1ന് 1 ആണ്. ബാമർ സീരീസിന് n1ന് 2 കൊടുക്കുക. n2ന്റെ വാല്യൂ ഏതാ? 3, 4, 5, 6, 7 എക്സെട്ര. അപ്പോൾ എന്താ വരിക? 1 lambda is equal to Rydberg constant into 1/2 square minus 1 ഇവിടെ എന്ത് വരും? അവിടെ നിങ്ങൾക്ക് 3 square കൊടുക്കാം, 4 square കൊടുക്കാം, 5 square കൊടുക്കാം, 6 square കൊടുക്കാം, 7 square കൊടുക്കാം. ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് പോവാം. ഇനി നിങ്ങൾ ഈ ബാമർ സീരീസിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ബാമർ സീരീസിലെ ഫസ്റ്റ് ലൈൻ ഏതാ? ഫസ്റ്റ് ബാമർ ലൈൻ ഏതാ? ഫസ്റ്റ് ബാമർ ലൈൻ വരുന്ന എവിടെയാ? 3യിൽ നിന്ന് എങ്ങോട്ട് വരുന്നതാ? 2ലേക്ക് വരുന്നതാണ്. ഇതാണ് ആദ്യത്തെ ബാമർ ലൈൻ. 3 to 1, 3 to 2 ആണ്. അടുത്ത ബാമർ ലൈൻ ഏതാ? 4ന്ന് 2ലേക്ക് വരുന്നതാണ്. അടുത്ത ബാമർ ലൈൻ ഏതാ? 5ന്ന് 2ലേക്കുള്ളതാണ് അടുത്തത്. ഈ ഫസ്റ്റ് ലൈൻ ഓഫ് ബാമർ സീരീസ് ഈസ് നോൺ ആസ് H alpha line, second line is known as H beta line, third line is known as H gamma line. ഇങ്ങനെ അറിയപ്പെടാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങളടുത്ത് എപ്പോഴെങ്കിലും വന്നിട്ട് H ആൽഫാൻ്റെ വേവ് ലെങ്ത് ചോദിച്ചു, നമ്മളത് കേട്ടിട്ടില്ല. അല്ല, H ആൽഫ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത് അറിയാമോ? 1 lambda is equal to Rydberg constant into H ആൽഫ എന്ന് വിളിക്കുന്നത് 3യിൽ നിന്ന് 2ലേക്കുള്ളതാണ്. അപ്പോൾ 2, 3 വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് H ആൽഫ കണ്ടുപിടിക്കാം. H ബീറ്റ ആണെങ്കിൽ 4 to 2 ആണ്. H ഗാമ ആണെങ്കിൽ 5 to 2 ആണ്. ഓക്കെ ആണല്ലോ? അടുത്തത്, ഫൈൻഡ് ഔട്ട് ദി ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എമിറ്റഡ് ഇൻ ബാമർ സീരീസ്. മകളെ, ഏതൊരു സീരീസ് ചോദിച്ചാലും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ നിങ്ങൾ നോക്കിക്കോ. ഇക്വേഷൻ ശ്രദ്ധിക്കണം. 1 lambda is equal to RH into 1 n1 square minus 1 n2 square എന്നാണല്ലോ നമ്മുടെ ഇക്വേഷൻ. യെസ്. അപ്പോൾ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 1 lambda വാല്യൂ എന്ത് വരണം? മാക്സിമം. എന്തുകൊണ്ടാ? യെസ് മക്കളെ, ലാംഡ മിനിമം എന്നാണ് പറഞ്ഞത്, അതെനിക്കറിയാം, അതാണ് ചോദിച്ചത്. പക്ഷേ ലാംഡ മിനിമം ആണെങ്കിൽ 1 lambda എന്തായിരിക്കണം? മാക്സിമം. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷന്റെ LHS മാക്സിമം വരണമെങ്കിൽ RHS എന്ത് വരണം? മാക്സിമം. RHS മാക്സിമം വരണമെങ്കിൽ RHS മാക്സിമം വരാൻ ഒരേ ഒരു വാല്യൂ ഉള്ളൂ. ഈ ടേം എന്തായി മാറുക? 0. കാരണം x മൈനസ് y ഇസ് ഈക്വൽ ടു z ആണ്. ഇസഡിന്റെ മാക്സിമം വാല്യൂ എപ്പോഴാണ് കിട്ടുക? ഈ സെക്കൻഡ് സബ്ട്രാക്റ്റഡ് ടേം, എക്സിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത ടേം എന്തായി മാറുമ്പോഴാണ്? 0 ആകുമ്പോഴല്ലേ. ഈ y കൂടിയാലത്തെ അവസ്ഥ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? 12 മൈനസ് 4 ഇസ് ഈക്വൽ ടു 8. നിങ്ങൾ ഈ 4 എന്ന വാല്യൂ ഇൻക്രീസ് ചെയ്താൽ, അപ്പൊ ഇത് കുറയല്ലേ ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ 4നെ എന്താക്കിയാൽ? 0 ആക്കിയാലാണ് നിങ്ങൾക്ക് മാക്സിമം. ഇത് ഇസഡ് എന്ന് ഞാൻ എടുക്കുകയാണ്, കണ്ടോ? ഇസഡ് ഈസ് ഈക്വൽ ടു 12 മൈനസ് 4. ഈ 4ന് വരെ 0 കൊടുത്താൽ ഇസഡിന്റെ മാക്സിമം വാല്യൂ ആണ് എത്ര? 12. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞു തന്നെ എന്താ? നിങ്ങളെടുത്ത് LHS മാക്സിമം വരണമെങ്കിൽ RHS മാക്സിമം ആവണം. RHS മാക്സിമം ആണെങ്കിൽ ഈ ടേം 0 ആവണം. അപ്പം 1 n2 സ്ക്വയർ 0 ആവണമെങ്കിൽ n2ന്റെ വാല്യൂ എത്ര വരണം മക്കളെ? ഇൻഫിനിറ്റി. അപ്പൊ നിങ്ങൾ നോക്കണം. അപ്പോൾ ഇതിലെ n2 ഇൻഫിനിറ്റി കൊടുത്താൽ n1 നമുക്കറിയാം ബാമർ സീരീസ് ആണ് 2 ആണ്. 1 lambda വിൽ ബി മാക്സിമം. 1 lambda ആണ് മാക്സിമം. അപ്പൊ ലാംഡയുടെ വാല്യൂ എത്രയാ? മിനിമം. അപ്പൊ നിങ്ങളടുത്ത് ഏതൊരു സീരീസിൽ, ലൈമാൻ സീരീസ് ആവട്ടെ, ബാമർ സീരീസ് ആവട്ടെ, ബ്രാക്കറ്റ് സീരീസ് ആവട്ടെ, ഫൺ സീരീസ് ആവട്ടെ, പാഷൻ സീരീസ് ആവട്ടെ, അതാത് സീരീസിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എല്ലാ സീരീസിലും n2ന് എന്ത് കൊടുത്താൽ മതി മക്കളെ? ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് കോൾഡ് സീരീസ് ലിമിറ്റ്. ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, സീരീസ് ലിമിറ്റ് എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പൊ നമുക്ക് ഇതിലെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ ചോദിച്ച ബാമർ സീരീസ് ആണ്. ഇനി കാര്യത്തിലേക്ക് വരുന്നു. അപ്പൊ ബാമർ സീരീസിന്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ചോദിക്കുമ്പോൾ 1 lambda ബാമർ ഷോർട്ടസ്റ്റ് ആണ്, ഏറ്റവും ഷോർട്ടസ്റ്റ് ആണ്. ഇസ് ഈക്വൽ ടു Rydberg കോൺസ്റ്റന്റ് 1.09 into 10⁻⁷ into ആ വാല്യൂ നിങ്ങൾ അവിടെ കൊടുക്കുക.
റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ അവിടെ ഇട്ട് കൊടുക്കുന്നു. ഇൻറ്റു കണ്ടോ 1 n1ന്റെ വാല്യൂ എത്രയാ 2 മൈനസ് 1/∞² ഇത് സോൾവ് ചെയ്താൽ മതിയല്ലോ. ഇതങ്ങ് 0 ആയി പോകും. എന്നിട്ട് ഇത് റെസിപ്രോക്കൽ എടുത്തിട്ട് ലാംഡ ബാമർ സീരീസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരികയാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, ലിസ്റ്റ് ഔട്ട് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡലിന്റെ ഏതെങ്കിലും 2 ലിമിറ്റേഷൻ കാണിക്കാൻ പറഞ്ഞാൽ, ഒന്നാമത്തെ ലിമിറ്റേഷൻ ഞാൻ പറയുന്നു ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളാം. ബോർ ആറ്റം മോഡലിന്റെ പരാജയം എവിടെയാണ്? ഒന്നാമത്തത്, ഇറ്റ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ഫൈൻ സ്പെക്ട്ര. ഫൈൻ സ്പെക്ട്രം വിശദീകരിക്കുന്നതിൽ, അതായത് നമ്മൾ പഠിച്ച സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടല്ലോ, ഈ സ്പെക്ട്രൽ ലൈൻസിന് മാഗ്നറ്റിക് ഫീൽഡിന്റെയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫീൽഡിന്റെയും പ്രസൻസിൽ ചെറിയ വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. ആ വേരിയേഷൻ എന്തുകൊണ്ട് വന്നു? ദാറ്റ് ഇസ് കോൾഡ് സ്റ്റാർക്ക് എഫക്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. ഈ സ്റ്റാർക്ക് എഫക്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? നീൽസ് ബോറിന് പോലും കഴിഞ്ഞിട്ടില്ല. സോ ഇറ്റ് ഈസ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ഫൈൻ സ്പെക്ട്ര. പിന്നെന്താ ഒരു പരാജയം? യെസ്, അതെന്താണെന്നറിയാമോ? ഓൺലി ആപ്ലിക്കബിൾ ടു H-like atoms. Yes. മോനെ H-like atoms എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം മക്കളെ? ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റത്തിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ, ബോറിന്റെ ആറ്റം മോഡൽ. കാരണം നീൽസ് ബോർ ആറ്റം മോഡൽ ഉണ്ടാക്കിയത് ഹൈഡ്രജൻ ആറ്റത്തിന് എടുത്തിട്ടാ. ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് നിങ്ങൾ ചെന്നു, ഇത് കണ്ടോ ഹൈഡ്രജൻ മോളിക്യൂളാ. ബോർ തിയറി അവിടെ പരാജയപ്പെടുകയാണ്. കാരണം എത്ര ഇലക്ട്രോണാ? 2 ഇലക്ട്രോൺ. ഹീലിയം, ഇത് കണ്ടോ He+ എന്ന് പറഞ്ഞാൽ എന്താ? ഹീലിയത്തിന് ഒരു ഇലക്ട്രോൺ പോയി. ഇപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരെണ്ണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ബോർ തിയറി ഇവിടെ അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. കാരണം ഇത് ഹൈഡ്രജൻ ലൈക്കാണ്. He+ എന്ന് പറയുമ്പോൾ ഹീലിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതൊരു എന്തായി മാറും? ഹൈഡ്രജൻ ലൈക്ക്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഏത് തിയറി, അതായത് ബോർ തിയറി, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നീൽസ് ബോറിന്റെ 2 ഫെയിലുവർ, അതായത് അദ്ദേഹത്തിന്റെ ആറ്റം മോഡലിന്റെ 2 പരാജയപ്പെട്ട 2 പോയിന്റുകളാണ്. ഇറ്റ് ഹാസ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദി ഫൈൻ സ്പെക്ട്ര. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്. എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? ദി ആറ്റംസ് ഹാവിങ് സിംഗിൾ ഇലക്ട്രോൺസ്. അതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഹൈഡ്രജൻ മോളിക്യൂളിന് പോലും പറ്റുന്നില്ലാന്നേ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ നീൽസ് ബോറിന്റെ ആറ്റം മോഡലിന്റെ ഡ്രോബാക്സ്. അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി എക്സ്പ്ലനേഷൻ, സ്റ്റാൻഡിംഗ് പാർട്ടിക്കിൾ വേവ് ഓൺ എ സർക്കുലർ ഓർബിറ്റ് n=4. സി, അവർ തന്നിരിക്കുന്ന n=4 എന്നാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ കൺസെപ്റ്റ് എന്താ? ദി സർക്കംഫറൻസ് ഓഫ് ദി ഓർബിറ്റ് 2πr = ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ. ഇവിടെ n-ന്റെ വാല്യൂ എത്രയാണ് മോനെ? 4 ആണ്. അപ്പോൾ എന്താ വരിക? 2πr = 4 ലാംഡ. തേർഡ് ഓപ്ഷൻ 2πr = 4 ലാംഡ. ഓക്കെ, അടുത്തത് നമ്മൾ ന്യൂക്ലിയസിലേക്ക് പോവാണ്. അതും നമുക്കറിയാം ചെറിയൊരു ചാപ്റ്ററാണ് ന്യൂക്ലിയസ്. ആറ്റംസ് ന്യൂക്ലിയസ് കമ്പൈൻഡ് ആണെങ്കിലും രണ്ടും രണ്ടായിട്ടാണ്. അപ്പം ന്യൂക്ലിയസിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടോ നമുക്ക് നോക്കാം. ഹാഫ് ലൈഫ് ഓഫ് റേഡോൺ തന്നിരിക്കണം, അതവിടെ നിൽക്കട്ടെ, ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം ഡിഫൈൻ ഹാഫ് ലൈഫ്. ഹാഫ് ലൈഫ് എന്ന് വിളിക്കുന്നത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, നമുക്ക് തരുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അതിൻ്റെ നേർപകുതിയാകാൻ എടുക്കുന്ന സമയത്തിന് വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ്. അതിൻ്റെ ഇക്വേഷൻ ഞാൻ ചെയ്ത് കാണിക്കാം. അവിടെ ഇക്വേഷൻ ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ വരിക. നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഫോർമുല എന്താ? n/n0 = e⁻⁻ എന്നാണ്. n/n0 = e⁻⁻ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എന്തിട്ട് കൊടുക്കണം? ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ t = TH.
അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇനിഷ്യൽ പാർട്ടിക്കിൾസിൻ്റെ പകുതി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ n0/2. സോ എന്ത് വരും മക്കളെ? n0/2 ഈസ് ഈക്വൽ ടു n0 ഡിവൈഡ് ബൈ n0 ഈസ് ഈക്വൽ ടു e റൈസ് ടു മൈനസ് ലാംഡ ടി എച്ച്. ഇവിടെ നമുക്ക് ടി എച്ച് എന്നും കൊടുക്കാം. e റൈസ് ടു മൈനസ് ലാംഡ ടി എച്ച്. n0 കട്ടായി. സോ 1/2. 1/2നെ ഇങ്ങനെ എഴുതാമല്ലോ. 2 റൈസ് ടു മൈനസ് 1 ഈസ് ഈക്വൽ ടു e റൈസ് ടു ലാംഡ ടി എച്ച്. അപ്പോൾ എന്താ വരിക? 2 റൈസ് ടു മൈനസ് 1 ഈസ് ഈക്വൽ ടു e റൈസ് ടു മൈനസ് ലാംഡ ടി എച്ച്. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ലോഗരിതം എടുത്താൽ നെഗറ്റീവ് അങ്ങ് പോവും. നമുക്ക് ലോഗരിതം എടുക്കുമ്പോൾ രണ്ടിടത്തും മൈനസ് ഉണ്ട്. സോ ലോഗ് 2 ഈസ് ഈക്വൽ ടു ലാംഡ ടി എച്ച്. അപ്പോൾ ടി എച്ചിൻ്റെ വാല്യൂ എന്താ നോക്കിക്കേ? ലോഗ് 2/ലാംഡ. ഈ ലോഗ് 2 എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? ഈ ലോഗ് 2 നാച്ചുറൽ ലോഗരിതം അല്ല കേട്ടോ. ലോഗ് ടു ദ ബേസ് ഓഫ് ഇ ആണ്. അപ്പോൾ നാച്ചുറൽ ലോഗരിതത്തിലേക്ക് മാറ്റുമ്പോൾ ഈ ലോഗ് 2ൻ്റെ വാല്യൂ 0.693 എന്നാണ് വരിക. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഹാഫ് ലൈഫ് ഈസ് ഈക്വൽ ടു 0.693/ലാംഡ. വേറൊരു മെത്തേഡ് കൂടിയുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഹാഫ് ലൈഫിൻ്റെ വാല്യൂ അപ്പോൾ എത്ര വരിക? 0.693/ലാംഡ. ഇതാണ് ഡി കെ കോൺസ്റ്റന്റ്. റേഡിയോ ആക്റ്റീവ് ഡി കെ കോൺസ്റ്റന്റ് ആണ് ലാംഡ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഹാഫ് ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? ഇത് കണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഈ ഇക്വേഷന്റെ പ്രസക്തി എന്താന്ന് നോക്കണം. ഈ സ്മോൾ എൻ എന്ന് വിളിക്കുന്നത് നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് ആണ്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് പറയാം. ഹാഫ് ലൈഫുകളുടെ ഇപ്പോൾ ഉദാഹരണം, ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞു. നമുക്കറിയാലോ, ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ എണ്ണം പകുതിയാകും എന്നല്ലേ പറയുക. അപ്പം നിങ്ങളിവിടെ എന്നിന് 1 കൊടുത്തേ. ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ നിങ്ങൾ എന്നിന് 1 കൊടുത്തേ. n0/2 കണ്ടോ? അപ്പോൾ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞു? ഒരു ഹാഫ് ലൈഫ്. 2 ഹാഫ് ലൈഫ് കഴിയുമ്പോൾ എന്നിന് 2 കൊടുത്താൽ എന്താ അവസ്ഥ? യെസ്, n ഈസ് ഈക്വൽ ടു n0/4. കണ്ടോ? 3 ഹാഫ് ലൈഫ് കഴിയും. എന്നിന് 3 കൊടുത്തേനെ മക്കളെ. 2 റൈസ് ടു 3 8. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാ? n0/8. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹാഫ് ലൈഫുകളുടെ എണ്ണം തന്നാൽ, ഇനി ഈ ഹാഫ് ലൈഫുകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം. ഹാഫ് ലൈഫുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്നിനെ കണ്ടോ t/th കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. t/th will give you n. ഉദാഹരണം പറയാം. ഒരു പാർട്ടിക്കിളിന്റെ ഹാഫ് ലൈഫ് 4 ദിവസമാണ്. കണ്ടോ? ഹാഫ് ലൈഫ് 4 ദിവസമെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. എന്നിട്ട് നിങ്ങളടുത്ത് ചോദിക്കുന്നു 20 ദിവസത്തിന് ശേഷം എത്ര പാർട്ടിക്കിൾ റിമെയിൻ ചെയ്യുന്നെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? നോക്കിക്കേ, 4 ദിവസമാണ് ഹാഫ് ലൈഫ്. ചോദ്യം എന്താ? 20 ദിവസത്തിന് ശേഷം എത്ര പാർട്ടിക്കിൾ ബാക്കിയുണ്ടെന്ന്. മോനെ, 4 ദിവസം കഴിയുമ്പോൾ ഒരു ഹാഫ് ലൈഫ്, 8 ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ ഹാഫ് ലൈഫ്, 12 ദിവസം കഴിയുമ്പോൾ മൂന്നാമത്തത്, 16, 4, 20 ആകുമ്പോൾ 5 ഹാഫ് ലൈഫ്. അപ്പോൾ ഹാഫ് ലൈഫിന്റെ എണ്ണം 5 എന്ന് കിട്ടിയത് എങ്ങനെയാ നോക്കിയേ? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഗിവൺ ടൈം ഡിവൈഡഡ് ബൈ th. കണ്ടോ? 20 days ഡിവൈഡഡ് ബൈ 4 വിൽ ഗീവ് യു 5. അപ്പൊ കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ആ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാനും അത് നിങ്ങൾക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും അതുവഴി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും. ഹാഫ് ലൈഫ് ഓഫ് റെഡോൺ ഈസ് 3.8 days. ഹാഫ് ലൈഫിന്റെ വാല്യൂ 3.8 days ആണ്. See the question. Calculate how much of 15 milligram of radon. Initially നിങ്ങളുടെ കയ്യിൽ 15 milligram radon ഉണ്ട്, 15 milligram. എത്ര ബാക്കിയുണ്ട്? ആഫ്റ്റർ 14.2 days, 14.2 ദിവസം കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഗിവൺ ടൈം 14.2 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? സ്മോൾ എന്നിന്റെ വാല്യൂ 14.2 ഡിവൈഡഡ് ബൈ 3.8. കണ്ടോ? ഇതിനെ ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൃത്യമായിട്ട് ഇതിന്റെ ഒരു വാല്യൂ, അതായത് എന്നിന്റെ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഇതിലിപ്പോൾ എന്നിന്റെ വാല്യൂ നിങ്ങൾക്ക് വരിക 3.7 എന്നാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? n ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു 1/2 ഹോൾ റൈസ് ടു 3.7. ഈ n0യുടെ വാല്യൂ ആണ് എത്ര? 15 milligram. സോ n ഈസ് ഈക്വൽ ടു 15 milligram ഇൻറ്റു 1/2 ഹോൾ റൈസ് ടു 3.7. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓപ്ഷനും എന്തിൽ തന്നെ കിട്ടുക, ആൻസർ എന്തിൽ തന്നെ കിട്ടും, മില്ലിഗ്രാമിൽ തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. സി, ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ പറ്റി. See the next question. A radioactive substance decays to 1/32. 1/32 of initial value. കണ്ടോ? 1/32 in 25 days. ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആണ്. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 1/32 ആയിട്ട് ഡീക്കേ ചെയ്തു. അപ്പം മോനെ
n/n0 വാല്യൂ ആണ് മക്കളെ എത്ര? 1/32. അതിനെ ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ. 1/32 പറഞ്ഞാൽ 2ന്റെ 5th പവർ അല്ലേ? 2 × 2 4. യെസ്, 4 × 4 16, 6 × 2 32. അപ്പൊ നിങ്ങൾ നോക്കണം, നമ്മൾ ഇതിനല്ല നമ്മുടെ സ്റ്റാൻഡേർഡ് ഒരു ഫോർമുലയല്ലേ, അതെന്താ കണ്ടോ? അപ്പൊ നമുക്ക് 1/32 എന്ന് അവർ ക്വസ്റ്റ്യനിൽ തരുന്നു. 1/32 ഞാൻ ഇങ്ങനെ എഴുതി. അപ്പൊ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുലയായിട്ട് കമ്പയർ ചെയ്തപ്പം നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് എത്ര പിന്നിട്ടെന്നാ ഇതിന്റെ അർത്ഥം? 5. ഇനി നോക്കിക്കോ, അവർ തന്നിരിക്കുന്നത് എത്ര സമയം കൊണ്ടാണ് ഇത് സംഭവിച്ചത്? ദിസ് ഹാപ്പൻഡ് ഇൻ 25 days. 25 ദിവസം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ 25 ദിവസം കൊണ്ട് എത്ര ഹാഫ് ലൈഫ് പിന്നിട്ടെന്നാ പറയാ? 5 ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ട്. അപ്പോ ഒരു ഹാഫ് ലൈഫ് എത്രയാ? കണ്ടോ, കറക്റ്റ് അല്ലേ കണക്കുകൾ? കണ്ടോ, 5 days × 5 25 days. കണ്ടോ, അപ്പൊ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞു? 5 ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനാണ്. 5 ഹാഫ് ലൈഫ് കഴിഞ്ഞു, തരുന്ന സമയം 25 days. അപ്പൊ ഒരു ഹാഫ് ലൈഫ് എത്രയാ? 5 days. 5 ദിവസമാണ് ഒരു ഹാഫ് ലൈഫ്. 21th ക്വസ്റ്റ്യൻ. ആഫ്റ്റർ 1 hour, ഒരു മണിക്കൂറിന് ശേഷം 1/8 ഓഫ് ഇനിഷ്യൽ മാസ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് റിമെയിൻ അൺഡീക്കേഡ്. ബാക്കി നിൽക്കുകയാണ് 1/8. അപ്പൊ നിങ്ങൾ നോക്കണം മക്കളെ, n/n0 വാല്യൂ എത്രയാ? 1/8. 1/8 എങ്ങനെ എഴുതാം? കണ്ടോ, ഇപ്പൊ എന്താ സംഭവിച്ചത്? എത്ര ഹാഫ് ലൈഫ് പിന്നിട്ടപ്പോഴാ? 3 ഹാഫ് ലൈഫ് പിന്നിട്ടപ്പോഴാ. ഇവര് പറഞ്ഞ സമയം നിങ്ങൾ നോക്കിയേ, 1 മണിക്കൂർ എന്നാണ്, 1 hour. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കണം, 1 മണിക്കൂറിനുള്ളിൽ 3 ഹാഫ് ലൈഫ് ഉണ്ട്. അപ്പം ഓരോ ഹാഫ് ലൈഫും നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിക്കേ. 20 minutes, 20 minutes, 20 minutes. കണ്ടോ, ടോട്ടൽ അപ്പൊ എത്ര മിനിറ്റാ? 60 മിനിറ്റ്. കണ്ടോ, ഒരു ഹാഫ് ലൈഫ്, രണ്ടാമത്തെ ഹാഫ് ലൈഫ്, മൂന്നാമത്തെ ഹാഫ് ലൈഫ്. അപ്പോ ഒരു ഹാഫ് ലൈഫ് എത്ര മിനിറ്റ് ആയിരിക്കണം? ദാറ്റ് വിൽ ബി 20 minutes. കണ്ടല്ലോ, അപ്പൊ 20 minutes ആണ് നിങ്ങളുടെ ഇവിടുത്തെ ഉത്തരം. Nucleus of an atom consists of protons and neutrons closely packed to a small volume. How will you relate binding energy and stability of nucleus? Binding energyയും ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി. ശ്രദ്ധിക്കുക, ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ, അതായത് ഒരു ആറ്റം ഡിവൈഡ് ചെയ്ത് വേറെ വേറെ ആൾക്കാരെ പോവാണ്. ഇങ്ങനെ ആയി പോകുന്നതിനാണ് നിങ്ങൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ. ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഹൈ മാസ് നമ്പർ വരുമ്പോഴാണ് ഇവന്മാർ അൺസ്റ്റേബിൾ ആവുക. നോർമലി മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ 206 എന്നാണ് പറയുന്നത് കേട്ടോ. മാസ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 206 ആർ ഹൈലി അൺസ്റ്റേബിൾ എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് അറിയാമോ? പാക്കിംഗ് ഫ്രാക്ഷൻ, ന്യൂക്ലിയസിന്റെ പാക്കിംഗ് ഫ്രാക്ഷൻ അഥവാ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി അല്ല പറഞ്ഞത്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ടോട്ടൽ ബൈൻഡിങ് എനർജി എടുത്തിട്ടേ ന്യൂക്ലിയോണുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ന്യൂക്ലിയോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ അല്ലേ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഉയർന്ന മാസ് നമ്പർ വരുന്ന ആൾക്കാർ അൺസ്റ്റേബിൾ ആണെന്ന് നമുക്കറിയാം. ഉയർന്ന മാസ് നമ്പർ വരുമ്പോൾ ഡിനോമിനേറ്റർ കൂടും. അപ്പൊ ബൈൻഡിങ് എനർജി പെർ മാസ് നമ്പർ, അതായത് പെർ ന്യൂക്ലിയോൺ ഭയങ്കരമായിട്ട് കുറയും. അതായത് ഈ പാക്കിംഗ് ഫ്രാക്ഷൻ അഥവാ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വളരെ കുറവാണെങ്കിൽ, വെരി ലോ, അതിന്റെ അർത്ഥം എന്താ? മാസ് നമ്പർ വളരെ കൂടുതലാണെന്ന് അതിന്റെ അർത്ഥം. അത്തരം ആൾക്കാരാണ് അൺസ്റ്റേബിൾ. അപ്പോ ഈ പാക്കിംഗ് ഫ്രാക്ഷൻ അഥവാ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കൂടുന്നതാണ് നല്ലത്. അവർ സ്റ്റേബിൾ ആയിരിക്കും. കൂടുക എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ കുറയും. ചെറിയ മാസ് നമ്പറുള്ള ആൾക്കാർ സ്റ്റേബിൾ ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻ ഹൗ എനർജി ഈസ് റിലീസ്ഡ് ഇൻ ഫിഷൻ പ്രോസസ്. നമുക്കിപ്പോഴേ എക്സും വൈയും ചേർന്നിട്ട് ഇസഡ് ഒരു റിയാക്ഷൻ, ചുമ്മാ എന്തെങ്കിലും ഒരു റിയാക്ഷൻ എഴുതാം. അപ്പോൾ ഒരു റിയാക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന് റിയാക്റ്റൻസും കാണും. ഇപ്പൊ റിയാക്റ്റൻസിനെ ഞാൻ ഇങ്ങനെ എഴുതാണ്, ഒരാളായിട്ട് അങ്ങ് എഴുതണം. ഇത് റിയാക്റ്റൻറ്റ്, ഇത് പ്രൊഡക്റ്റ്. ഇവിടെ വേണമെങ്കിൽ 2 പേരെ എഴുതിക്കോ, ഇവിടെ വേണമെങ്കിൽ 3 പേരെ എഴുതിക്കോ, അതൊന്നും ഇവിടെ പ്രശ്നമല്ല മക്കളെ. ഇവർ തമ്മിൽ മാസിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നു. അതായത് ഡെൽറ്റ എം സി, ഒരു ചെറിയ മാസിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നു. അതായത് മാസ് ഓഫ് പ്രൊഡക്ട്സ് മൈനസ് മാസ് ഓഫ് റിയാക്റ്റൻസ്. അതിന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ
ഈ റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും മാസ് തമ്മിൽ ചെറിയൊരു വ്യത്യാസം കാണിക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് എടുത്തു. പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, എ പ്ലസ് ബി ഗിവ് സി പ്ലസ് ഡി. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ മാസ് കൂട്ടിയപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് 4.009 AMU എന്നാണ്. ഓർക്കുക, 4.009 AMU. എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ മാസ് കൂട്ടിയപ്പോൾ എനിക്ക് 4.002 AMU കാണാനുള്ളൂ. നിങ്ങൾ നോക്കിക്കേ എന്താ സംഭവിച്ച് കണ്ടോ? മാസ് ഇവിടെ ഇത്രയുണ്ട്, ഇവിടെ ഒരു ചെറിയ വ്യത്യാസം. എത്രയാണ് ആ വ്യത്യാസം? 0.007 AMU കാണുവാനില്ല. ഇതെവിടെ പോയിന്നറിയാമോ? ഇതെന്തായിട്ട് മാറിയിട്ടുണ്ട്? ആ ന്യൂക്ലിയർ റിയാക്ഷനിൽ എന്തായി കിട്ടും? നിങ്ങൾക്ക് എനർജിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും മാസുകൾ തമ്മിൽ ചെറിയ ഡിഫറൻസ് വരും. അതാണ് റിയാക്ഷൻ്റെ എനർജി ആയിട്ട് പുറത്തു വരിക. സോ യു ക്യാൻ എക്സ്പ്ലെയിൻ ഹൗ എനർജി ഈസ് റിലീസ്ഡ് ഇൻ എ ഫിഷൻ പ്രോസസ്. ഒരു ഫിഷൻ പ്രോസസ്സിൽ എങ്ങനെയാണ് എനർജി റിലീസ് ചെയ്യാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എന്താണ് ക്യൂ വാല്യൂ? ക്യൂ വാല്യൂ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് ആ എനർജീനെ തന്നെയാണ്, റിലീസ്ഡ് എനർജീനെയാണ് ക്യൂ വാല്യൂ. അപ്പം നിങ്ങൾക്ക് ക്യൂ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഡൗൺ ദി എക്സ്പ്രഷൻ ഫോർ ആൽഫ ഡി കെ. അപ്പോൾ അതിൽ ഞാനങ്ങ് പറഞ്ഞുതരാം ക്യൂ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കുക. ഇത് നോക്കിയേ, എക്സ് എന്ന് പറയുന്ന ആൾ എന്തായി മാറുന്നു? വൈ പ്ലസ് ആൽഫ പാർട്ടിക്കിൾ, ഒരു ആൽഫ പാർട്ടിക്കിളായിട്ട് മാറി. അപ്പം നിങ്ങൾ നോക്കണം ഡെൽറ്റ എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? ഡെൽറ്റ എം എന്ന് വിളിക്കുന്നത് എന്താ? ഡെൽറ്റ എം എന്ന് വിളിക്കുന്നത് മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. കണ്ടോ? ഇത് കണ്ടോ? മാസ് ഓഫ് എക്സ്, എക്സിന്റെ മാസിൽ നിന്നും എന്ത് കൂട്ടുക? കണ്ടോ? കണ്ടോ? ഇതാണല്ലോ ഡെൽറ്റ എം. ഇതിന്റെ മാസ് മൈനസ് ആൽഫ എമിഷൻ എന്നാണ് ചോദ്യത്തിൽ വന്നത്. അപ്പോൾ വൈ എന്നൊരു പാർട്ടിക്കിൾ ഉണ്ടായിട്ട് പ്ലസ് ഒരു ആൽഫ പാർട്ടിക്കിൾ കൂടി. അപ്പോൾ പ്രൊഡക്ട്സ് കണ്ടോ നിങ്ങൾ? വൈയും ആൽഫയും, അതിന്റെ രണ്ടിനും മാസ് ആഡ് ചെയ്യുക. തന്നിരിക്കുന്ന എക്സിന്റെ മാസ് അതിൽ നിന്ന് കുറയ്ക്കുക, അതാണ് ഡെൽറ്റ എം. ഇനി ക്യൂ വാല്യൂ എന്ന് വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇതിന്റെ എനർജി ഇക്വലന്റ് ആണ്. കണ്ടോ? ഡെൽറ്റ എം സി സ്ക്വയർ. അതെന്തായി മാറി? എനർജിയായി മാറി. അപ്പോൾ ക്യൂ വാല്യൂ ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ ഈസ് എം എക്സ് മൈനസ് എം വൈ പ്ലസ് എം ആൽഫ ഹോൾ ഇൻറ്റു സി സ്ക്വയർ. ഇതാണ് നിങ്ങളുടെ ക്യൂ വാല്യൂ ഓഫ് ദിസ് റിയാക്ഷൻ, എനർജി റിലീസ്ഡ്. ഇതിനെയാണ് ക്യൂ വാല്യൂ എന്ന് വിളിക്കുക. ന്യൂക്ലിയർ ഹാവിംഗ് മാസ് നമ്പർ ഇൻ ദി റേഷ്യോ 1:64. മാസ് നമ്പറിന്റെ റേഷ്യോ കണ്ടോ മക്കളെ? A1/A2 അഥവാ A1:A2 എന്ന് പറഞ്ഞാൽ 1/64 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് റേഷ്യോ ഓഫ് ന്യൂക്ലിയർ റേഡിയസ്? നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ? R പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ റേസ് ടു 1/3 എന്നാണ്. മറന്നു പോകരുത്. ന്യൂക്ലിയസിന്റെ റേഡിയസും ആ ആറ്റത്തിന്റെ അതല്ലേ ആ ന്യൂക്ലിയസിന്റെ മാസ് നമ്പറും തമ്മിലുള്ള റിലേഷനാണ്. റേഡിയസ് പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ റേസ് ടു 1/3. അപ്പൊ നിങ്ങൾ നോക്കണം, R1/R2 വേണ്ടവർ എന്ത് ചെയ്താൽ മതി? A1/A2 ഹോൾ റേസ് ടു 1/3. അപ്പൊ എത്ര വരിക മോനെ? 1/64 ഹോൾ റേസ് ടു 1/3. അതായത് 1/64, 4ന്റെ ക്യൂബ് അല്ലേ അത്? റേസ് ടു 1/3. 3യും 3യും കേട്ടോ. സോ യുവർ ആൻസർ ഈസ് 1:4. ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ഇതിന്റെ ക്യൂബ് റൂട്ട് തന്നെയാണ് ഉത്തരം. റേഡിയസ് എടുക്കാണ്ട് ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ആൻസറായി 1:4 ആണ് ഉത്തരം. ബിക്കോസ് എന്തുകൊണ്ടാണ് അറിയാമോ? റേഡിയസും മാസ് നമ്പറും തമ്മിലുള്ള ബന്ധമാണ് R പ്രൊപ്പോർഷണൽ ടു മാസ് നമ്പർ റേസ് ടു 1/3. ഓക്കെ, 24th one, 24ാമത്തെ ചോദ്യം. An atom with the mass number 236 and atomic number 92 emit 5 alpha and 8 beta particles. 8 ബീറ്റയും 5 ആൽഫ എമിറ്റ് ചെയ്തു. Obtain mass number and atomic number of the new nucleus formed. ആൽഫ എമിഷനെ പറ്റി സംസാരിക്കാം. നോക്കാം നിങ്ങൾ, ഇത് കണ്ടോ? എക്സ് എന്നൊരു പാർട്ടിക്കിൾ, എക്സ് ആരെങ്കിലും ആട്ടെ, ഏതെങ്കിലും ഒരു ന്യൂക്ലിയസ് ആട്ടെ. ഈ ന്യൂക്ലിയസ് മക്കളെ നിങ്ങൾ ഇങ്ങനെ എഴുതാണ് 20, ഇത് 50. ആൽഫ എമിഷൻ നടന്നാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ആൽഫ എമിഷൻ എന്ന് പറഞ്ഞാൽ He24 ആണ്, ഹീലിയം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു റിയാക്ഷൻ എഴുതുമ്പോഴേ, ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ എഴുതുമ്പോൾ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ബാലൻസ്ഡ് ആയിരിക്കണം. ശ്രദ്ധിക്കണം, അറ്റോമിക് നമ്പറും മാസ് നമ്പറും ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടായി വൈ. അപ്പോൾ നിങ്ങൾ നോക്കണം, ഈ രണ്ട് അറ്റോമിക് നമ്പേഴ്സ് കൂട്ടുമ്പോൾ ഇത് വരണമെങ്കിൽ ഇത് എത്രയാ? 18. ഇത് എത്രയായിരിക്കും? 46. കണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ആൽഫ എമിഷൻ നടക്കുമ്പോൾ, അതായത് ആൽഫ എമിഷൻ നടക്കുമ്പോൾ മാസ് നമ്പർ 4 കുറയും, അറ്റോമിക് നമ്പർ 2 കുറയും. കണ്ടോ? ഇതിൽ നിന്ന് 2 കുറച്ചു,
ഇതിൽ നിന്ന് 4 കുറയ്ക്കുക. ഇതാണ് ആൽഫ എമിഷനിൽ സംഭവിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ബീറ്റ എമിഷനിൽ എന്താ സംഭവിക്കുക? ബീറ്റ 2 തരത്തിലുണ്ട്, മൈനസ് ബീറ്റയും ഉണ്ട്, പ്ലസ് ബീറ്റയും ഉണ്ട്. നമ്മളതിൽ മൈനസ് ബീറ്റയാണ് എടുക്കുക, കാരണം പ്ലസ് ബീറ്റ അങ്ങനെ പറയുന്നില്ല. നമുക്ക് മൈനസ് ബീറ്റ എമിഷനാണ് കൂടുതലായിട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വലൻ ടു ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ ആണെന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ മൈനസ് ബീറ്റ തന്നെ എടുത്താണ് സോൾവ് ചെയ്യുക. അപ്പോൾ ഒരു മൈനസ് ബീറ്റ എമിഷൻ നടന്നാൽ എക്സ് ഇങ്ങനെ എഴുതാണ് 92 235 236. ബീറ്റ എമിഷൻ മക്കളെ ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ബീറ്റ എമിഷൻ ഇങ്ങനെയാണ് സംഭവിക്കുക, ബിക്കോസ് ദാറ്റ് ഈസ് ഇക്വലൻ ടു ഇലക്ട്രോൺ. അപ്പോൾ എന്താ പറ്റുക നോക്കിയേ, വൈ ആയി മാറും. കണ്ടോ, മാസ് നമ്പർ 0 ആയതുകൊണ്ട് തന്നെ ഇത് ഇവിടെ മാറ്റം ഉണ്ടാവില്ല. കണ്ടോ, 235 ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷെ ഇത് കണ്ടോ, ഇതും കൂടെ കൂട്ടുമ്പോൾ 92 വരണമെങ്കിൽ ഇത് എത്ര ആയിരിക്കണം? 93 ആയിരിക്കണം. അപ്പം മൈനസ് ബീറ്റ എമിറ്റ് ചെയ്യുമ്പോൾ അറ്റോമിക് നമ്പർ കൂടുകയാണ്, ഓരോന്ന് കൂടും. ഓരോ മൈനസ് ബീറ്റയിലും അറ്റോമിക് നമ്പർ ഓരോന്ന് കൂടുകയാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവർ തന്നിരിക്കുന്നത് പ്രകാരം ഒരു ആറ്റം, എക്സ് എന്ന ആറ്റം 236 ആൻഡ് 92 ആണ്. എത്ര ആൽഫാനെ എമിറ്റ് ചെയ്യും? 5 ആൽഫ. അപ്പം ഞാൻ എഴുതുന്ന ശ്രദ്ധിക്കണം. 5 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ആഫ്റ്റർ 5 ആൽഫ എമിഷൻ എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത് നോക്കാം. മോനെ, ഒരു ആൽഫ എമിഷൻ നടക്കുമ്പോൾ അറ്റോമിക് നമ്പർ 2 മാറണം, 2 കുറയണം. അപ്പോൾ 5 ആൽഫ ആകുമ്പോൾ എത്ര മാറണം? 10 കുറയണം. അപ്പോൾ 92 നിന്ന് 10 കുറയ്ക്കുക. യെസ്, 82. കണ്ടോ? ഇനി മാസ് നമ്പറിന്റെ ചേഞ്ച് എന്താ? ഒരു ആൽഫ എമിഷൻ നടക്കുമ്പോൾ മാസ് നമ്പർ 4 കുറയണം. ഇവിടെ എത്ര ആൽഫ പാർട്ടിക്കിൾ? 5. അപ്പോൾ കണ്ടോ, മാസ് നമ്പർ 5. അപ്പോൾ എത്രയാ? കണ്ടോ, മാസ് നമ്പറിന്റെ വ്യത്യാസം 20, അറ്റോമിക് നമ്പർ 10. ഞാൻ 10 കുറച്ച് എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ. മാസ് നമ്പറിൽ നിന്ന് 20 കുറയ്ക്കാം മോനെ. അപ്പോൾ എത്രയാ? 216. ഇനി നടക്കുന്നത് എന്താണ്? അതിനുശേഷം അപ്പോൾ ഇവിടെ എന്ത് എമിഷൻ കൺസിഡർ ചെയ്തു? 5 ആൽഫ എമിഷൻ കൺസിഡർ ചെയ്തു. ഇനി അടുത്തത് 8 ബീറ്റ. എളുപ്പമാണ്. ഓരോ ബീറ്റയിലും അറ്റോമിക് നമ്പർ ഒന്നൊന്ന് കൂടും, ഇൻക്രീസസ് ബൈ 1. അപ്പോൾ 8 ബീറ്റ എമിറ്റ് ചെയ്യുമ്പോഴോ 8 ബീറ്റ പാർട്ടികൾ എമിറ്റ് ചെയ്തിട്ട് പുതിയൊരാളാണോ? ഇസഡ് 82. 8 ബീറ്റ അല്ലേ, 8 അറ്റോമിക് നമ്പർ ആഡ് ചെയ്യാം, 90. മാസ് നമ്പർ മാറില്ല, കാരണം ബീറ്റ എമിഷനകത്ത് മാസ് നമ്പർ ഡസ് നോട്ട് ചേഞ്ച്. സോ എ ന്യൂ പാർട്ടിക്കിൾ ഈസ് ഫോംഡ് ഇസഡ് വിത്ത് ഇസഡ് ഞാൻ ചുമ്മാ കൊടുത്താണ്, വിത്ത് മാസ് നമ്പർ 216, atomic number 90. Okay. Then our last question. Derive an equation for kinetic energy of an alpha particle in terms of Q value. Q value in the terms ഒരു ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എഴുതാൻ ഞാൻ ചെയ്ത് കാണിക്കാം. എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. ഒരു ആൽഫ പാർട്ടിക്കിൾ, അതായത് ആൽഫ എമിഷൻ നടക്കുമ്പോൾ കൈനറ്റിക് എനർജി ആൽഫ പാർട്ടിക്കിൾ കണ്ടുപിടിക്കും. അതായത് ഇതൊരു ന്യൂക്ലിയസ് ആണ് സംഭവം കേട്ടോ. ഇതൊരു ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. എന്താണ് കൊടുക്കുന്നത്? എക്സ്. ഇവൻ നോക്കിക്കോ, ഇതാണ് നിങ്ങളുടെ ന്യൂക്ലിയസ്, പേരന്റ് ന്യൂക്ലിയസ് എക്സ്, പേരന്റ് ന്യൂക്ലിയസ് എക്സ്. ഇവൻ മക്കളെ ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ന്യൂക്ലിയസിനെ ഞാൻ ഡോട്ടർ ന്യൂക്ലിയസ് എന്നാണ് നിങ്ങൾ വിളിക്കുക. ഡോട്ടർ ന്യൂക്ലിയസ്. റിമൈനിങ് ന്യൂക്ലിയസ് വൈ ആണ്, ഡോട്ടർ ന്യൂക്ലിയസ്. ആൽഫ എമിഷൻ കഴിയുമ്പോൾ മാസ് നമ്പർ 4 കുറയില്ലേ, ആ ന്യൂക്ലിയസിനെ ഞാൻ വിളിക്കുന്നു ഡോട്ടർ ന്യൂക്ലിയസ്. അത് എങ്ങോട്ട് പോകും? പിറകോട്ട് പോകും. കാരണം എന്തുകൊണ്ടെന്നറിയാം? റീകോയിൽ ഓഫ് ഗൺ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. റീകോയിൽ ഓഫ് ഗൺ എന്താ? നമ്മളൊരു ഗൺ എടുത്തിട്ട് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ? ഗൺ ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് മുമ്പോട്ട് പോകുന്നു, ഗൺ പിറകോട്ട് പോകും. അവിടെ നമ്മൾ എന്ത് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുക? മൊമെന്റം ബിഫോർ ഫയറിങ് 0 ആണ്. കാരണം ഫയറിങ്ങിന് മുമ്പ് ഈ ഗണ്ണും ബുള്ളറ്റും എല്ലാം റെസ്റ്റിലാണ്. ഫയർ ചെയ്ത ശേഷം ബുള്ളറ്റ് മുമ്പോട്ട് പോകും, ഗൺ പിറകോട്ട് പോകും. അവിടെ നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാ? ഗണ്ണിന്റെ ബാക്ക്വേർഡ് മൊമെന്റവും ബുള്ളറ്റിന്റെ ഫോർവേഡ് മൊമെന്റവും സെയിം ആയിട്ടല്ലേ എടുക്കുക? ബിഫോർ എക്സ്പ്ലോഷൻ മൊമെന്റം 0. അപ്പൊ ഇവിടെ തെറിച്ചുപോയ 2 പാർട്ടികളാണ്. ഇവർ റെസ്റ്റിലായിരുന്നു കേട്ടോ. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒറിജിനൽ ന്യൂക്ലിയസ്, അതായത് പേരന്റ് ന്യൂക്ലിയസ് റെസ്റ്റിലായിരുന്നു. അതാണ് എക്സ്. പേരന്റ് ന്യൂക്ലിയസിൽ നിന്നും ആൽഫ പോയിട്ട് കിട്ടിയ ആളാണ് വൈ. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാം, കണ്ടോ, എക്സിൽ നിന്നും കണ്ടോ, എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് ആൽഫ. അതായത് എം എക്സ് ഈസ് ഈക്വൽ ടു എം വൈ പ്ലസ് എം ആൽഫ. കണ്ടോ, ഇങ്ങനെ ചുമ്മാ ഒന്ന് എഴുതിയിട്ടേ ഉള്ളൂ. എക്സ് എന്ന് പറയുന്ന ആളാണ് ഒറിജിനൽ ആറ്റം, എം വൈ ആണ് നമ്മുടെ പുതിയ ആറ്റം, അതായത് പുതിയ ന്യൂക്ലിയസ്. ആൽഫ എമിറ്റ്, ഇത് ആൽഫ. അപ്പൊ ഞാൻ പറഞ്ഞേ, ആൽഫ പാർട്ടിക്കിളിന് ഒരു മൊമെന്റം അങ്ങോട്ടുണ്ട്. ഈ പുതിയതായി ഫോം ചെയ്ത വൈ ഇല്ലേ,
ഇതിനൊരു മൊമെൻറ്റം പിറകിലോട്ടുണ്ട്. അപ്പം ഞാൻ എഴുതുന്നു മൊമെൻറ്റം ഓഫ് വൈ, വൈ മീൻസ് ഡോട്ടർ ന്യൂക്ലിയസ് ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അപ്പം ഞാൻ ഇങ്ങനെ എഴുതാണ്, ഇത് കണ്ടോ, എം വൈ ഇൻറ്റു വി വൈ. നമുക്കറിയാലോ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പം മൊമെൻറ്റം ഓഫ് വൈ, എമിഷൻ കഴിഞ്ഞുള്ള ന്യൂക്ലിയസ് ആണ് വൈ കേട്ടോ, എം വൈ വി വൈ ഇസ് ഈക്വൽ ടു എം ആൽഫ വി ആൽഫ. ഇതിൽ നിന്ന് വി വൈൻ്റെ ഇക്വേഷൻ എന്താ, വി വൈൻ്റെ ഇക്വേഷൻ എന്താ, എം ആൽഫ വി ആൽഫ ഡിവൈഡഡ് ബൈ വി വൈ, സോറി എം ആൽഫ വി ആൽഫ ഡിവൈഡഡ് ബൈ എം വൈ. ഇപ്പം ഞാൻ എന്താ കണ്ടുപിടിച്ചേ, നമ്മൾ ബുള്ളറ്റും കണ്ണും ഫയർ ചെയ്യുന്ന കേസില്ലേ, അതിലെ ഈ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണഗതി ചെയ്യുന്നത് എന്താ, നമ്മൾ നോർമലി ബുള്ളറ്റ് ഫയറിങ്ങിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണോ സോൾവ് ചെയ്യുന്നത്, അതായത് ഗണ്ണിൻ്റെ മൊമെൻറ്റം ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം എടുത്ത് റീകോയിൽ കണ്ടുപിടിക്കുന്നില്ലേ, അതേപോലെയാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുന്നു, വൈ എന്ന ആറ്റം എക്സ് ആണ്, ആദ്യം എടുത്ത എക്സ് അല്ലേ, എക്സ് ആണ് ഒറിജിനൽ ആറ്റം, ഇവൻ വൈ പ്ലസ് ആൽഫ. അപ്പോൾ എഴുതുന്നു മൊമെൻറ്റം ഓഫ് വൈ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് ആൽഫ പാർട്ടിക്കിൾ. കാരണം മുമ്പ് ഇവൻ റെസ്റ്റിലായിരുന്നു, ഇവൻ ഇങ്ങോട്ട് പോയെങ്കിൽ ഇവൻ അങ്ങോട്ട് പോകും, അവർ രണ്ടുമാണ് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താ, എം വി. അപ്പോൾ എം വൈ വി വൈ ഇസ് ഈക്വൽ ടു എം ആൽഫ വി ആൽഫ. ഇതിന് എന്ത് എഴുതി മക്കളെ, നമ്മൾ ആദ്യം വി വൈ എം ആൽഫ വി ആൽഫ ഡിവൈഡഡ് ബൈ എം വൈ. ഇനി ക്യൂ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ക്യൂ വാല്യൂ എനർജി പ്രത്യക്ഷപ്പെട്ട ഏത് രൂപത്തിലാണ്, ആൽഫ പാർട്ടിക്കിൾ എമിഷൻ കഴിയുമ്പോൾ ഈ ക്യൂ വാല്യൂ എന്ന് പറഞ്ഞ എനർജിക്കാണ്. എനർജി ചിലപ്പോൾ ഹീറ്റായിട്ട് പ്രത്യക്ഷപ്പെടാം, ദാറ്റ് ഇസ് കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻ, ദാറ്റ് ഇസ് കോൾഡ് എക്സോതെർമിക്. അതാണ് ക്യൂ വാല്യൂ ഹീറ്റായിട്ടാണ് പോയതെങ്കിൽ എക്സോതെർമിക്. ഇവിടെ എങ്ങനെയാണ് പോയെന്ന് അറിയാമോ, ഇവിടെ ആ ക്യൂ വാല്യൂ അതായത് എനർജി റിലീസ് ചെയ്യപ്പെട്ടത് കൈനറ്റിക് എനർജിയുടെ രൂപത്തിലാണ്. കാരണം ആൽഫ പാർട്ടിക്കിൾ അങ്ങോട്ട് പോയി, വൈ എന്ന പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോയി, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എന്ത് വന്നു, കൈനറ്റിക് എനർജി വന്നില്ലേ, അതാണ് ഇപ്പോൾ ഇവിടുത്തെ ക്യൂ വാല്യൂ. അപ്പോൾ ക്യൂ വാല്യൂ ഇസ് ഈക്വൽ ടു നോക്കിക്കേ, കൈനറ്റിക് എനർജി ഓഫ് വൈ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ, അതാണ് ഇവിടുത്തെ ക്യൂ വാല്യൂ. സോ ഹിയർ ദി എനർജി വിൽ ബി ഇൻ ദി ഫോം ഓഫ് കൈനറ്റിക് എനർജി ഫോർ ദി ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ഫോർ ദി ഡോട്ടർ ന്യൂക്ലിയസ്. അപ്പൊ നോക്കിക്കേ, ക്യൂ വാല്യൂ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാലോ, ഹാഫ് എം വൈ വി വൈ സ്ക്വയർ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ ഹാഫ് എം ആൽഫ വി ആൽഫ സ്ക്വയർ. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാം, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതങ്ങ് ആദ്യം എഴുതിയാലേ, നോക്കിക്കേ, ഹാഫ് എം ആൽഫ വി ആൽഫ സ്ക്വയർ പ്ലസ് ഓക്കെ ഹാഫ് ഇൻറ്റു എം വൈ ഇൻറ്റു വി വൈയുടെ സ്ക്വയർ. മക്കളെ ഇതിന്റെ സ്ക്വയർ എടുക്കണം മക്കളെ, എം ആൽഫ സ്ക്വയർ വി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം വൈൻ്റെ സ്ക്വയർ എടുക്കുക. ഇനി നിങ്ങൾ നോക്കി, ഇതിനകത്ത് ഒരു എം വൈ കട്ടാവും, ഇതിനകത്തുനിന്ന് എം ആൽഫ വി ആൽഫ സ്ക്വയർ കോമൺ വരാനുണ്ട്, കണ്ടോ, രണ്ടിലും ഉണ്ട്, കണ്ടോ, ഇവിടെ ഒരു എം ആൽഫ ഉണ്ട് വി ആൽഫ. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ക്യൂ ഈസ് ഈക്വൽ ടു എങ്ങനെ കോമൺ എടുക്കാം, ഹാഫ് ഇൻറ്റു എം ആൽഫ വി ആൽഫ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഇത് മൊത്തം കോമൺ പോയി 1 പ്ലസ് ബാക്കി എന്താ നോക്കി, ദേ ഇവിടെ ഒരു എം ആൽഫ സ്ക്വയർ ഉണ്ട്, താഴെ ഒരു എം വൈ ഉണ്ട്, ബാക്കിയെല്ലാം പുറത്തു പോയി, ഹാഫ് വെളിയിൽ പോയി കോമൺ എടുത്തു, എം ആൽഫ സ്ക്വയറിന് എം ആൽഫ പുറത്തു പോയി, എം വി ആൽഫ സ്ക്വയർ മൊത്തത്തിൽ പുറത്തു പോയി, എം വൈ പുറത്തു പോയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ എന്താ വന്നേന്ന് നോക്കിയേ, എം ആൽഫ ബൈ എം വൈ, സി എം ആൽഫ ബൈ എം വൈ. ഇനി നിങ്ങൾ നോക്കണം, ക്യൂ ഈസ് ഈക്വൽ ടു ഇതെന്താ, ഇതല്ലേ നിങ്ങളുടെ ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത്, കണ്ടോ, അപ്പൊ ക്യൂ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് നമുക്ക് ഒന്ന് LCM എടുക്കാം, എം വൈ മേളിൽ എന്താ വരിക, എം വൈ പ്ലസ് എം ആൽഫ, കണ്ടോ, ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇൻറ്റു, മക്കളെ ഇത് നിങ്ങൾ കണ്ടോ, നമ്മൾ എഴുതിയ റിയാക്ഷൻ നിങ്ങൾ നോക്കിയേ, ഇങ്ങനെയല്ലേ ഞാൻ എഴുതി പഠിപ്പിച്ചേ, എം എക്സ് ഈസ് ഈക്വൽ ടു എം വൈ പ്ലസ് എം ആൽഫ, കണ്ടോ, എം ആൽഫയും എം വൈയും കൂടെ കൂട്ടി എന്ത് കിട്ടും, എന്ത് കിട്ടും, എം എക്സ് ഡിവൈഡഡ് ബൈ എം വൈ, കണ്ടോ. ഇനി ഞാനൊരു ചെറിയ പരിപാടി പറയാം, ഇത് കണ്ടോ, ക്യൂ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇൻറ്റു, മോനെ മാസ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നതേ, എക്സിന്റെ മാസ് എന്ന് വിളിക്കുന്നത് അത് മാസ് നമ്പർ തന്നെയല്ലേ, ഇറ്റ് ഇസ് എ, കണ്ടോ,
എ ആണത് കണ്ടോ. എക്സ് അല്ലേ നമ്മുടെ ഒറിജിനൽ ന്യൂക്ലിയസ്, അതിന്റെ മാസ് എന്താ, മാസ് നമ്പർ. അതിൽ നിന്നും ആൽഫ പാർട്ടിക്കിൾ പോകുമ്പോൾ വൈയുടെ മാസ് എത്രയാന്ന് പറയാമോ? ശ്രദ്ധിക്കണം, ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് 4 ഇതിന്റെ മാസിന് ഞാൻ എ എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും മോനെ? A-4, ശരിയല്ലേ? അപ്പൊ കണ്ടോ, എ ഡിവൈഡഡ് ബൈ കണ്ടോ. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്താന്ന് നോക്കിക്കേ, Q ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് തിരിച്ചെഴുതാം A-4/A. ഈ ഇക്വേഷൻ പഠിക്കണം, പ്രോബ്ലം ചോദിക്കും. സോ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു Q വാല്യൂ ഇൻറ്റു A-4 ഡിവൈഡഡ് ബൈ. അപ്പോൾ ഈ ഡെറിവേഷൻ ഓർക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇതാണ്, ആൽഫ പാർട്ടിക്കിളും അതുപോലെ തന്നെ ന്യൂക്ലിയസ്, പുതിയ ന്യൂക്ലിയസ് എക്സ് എന്ന് പറയുന്ന ആൾ എമിഷന് കഴിഞ്ഞിട്ട്, അതായത് ആൽഫ എമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈ ആയി മാറി. വൈ പിറകോട്ടാ പോകും, ആൽഫ മുമ്പോട്ടാ പോകും. അപ്പോൾ ഈ മുമ്പോട്ട് പോയ ആൽഫയും പിറകോട്ട് പോയ വൈക്കും മൊമെന്റം സെയിം ആണ്, ജസ്റ്റ് ലൈക്ക് ഫയറിംഗ് ഓഫ് എ ഗൺ. അതാണ് ഇവിടെ നമ്മൾ എടുത്തത്. അവിടുന്ന് വി വൈയുടെ എക്സ്പ്രഷൻ എഴുതി. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ക്യൂ വാല്യൂ. റിലീസ്ഡ് എനർജിയാണ് ക്യൂ വാല്യൂ. റിലീസ് ചെയ്യുന്ന എനർജി എത്രയാണോ അതാണ് ക്യൂ വാല്യൂ. ഇവിടെ ഹീറ്റായിട്ടല്ല എനർജി റിലീസായി, 2 പാർട്ടിക്കിൾക്കും കൈനറ്റിക് എനർജി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ക്യൂ വാല്യൂ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് വൈ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ. എമിഷന് മുമ്പുള്ള ആളാണ് എക്സ്. അപ്പോൾ അവിടെ നമ്മൾ ½ mv² എന്നുള്ള ഇക്വേഷൻ ഇട്ടിട്ട് കോമൺ എടുത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോമൺ എടുത്ത് സോൾവ് ചെയ്ത് ഇവിടെ വരെ കൊണ്ടുവന്നു. കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കി ഈ സ്റ്റെപ്പ് കണ്ടോ, my പ്ലസ് എം ആൽഫ, അതാണ് mx, താഴെ myയും വരും. കണ്ടോ, ക്യൂ വാല്യൂ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ആൽഫ ഇൻറ്റു mx ബൈ my. mx എന്ന് വിളിക്കുന്ന എന്താണെന്ന് ഞാൻ കൊടുക്കാൻ പോവാ, മാസ് ഓഫ് എക്സിനാണ് ഞാൻ മാസ് നമ്പർ. കണ്ടോ, ഇതല്ലേ ഒറിജിനൽ ആറ്റം, എക്സ് ആയിരുന്നല്ലോ ഒറിജിനൽ ന്യൂക്ലിയസ്, അതിന്റെ മാസ് നമ്പർ എ ആണ്. ആൽഫ പാർട്ടിക്കിളിന് മാസ് നമ്പർ 4 ആണെങ്കിൽ വൈക്ക് എത്രയാ മക്കളെ, A-4. കണ്ടോ, അപ്പൊ എക്സിന്റെ മാസ് എ, വൈന്റെ മാസ് A-4, ആൽഫാന്റെ മാസ് 4. അപ്പൊ അതായത് കണ്ടോ, mx A, my A-4. കണ്ടോ. സോ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു Q ഇൻറ്റു A-4 ഡിവൈഡഡ് ബൈ A. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും പ്രോബ്ലംസും ഇത്രയും പറഞ്ഞ തിയറിയും വളരെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.